എസ് പിയുടെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തതിനു ശേഷം എസ് ഐ പ്രവീൺകുമാറിന്റെ വാഹനം വേഗതയിൽ പുറപ്പെട്ടു. വാഹനം ചെന്ന് നിന്നത് ആഡംബരമായ ഒരു വീടിന് മുന്നിലാണ്. വീടിന് പുറത്ത് ജെ ജെ ഗ്രൂപ്പ് എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രവീണിന്റെ വാഹനം ഉള്ളിലേക്ക് ചെന്ന് നിന്നു. ഏകദേശം അരമണിക്കൂർ മുമ്പ്. ഹലോ ഇച്ചായ, നമ്മുടെ മോൾ ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടില്ല. എടോ, ചിലപ്പോൾ ബ്ലോക്ക് വല്ലതും ആവും, അതാവും വൈകുന്നേ. അല്ല ഇച്ചായ, ഞാൻ സ്കൂൾ വാനിന്റെ ഡ്രൈവറെ വിളിച്ചു. അയാൾ പറഞ്ഞത് മോളെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയെന്നാ. ഏ, ഇറക്കിയെന്നോ? എന്നിട്ട് അവളിതെവിടെ പോയി? താൻ അടുത്ത വീട്ടിലൊക്കെ അന്വേഷിച്ചോ? എല്ലായിടത്തും അന്വേഷിച്ചു, അവൾ ഒരിടത്തും ഇല്ല ചായ. എനിക്കെന്തോ പേടിയാവുന്നു. ഏയ്, താനിങ്ങനെ പാനിക് ആവാതെ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ഹലോ, എസ് പി സാർ അല്ലേ? അതെന്ത് ചോദ്യാട്ടോ ടോണി? തന്നിപ്പോൾ കാണാൻ കിട്ടുന്നില്ലല്ലോടോ. സാർ, ഞാൻ വിളിച്ചത് ഒരു പ്രശ്നമുണ്ട്. ടോണി ഭാര്യ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ എസ് പിയോട് പറഞ്ഞു. താൻ വിഷമിക്കണ്ട, ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാം. ഓക്കെ സാർ. എസ് പി വിളിച്ച് പറഞ്ഞതനുസരിച്ച് എസ് ഐ പ്രവീണും സംഘവും ടോണിയുടെ വീട്ടിലേക്ക് എത്തി. സാർ, എല്ലാ ദിവസവും അവൾ 3 മണി കഴിഞ്ഞാണ് എത്താറുള്ളത്. ടൈം കഴിഞ്ഞിട്ട് എത്താതായപ്പോഴാണ് ഞാൻ വാൻ ഡ്രൈവറെ വിളിച്ച് അന്വേഷിച്ചത്. അപ്പോഴാണ് മോളെ ഇവിടെ കൊണ്ട് ഇറക്കിയിരുന്നെന്ന് അയാൾ പറയുന്നത്. കുമാർ ഡ്രൈവറെ ചോദ്യം ചെയ്തു. ഉവ് സാർ, അയാൾ പറയുന്നത് കുട്ടി സ്കൂൾ വിട്ടെന്നത്തെയും പോലെ സ്കൂൾ ബസ്സിൽ കയറുകയും അവർ ആ കുട്ടിയെ വീട്ടിൽ ഇറക്കുകയും ചെയ്തു എന്നാണ്. അത് ബസ്സിലുണ്ടായിരുന്ന മറ്റു കുട്ടികൾ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തുള്ള വീട്ടുകാരുടെ മൊഴിയും അങ്ങനെ തന്നെയായിരുന്നു. സ്കൂൾ ബസ് അവരുടെ വീടിന് മുന്നിൽ നിർത്തിയെന്നും ആ കുട്ടി ഇറങ്ങി വീട്ടിലേക്ക് നടന്നു പോകുന്നത് കണ്ടതെന്നാണ്. ആ ഡ്രൈവർ എവിടെ? എവിടെയുണ്ട് സാർ? അവൻ ഡ്രൈവറുടെ അടുത്തേക്ക് വിളിച്ചു. എന്താ തൻ്റെ പേര്? ബൈജു. താൻ എത്ര നാളായിട്ട് ബസ് ഓടിക്കുന്നു? 3 വർഷമായി സാറേ. ഈ കുട്ടിയെ എത്ര നാളായിട്ട് അറിയാം? ഞാൻ ഓടിക്കാൻ തുടങ്ങിയ നാൾ തൊട്ട് അറിയാം. എന്നും എത്ര മണിക്കാണ് ആ കുട്ടിയുടെ വീടെത്തുക? ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തും സാറേ. ബ്ലോക്ക് ഉണ്ടെങ്കിൽ കുറച്ച് താമസിക്കും. എന്നാലും 3:15 കൂടുതൽ ഇതുവരെ പോയിട്ടില്ല. തൻ്റെ ബസ് വീടിന് മുന്നിൽ വരെ പോകാറില്ലേ? പോകും സാർ. പിന്നെന്താ ഇന്നത്തെ ദിവസം കുറച്ച് മാറ്റി കുട്ടിയെ ഇറക്കി? അതവിടെ റോഡ് ക്ലോസ്ഡ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു സാർ. അവിടേക്ക് കയറ്റിയാൽ റിവേഴ്സ് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കുട്ടിയെ അവിടെയുള്ള വളവിൽ ഇറക്കി. രാവിലെ പോകുമ്പോൾ അങ്ങനെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു? ഇല്ല സാർ, തിരിച്ചു വരുമ്പോഴാണ് ഉണ്ടായിരുന്നത്. സാധാരണ കുട്ടിയെ ഇറക്കി നേരെ തന്നെ പോകും. നിങ്ങൾ വണ്ടി ഇറക്കി പോകുമ്പോൾ ഏതെങ്കിലും വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല സാറേ. അയാളുടെ കൂടെ വേറൊരു സ്ത്രീ കൂടെ ഉണ്ടായിരുന്നു. ഇതാരാ, ഹെൽപ്പറാണോ? അതെ സാറേ. നിങ്ങളുടെ ജോലിയല്ലേ കുട്ടികളെ സുരക്ഷിതമായി എത്തിക്കുക എന്നുള്ളത്. സാറേ, അത് മോള് തന്നെ പോയിക്കോളാന്ന് പറഞ്ഞപ്പോൾ. സാർ, എല്ലാ വീടുകളിലെയും CCTV വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. അതിൽ ഇയാൾ ആ വളവിൽ കുട്ടിയെ ഇറക്കി വാൻ തിരികെ പോകുന്നുണ്ട്. പിന്നെ അവിടെ ഒരു മിനി ഒമ്നി വാൻ സൈഡാക്കിയിട്ടുണ്ടായിരുന്നു. ആ കുട്ടി ആ വാൻ കഴിഞ്ഞു പോയിട്ടില്ല. അത് കഴിഞ്ഞ് ആ വാൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നാലെ മുഖമാകെ മറച്ച രീതിയിൽ ഒരാൾ അതിൽ നിന്നും പുറത്തേക്ക് വന്ന് ആ ബോർഡൊക്കെ മാറ്റി സ്കൂട്ടറിൽ പോകുന്നുണ്ട്. കുമാർ, ഈ വണ്ടി ആരുടെയാണെന്ന് ഒന്ന് നോക്ക്. മിക്കവാറും നമ്പർ ഫേക്ക് ആകാനാണ് ചാൻസ്. അപ്പോഴേക്കും ടോണി വീട്ടിലേക്ക് എത്തിയിരുന്നു. ടോണി എത്തിയതിന് പിന്നാലെ തന്നെ എസ് പിയും അവിടേക്ക് എത്തി. സർ, എസ് പി വന്നിട്ടുണ്ട്. ഓക്കെ. പ്രവീൺ എസ് പിക്ക് സല്യൂട്ട് അടിച്ചു. സർ, കുട്ടി കുറച്ച് അപ്പുറത്ത് വന്നിറങ്ങുന്നത് CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. കുട്ടിയെ കൊണ്ടുപോയിരിക്കുന്നത് ഒരു ഒമ്നി വാനിലാണ്. സിറ്റിയിലൂടെ പോകുന്ന എല്ലാ വാഹനങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ കടത്തിവിടാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ഒമ്നി വാനുകൾ. പരിശോധിക്കുന്നുണ്ട് സർ. പിന്നെ അടഞ്ഞുകിടക്കുന്നതും ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലുമുള്ള എല്ലാ ബിൽഡിങ്സും അതും ഒന്ന് വിടാതെ പരിശോധന നടത്തണം. ഓക്കെ സർ. എസ് പി ടോണിയുടെ അടുത്തേക്ക് ചെന്നു. സർ, താൻ വിഷമിക്കേണ്ട, അന്വേഷിക്കുന്നുണ്ട്. നമുക്കുടനെ തന്നെ കുട്ടിയെ കണ്ടെത്താം. ആ സമയത്താണ് ടോണിയുടെ ഫോണിലേക്ക് ഒരു അനോണിമസ് നമ്പറിൽ നിന്നും കോൾ വന്നത്. അദ്ദേഹം അത് അറ്റൻഡ് ചെയ്ത് സംസാരിച്ചതിന് ശേഷം വാട്സപ്പ് ഓണാക്കി. അതിലൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ടോണി അത് ഓപ്പണാക്കി. സർ, ടോണിയുടെ മകളെ ഒരു ചെയറിൽ കെട്ടിയിരുത്തിയിട്ടുണ്ട്. കുട്ടിയെ ഉപദ്രവിക്കുന്ന വീഡിയോ ആയിരുന്നു അത്. കുട്ടിയുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. ടോണി ആ നമ്പറിലേക്ക് തിരികെ വിളിച്ചു. ഹലോ, നിങ്ങൾ ആരാണ്? എൻ്റെ മോളെ നിങ്ങളൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തരാം. എന്തും തരുമോ? തരാം. എന്തു വേണേലും തരാം. ഹലോ ഹലോ. കോള് കട്ടായി സാറേ. ടോണി തിരികെ വീണ്ടും വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പ്രവീൺ, ആ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് എടുക്ക്. ഓക്കെ സാർ. എടോ, താൻ വിഷമിക്കാതെ, നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല സാറേ. ടോണി, പിന്നെ നിങ്ങൾ വാഹനങ്ങൾ നോക്കി നിൽക്കുന്നു. അവർ അവളെ എത്തിക്കാനുള്ള ഇടത്ത് എപ്പോഴേ എത്തിച്ചു. അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്ത് ഞാൻ എൻ്റെ മോളെ അവരിൽ നിന്ന് റിലീസ് ചെയ്തോളാം. സർ, ആ നമ്പർ വഴിയോരത്ത് പച്ചക്കറി നടത്തുന്ന ഒരു പ്രായമുള്ള ഒരമ്മയുടെ നമ്പറാണ്.
അതും ആൻഡ്രോയിഡ് ഫോണൊന്നും അല്ല. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. കുറച്ചു മുമ്പ് ഒരു പയ്യൻ ഫോണിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് വീട്ടിലേക്ക് വിളിക്കാൻ ചോദിച്ചപ്പോൾ കൊടുത്താണെന്നാ പറയുന്നേ. കേട്ടില്ലേ? അവർ എല്ലാ കാര്യങ്ങളും കറക്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഒന്നിനും നിൽക്കണ്ട, അവർക്ക് വേണ്ടത് കൊടുത്ത് പ്രശ്നം പരിഹരിക്കുന്നതാ നല്ലത്. സാറിന് ബുദ്ധിമുട്ടണ്ട, പൊയ്ക്കോ. ടോണി വീടിനുള്ളിലേക്ക് കയറി. സർ, അന്വേഷണം നടക്കട്ടെ. കുട്ടി സേഫ് ആയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ സർ. അന്നേ ദിവസം രാത്രി ടോണിയുടെ ഫോണിലേക്ക് മറ്റൊരു നമ്പറിൽ നിന്നും കോൾ വന്നു. അത് അറ്റൻഡ് ചെയ്ത് സംസാരിച്ച ടോണി ആരോടൊന്നും മിണ്ടാതെ കാറുമെടുത്ത് പുറത്തേക്ക് പോയി. അതിനടുത്ത ദിവസം രാവിലെ ടോണിയുടെ വീട്ടിലേക്കുള്ള റോഡിൽ പാർക്ക് ചെയ്തിരുന്ന അവരുടെ തന്നെ കാറിൽ ബോധമില്ലാതെ ഇരിക്കുന്ന മകളെ അതുവഴി പോയ ഒരാൾ കണ്ടു. അവർ വീട്ടിലറിയിച്ചു. കുട്ടിയെ വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റൽ SI പ്രവീണും സംഘവും എത്തി. വിവരമറിഞ്ഞ SP എത്തി. സർ, എടോ, കുട്ടിയുടെ കണ്ടീഷൻ എങ്ങനെയാ? കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, ഷീസ് ഓക്കെ. നമ്മൾ വീഡിയോയിൽ കണ്ടിരുന്ന മുറിവുകളൊക്കെ അവർ തന്നെ ഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റെന്തെങ്കിലും റേപ്പിംഗ് അറ്റംപ്റ്റ്? നോ സർ, അങ്ങനെയൊന്നും നടന്നിട്ടില്ല. കുട്ടിയുടെ മൊഴി എടുത്തോ? എടുത്തു സർ. കുട്ടി പറയുന്നത് മുഖംമൂടി വെച്ച ആളായിരുന്നു എന്നാണ്. ആദ്യം കുറച്ച് ഉപദ്രവിച്ചു, അതിനുശേഷം വീഡിയോ എടുത്തു. അതിനുശേഷം മുറിവുകളിൽ അവർ തന്നെ മരുന്ന് വെച്ച് കെട്ടി. ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ ഒന്നും ഓർമ്മയില്ല. ഉണരുമ്പോൾ ഹോസ്പിറ്റലിൽ. ഒന്നിനു വേണ്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ കിഡ്നാപ്പിംഗ് ചെയ്തേ? അറിയില്ല സർ, ചിലപ്പോൾ സൈക്കോ ആയിരിക്കും. കുട്ടിയുടെ മൊഴി അനുസരിച്ച് പ്രതികൾ 2 പേരാണ്. പിന്നെ വേറൊരു പ്രോബ്ലം ഉണ്ട്. എന്താ? കുട്ടിയുടെ ഫാദർ ടോണി ഇന്നലെ ഒരു കോൾ വന്നതിന് ശേഷം കാറുമായി പുറത്തേക്ക് പോയതാണ്. പിന്നെ അയാളെ ഫോണിൽ പോലും കിട്ടുന്നില്ല. ഈ വിവരം കുറച്ചു മുമ്പാണ് അയാളുടെ വൈഫ് പറഞ്ഞത്. ആള് പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ അന്വേഷിക്കുന്നുണ്ട് സർ. ആ കാറിൽ നിന്നോളേ കുട്ടിയെ കണ്ടെത്തിയേ? അതെ സർ. SP കുറച്ചു നേരം എന്തോ ആലോചിച്ചു. ഷീറ്റ്, അപ്പോൾ അവരുടെ ടാർഗറ്റ് ടോണി ആയിരിക്കണം. അതിനു വേണ്ടിയിട്ടാവും കുട്ടിയെ അവർ കിഡ്നാപ്പ് ചെയ്തേ. പ്രവീൺ. സർ. ടോണിയുടെ ഫോണിലേക്ക് അവസാനം വന്ന കോളിന്റെ ഡീറ്റെയിൽസ്, ഫോൺ സ്വിച്ച് ഓഫ് ആയപ്പോഴുള്ള ടവർ ലൊക്കേഷൻ, ഇതൊക്കെ എനിക്ക് ഉടനെ കിട്ടണം. ഓക്കെ സർ. അടുത്ത ദിവസം ആളൊഴിഞ്ഞ കുറ്റിക്കാട്ടിൽ നിന്നും തലയില്ലാതെ ഒരു ബോഡി കണ്ടെത്തിയതായി അറിയിച്ചുകൊണ്ട് SI പ്രവീണിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. പ്രവീണും സംഘവും അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ഫോറൻസിക് വന്ന് തെളിവ് ശേഖരിക്കുന്നു. ബോഡിയുടെ പോക്കറ്റിൽ നിന്നും കിട്ടിയ വാലറ്റിൽ ആളുടെ തിരിച്ചറിയൽ രേഖയും ലൈസൻസും പാൻ കാർഡും ഒക്കെ ഉണ്ടായിരുന്നു. അതനുസരിച്ച് കൊല്ലപ്പെട്ടത് ഡോക്ടർ ടോണി കുര്യാക്കോസ് എന്ന് പോലീസ് ഉറപ്പിക്കുന്നു. സംഭവ സ്ഥലത്ത് ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. പോലീസ് അവരെയൊക്കെ പ്രയാസപ്പെട്ട് നിയന്ത്രിച്ചു. പോരാത്തതിന് മീഡിയാസും. പ്രവീൺ വിളിച്ചു പറഞ്ഞതനുസരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ SP ദാസും അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. SP വാഹനം വരുന്നത് കണ്ട് പ്രവീൺ അദ്ദേഹത്തിന്റെ വാഹനത്തിനടുത്തേക്ക് ചെന്നു. സർ, ബോഡി ഐഡന്റിഫൈ ചെയ്തു? യെസ് സർ. ബോഡിയുടെ പാന്റിന്റെ പോക്കറ്റിൽ നിന്നും കിട്ടിയ തിരിച്ചറിയലും മറ്റു രേഖകളിൽ നിന്നും മനസ്സിലായത് കൊല്ലപ്പെട്ട ഡോക്ടർ ടോണി കുര്യാക്കോസ് ആണെന്നാണ്. പിന്നെ ബോഡിയിൽ തലയുടെ ഭാഗം മിസ്സായതുകൊണ്ട് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല സർ. SP ദാസ് ബോഡി കിടക്കുന്നിടത്തേക്ക് ചെന്നു. ബോഡിയിൽ തലയിലായിരുന്നു. ശരീരത്തിൽ മുഴുവനായും മുറിവുകൾ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അദ്ദേഹം ബോഡി നോക്കിയതിനു ശേഷം തലയിലെ തൊപ്പിയൂരി. പ്രവീൺ, ബോഡി ആരാദ്യം കണ്ടേ? സർ, അത് ഇതുവഴി സ്ഥിരം നടക്കാൻ പോകുന്ന 2 പേരാണ്. പ്രവീൺ അവർ SP അടുത്തേക്ക് വിളിച്ചു. നിങ്ങളാണോ ബോഡി ആദ്യം കണ്ടത്? അതെ സർ. ഞങ്ങൾ എന്നും രാവിലെ ഇതുവഴിയാണ് നടക്കാറുള്ളത്. ഇന്ന് വരുമ്പോൾ പട്ടികൾ കൂട്ടമായി കുരക്കുകയും കടിപിടി കൂടുകയും എന്തോ കടിച്ച് വലിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന് നോക്കിയത്. ചാക്കിനുള്ളിൽ എന്തോ കെട്ടിയ നിലയിലാണ് കിടന്നിരുന്നത്. പിന്നെ ആ ചാക്കിൽ ബ്ലഡ് പുരണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്തേക്ക് ചെന്നില്ല. അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് വിവരം പറഞ്ഞു. SP ആ പ്രദേശത്തെ ചുറ്റും നോക്കി. ആളൊഴിഞ്ഞ പ്രദേശം. ചുറ്റും കാട് കയറി കിടക്കുന്നു. ബോഡി കിടക്കുന്നിടത്ത് നിന്നും കുറച്ചു മാറി പുല്ലുകൾക്ക് മുകളിലൂടെ ഏതോ വാഹനം കയറിയിരിക്കുന്നതായി അവിടെ കാണാൻ കഴിയുമായിരുന്നു. ടയറിന്റെ പ്രിന്റ് പുല്ലുകളിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രവീൺ. സർ, ഇവിടെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്യണം. ഓക്കെ സർ. ഫോറൻസിക് ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വന്നു. സർ, ഞങ്ങളുടെ പ്രൊസീജിയർ കഴിഞ്ഞു. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് എടുക്കട്ടെ? കഴിഞ്ഞെങ്കിൽ എടുത്തോളൂ. ഓക്കെ സർ. കൊല്ലപ്പെട്ട ടോണി SP ദാസിന്റെ അടുത്ത സുഹൃത്തായതുകൊണ്ട് ഒരു പോലീസ് എന്നതിലുപരി അദ്ദേഹം ടോണിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം പ്രവീൺ അവിടേക്ക് വന്നു. സർ, ടോണിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പ്രവീണും ദാസും ഡോക്ടറെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് ചെന്നു. സർ, ബോഡിയിൽ ചെറുതും വലുതുമായ ഒരുപാട് മുറിവുകളുണ്ടായിരുന്നു. ശരീരത്തിൽ നിന്നും ബ്ലഡ് അമിതമായി പോയതാണ് മരണകാരണം. മരണപ്പെട്ട വ്യക്തി എന്തായാലും ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ട്. പിന്നെ ബോഡിയിൽ ഹൃദയമില്ലായിരുന്നു. ആ ശരീരത്തിലെ ഓരോ മുറിവുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും
കൊലയാളിക്ക് കൊല്ലപ്പെട്ട ആളോട് എത്രമാത്രം ദേഷ്യമുണ്ടായിരുന്നെന്ന്. ഇതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. താങ്ക്സ് ഡോക്ടർ. പ്രവീണും എസ് പിയും ഡോക്ടറുടെ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി ഇതേപ്പറ്റി ഡിസ്കസ് ചെയ്തു. ഇത്രയും ക്രൂരമായ രീതിയിൽ കൊല്ലണമെങ്കിൽ ആരായിരിക്കും? സർ, ഈ ടോണിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. മെഡിക്കൽ ഫീൽഡും കോമ്പറ്റീഷൻ നിറഞ്ഞതാണല്ലോ. പിന്നെ അവരുടെ തന്നെ ഹോസ്പിറ്റലിൽ CEO സ്ഥാനത്ത് സെലക്ഷൻ നടക്കുന്നുണ്ട്. ടോണിയും സുഹൃത്ത് രമേശും തമ്മിൽ ആ സ്ഥാനത്തിനായി മത്സരം നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ പേരിൽ രണ്ടാളും തമ്മിൽ ചില വാക്കുതർക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി രമേശ് എങ്ങാനും... ഹേ, കൊല്ലപ്പെട്ട ടോണിയെ പോലെ തന്നെ രമേശിനെയും എനിക്ക് വളരെ അടുത്തറിയാം. ഇവർ നല്ല സുഹൃത്തുക്കളാണ്. പിന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അയാൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യനല്ലേ സാർ, അങ്ങനെയൊക്കെ ഒരു സ്ഥാനമൊക്കെ സ്വന്തമാക്കാൻ പല വഴികളും സ്വീകരിക്കും. താൻ പറഞ്ഞത് ശരിയാ. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ക്രൂരായി കൊല്ലേണ്ടതുണ്ടോ? നോർമൽ ഡെത്ത് ആക്കിക്കൂടെ? ഒരു ആക്സിഡന്റോ അങ്ങനെ എന്തൊക്കെ മാർഗമുണ്ട്? ഡോക്ടർ പറഞ്ഞതിൽ പ്രകാരമാണെങ്കിൽ പ്രതിക്ക് കൊല്ലപ്പെട്ട ടോണിയോട് അത്രമാത്രം റിവെഞ്ച് ഉണ്ടെന്ന് വേണം കരുതാൻ. പ്രവീൺ, ഒരു കാര്യം ചെയ്. കുറച്ചു നാളായി ടോണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. ആരെങ്കിലുമായി എന്തെങ്കിലും പ്രശ്നങ്ങളോ പരിചയമില്ലാത്ത ആരെങ്കിലും ഈ അടുത്ത് അയാൾ അന്വേഷിച്ചു വന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. ഓക്കെ സർ. അടുത്ത ദിവസം SP രമേശിന്റെ വീട്ടിലേക്ക് ചെല്ലുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. സാറിന്റെ ചോദ്യം കേട്ടിട്ട് ഞാനാണ് അവനെ കൊല്ലിച്ചത് പോലുണ്ടല്ലോ. ഏയ്, ഞാനങ്ങനെ ഉദ്ദേശിച്ച് ചോദിച്ചതല്ല രമേശ്. കേസിന്റെ ഭാഗമായി എല്ലാവരെയും ചോദ്യം ചെയ്യുന്നുണ്ട്, അങ്ങനെ കരുതിയാൽ മതി. ഈ ടോണിക്ക് ആരെങ്കിലുമായി ശത്രുതയുണ്ടോ? കോളേജിൽ പഠിക്കുന്ന ടൈം മുതൽ എനിക്ക് അവനെ അറിയാം. ഇങ്ങനെ കൊല്ലാൻ മാത്രമുള്ള ശത്രുതയൊന്നും അവനില്ല സർ. ഓക്കെ രമേശ്, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ സർ. പ്രവീൺ SP-യുമായി കേസിന്റെ കാര്യം സംസാരിക്കുന്നു. സർ, അന്വേഷണത്തിൽ ടോണിയെ ഇങ്ങനെ കൊല്ലാൻ മാത്രമുള്ള ശത്രുതയൊന്നും ആരുമായില്ലായിരുന്നു. ഒരാൾക്ക് മറ്റൊരാളുള്ള പ്രതികാരത്തിന്റെ ആഴം എന്താണെന്നും പുറമേ നിന്ന് നോക്കുന്നവർക്ക് അറിയണമെന്നില്ല പ്രവീൺ. അന്വേഷണം നടക്കട്ടെ. ഓക്കെ സർ. 5 ദിവസങ്ങൾക്ക് ശേഷം SP-യുടെ ഫോണിലേക്ക് രമേശിന്റെ കോൾ വന്നു. സർ. എന്താ രമേശ്? സാർ, എന്റെ മകൻ മിസ്സിംഗ് ആണ്. ഏ, എപ്പോ? കുറച്ചു നേരമായി സർ. വൈഫിനൊപ്പം ഷോപ്പിങ്ങിന് പോയിട്ട് വരുമ്പോഴാണ് സംഭവം. ആ സമയം വൈഫും കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏയ്, താൻ വിഷമിക്കാതെ, നമുക്ക് അന്വേഷിക്കാം. സിറ്റി മൊത്തം പോലീസിന്റെ പരിശോധന നടക്കുന്നു. അതിനിടയിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയവർ 25 ലക്ഷം ആവശ്യപ്പെട്ടുകൊണ്ട് രമേശിന്റെ ഫോണിലേക്ക് വിളിച്ചു. രമേശ് അത് കൊടുക്കാമെന്ന് സമ്മതിച്ചു. സാർ, എനിക്കൊരു സംശയമുണ്ട്. എന്താ പ്രവീൺ? സർ, ഈ ടോണിയുടെ കേസിലും ഇങ്ങനെയായിരുന്നല്ലോ. കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്യുന്നു, റിലീസ് ചെയ്യാൻ ക്യാഷ് ആവശ്യപ്പെടുന്നു. ഒരുപക്ഷെ ഇത് രമേശിന്റെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള കുരുക്കാവുമോ? ഇവിടെയാണെങ്കിൽ ടോണിയും രമേശും തമ്മിൽ നല്ല അടുപ്പമുണ്ട്. താൻ പറഞ്ഞത് ശരിയാ. അങ്ങനെയാണെങ്കിൽ... SP ഉടനെ തന്നെ ഫോണിൽ രമേശിനെ വിളിച്ചു. എടോ, താൻ എവിടെയാ? സാർ, അവർ വിളിച്ചിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ ക്യാഷ് എത്തിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അങ്ങോട്ടേക്ക് പോവുക. എന്നിട്ട് താനെന്താ അതെന്നെ അറിയിക്കാതിരുന്നേ? സോറി സാർ, പോലീസിനെ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കരുതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അറിയിച്ചാൽ എൻ്റെ മോനെ അവർ കൊന്നുകളയും. എൻ്റെ മോൻ്റെ ജീവൻ വെച്ച് റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ സാറേ. രമേശ്, താൻ പറയുന്നത് കേക്ക്. താൻ ഒരിടത്തും പോകരുത്. കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. സോറി സാർ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ശരി, എന്നാ പിന്നെ താൻ എവിടെയാണെന്നെങ്കിലും പറ. സോറി സാർ. രമേശ്, ഞാൻ പറയുന്നതെന്ന് താൻ കേൾക്ക്. അവരുടെ ടാർഗറ്റ് താനാണ്. ഹലോ ഹലോ. അത് കേൾക്കുന്നതിന് മുമ്പേ രമേശ് ഫോൺ കട്ട് ചെയ്തിരുന്നു. SP വീണ്ടും വിളിക്കുന്നുണ്ടെങ്കിലും രമേശ് ഫോൺ എടുക്കുന്നില്ല. പ്രവീൺ. സർ, എത്രയും വേഗം രമേശിന്റെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ എനിക്ക് കിട്ടണം. ഓക്കെ സർ. ടവർ ലൊക്കേഷൻ കണ്ടുപിടിച്ച് SP-യും സംഘവും എത്തുമ്പോഴേക്കും രമേശ് മിസ്സായിരുന്നു. രമേശിന്റെ കാർ ഒരിടത്ത് ഉപേക്ഷിച്ച നിലയിലായിരുന്നു. കാറിൽ രമേശ് കൊണ്ടുവന്ന ക്യാഷും കണ്ടെത്തുന്നു. ഡാമിറ്റ്. അടുത്ത ദിവസം രാവിലെ JJ ഹോസ്പിറ്റലിലേക്ക് ഒരു കുട്ടിയെ ആംബുലൻസിൽ കൊണ്ടുവരുന്നു. കുട്ടിയുടെ ശരീരത്തിൽ ചെറിയ മുറിവുകളുണ്ടായിരുന്നു. അതൊക്കെ മരുന്ന് വെച്ച് കെട്ടിയിട്ടുമുണ്ട്. കുഞ്ഞിന് ബോധമില്ലായിരുന്നു. കുഞ്ഞിനൊപ്പം വന്നയാൾ ഹോസ്പിറ്റലിൽ വെച്ച് മിസ്സായി. കുഞ്ഞിനെ നോക്കിയ ഡോക്ടർ അത് രമേശിന്റെ മകനാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. ഉടനെ തന്നെ അവർ പോലീസിനെ വിവരം അറിയിച്ചു. പ്രവീണും സംഘവും ഹോസ്പിറ്റലിലേക്ക് എത്തി. SI പ്രവീൺ ആംബുലൻസ് ഡ്രൈവറെ ചോദ്യം ചെയ്യുന്നു. സർ, മാസ്ക് വെച്ച ഒരാളാണ് കുട്ടിയെ കയറ്റി എനിക്കൊപ്പം ഇവിടേക്ക് വന്നത്. ഞാൻ പുറകുവശം തുറന്ന് സ്ട്രെച്ചർ എടുക്കുന്ന ടൈമിൽ ആ ആള് മിസ്സായിപ്പോയി. ആളെ കണ്ട താൻ ഇനി തിരിച്ചറിയോ? അയാളുടെ മുഖത്ത് മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു സർ. പിന്നെ ഒരു കാലിന് സുഖമില്ലാത്ത ആളായിരുന്നു. കുമാർ. സർ.
ഹോസ്പിറ്റലിലെ CCTV വിഷ്വൽസ് എടുക്കുക. ഓക്കെ സർ. അവർ CCTV നോക്കുമ്പോൾ ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞതുപോലെ അദ്ദേഹം സ്ട്രെച്ചർ എടുക്കാനായി പോകുന്ന സമയം അതിൽ നിന്നും ഒരു കാലിന് സുഖമില്ലാത്ത വേഗതയിൽ നടന്നു പോകുന്നതായി ഒരാളെ കണ്ടു. അപ്പോഴേക്കും SP അങ്ങോട്ടേക്ക് എത്തി. സർ, CCTVയിൽ ആളുടെ മുഖം വ്യക്തമായിട്ടില്ല. മുഖത്ത് മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. SP ആ CCTV വിഷ്വൽസ് കാണുന്നു. പ്രവീൺ, ആംബുലൻസ് ഡ്രൈവറെ നല്ല രീതിയിലൊന്ന് പെരുമാറിയ ചിലപ്പോൾ അവന്റെ വായിൽ നിന്ന് സത്യം പുറത്തു വരും. അയാൾക്കൊന്നും അറിയില്ലെന്നാണ് തോന്നുന്നത് സർ. അയാളുടെ ഫോണിലേക്ക് വിളിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. കുട്ടിയെ ആംബുലൻസിലേക്ക് കയറ്റിയ സ്പോട്ടിലേക്ക് പ്രവീൺ ഒന്ന് ചെല്ലണം. അവിടെയുള്ള ഏതെങ്കിലും CCTVയിൽ ഒരു പക്ഷേ പ്രതിയുടെ മുഖം തെളിഞ്ഞിട്ടുണ്ടെങ്കിലോ? ഓക്കെ സർ. രമേശിന്റെ കാര്യോർത്ത് SP ആകെ ഡിസ്പായിരുന്നു. ഒരുപാട് അന്വേഷിച്ചെങ്കിലും രമേശിനെ കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല. അടുത്ത ദിവസം ബീച്ചിന്റെ പരിസരത്ത് നിന്നും ചാക്കിൽ കെട്ടിയ നിലയിൽ രമേശിന്റെ ബോഡി കിട്ടുന്നു. രാവിലെ ബീച്ചും പരിസരവും വൃത്തിയാക്കാനായി വന്ന സ്ത്രീകളായിരുന്നു ബോഡി ആദ്യം കാണുന്നത്. അവർ ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. കോൾ വന്നയുടൻ SI പ്രവീണും സംഘവും അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. പിന്നാലെ SPയും അവിടേക്ക് എത്തി. സർ, ബോഡി രമേശിൻ്റെതാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ചാക്കിൽ കെട്ടിയ രീതിയിലായിരുന്നു ബോഡി ഉണ്ടായിരുന്നത്. പിന്നെ ബോഡിയിൽ നിന്നും തലഭാഗം വേർപെട്ട നിലയിലായിരുന്നു. ആ തല അയാളുടേതല്ല, കൊല്ലപ്പെട്ട ടോണിയുടേതാണ് സർ. വാട്ട്? അതെ സർ. SP ബോഡിയുടെ അരികിലേക്ക് ചെന്ന് നോക്കുന്നു. അപ്പോഴേക്കും മറ്റൊരു പോലീസുകാരൻ SPയുടെ അടുത്തേക്ക് വന്നു. സർ, ഇവിടുത്തെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു. ബോഡി എടുക്കട്ടെ? ഓക്കെ. സർ, ബോഡിയിൽ നിന്നും രമേശിന്റെ തല മിസ്സായ സ്ഥിതിക്ക് ഇനിയൊരു കൊലപാതകം കൂടി നടക്കും എന്നതിനുള്ള സൂചനയാകില്ലേ? യെസ്, കൊലയാളിയുടെ അടുത്ത ടാർജറ്റ് ആരാണെന്നറിയാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ സർ. എനിക്ക് തോന്നുന്നത് ഇതിനു പിന്നിൽ ഏതെങ്കിലും സൈക്കോ കില്ലർ ആണെന്നാണ്. ഈ ഡോക്ടേഴ്സിനെ മാത്രം ടാർജറ്റ് ചെയ്തുകൊണ്ട്. അതല്ലെങ്കിൽ ഇനി ഒരു പക്ഷേ ചിലപ്പോൾ കൊലയാളിയുടെ ടാർജറ്റ് ആ ഹോസ്പിറ്റലാകുമോ സർ? അതിനെ തകർക്കാൻ വേണ്ടിയാകുമോ ടോണിയെ രമേശിനെ കൊന്നിട്ടുണ്ടാവുക? ഇവിടെ ടോണിയും രമേശും സുഹൃത്തുക്കളാണ്. പോരാത്തതിന് ഡോക്ടേഴ്സും. അവർ രണ്ടാളും ഹോസ്പിറ്റലിലെ വെറും സ്റ്റാഫോ മാത്രമല്ല, അവരുടെ ബോർഡിലെ മെമ്പേഴ്സ് കൂടിയാണ്. പ്രവീൺ പറഞ്ഞതൊക്കെ കേട്ടതിന് ശേഷം SP കുറച്ചുനേരം എന്തോ ആലോചിച്ചു നിന്നു. കൊലപാതകത്തിന്റെ രീതി അനുസരിച്ചാണെങ്കിൽ താൻ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഇതൊരു സൈക്കോ കില്ലർ ആകാനും അല്ലെങ്കിൽ ഹോസ്പിറ്റലാകും അവരുടെ ലക്ഷ്യം. പ്രവീൺ, ഒരു കാര്യം ചെയ്. ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ചെറുതും വലുതുമായ എല്ലാ കംപ്ലയിൻസിനെ കുറിച്ചും ഡീറ്റെയിൽഡായി അന്വേഷിക്കണം. ഓക്കെ സർ. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ആ ഹോസ്പിറ്റലിലും പരിസര പ്രദേശത്തും നമ്മുടെ ആളുകളെ ഡ്യൂട്ടിക്കിട്ടേക്കണം. ശരി സർ. SP പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങളുടെ അന്വേഷണ റിപ്പോർട്ടുമായി പ്രവീൺ വരുന്നു. എന്തായി പ്രവീൺ? സാറ് പറഞ്ഞതുപോലെ ചെറുതും വലുതുമായ പല കേസിനെ കുറിച്ച് അന്വേഷിച്ചു. പലരെയും ചോദ്യം ചെയ്തു. പക്ഷെ അവർക്കൊന്നും ഇതുമായി യാതൊരു ബന്ധവുമുള്ളതായി തോന്നുന്നില്ല സർ. കുറച്ചു പേരെ കൂടി ചോദ്യം ചെയ്യുന്നുണ്ട്. പിന്നെ സർ, രമേശിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങാനായി SPയും പ്രവീണും ഹോസ്പിറ്റലിലേക്ക് ചെന്നു. സർ, ഇയാളും കൊല്ലപ്പെട്ടിരിക്കുന്നത് രക്തം വാർന്നു തന്നെയാണ്. മുൻപ് കൊല്ലപ്പെട്ട ആളുടെ അതേ പാറ്റേണിൽ തന്നെയാണ് ഇയാളെയും കൊന്നിരിക്കുന്നത്. പിന്നെ ബോഡിക്കൊപ്പം ഉണ്ടായിരുന്ന തലയിൽ നെറ്റിയുടെ ഭാഗത്തായി ജോൺ എന്ന് പച്ചക്കുത്തിയിട്ടുണ്ടായിരുന്നു. ജോൺ എന്നോ? ആ, അതെ. ഡോക്ടർ അത് SPക്ക് കാണിച്ചു കൊടുത്തു. ഓക്കെ ഡോക്ടർ. അവർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി പുറത്തേക്ക് വരുന്നു. സർ, ജോൺ എന്നത് കൊലയാളിയുടെ പേരാണോ അതോ ഇനി കൊല്ലപ്പെടാനുള്ള ആളുടെ പേരോ? അറിയില്ല. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കേസുകളിൽ എവിടെയെങ്കിലും ജോൺ എന്ന പേര് പരാമർശിച്ചിട്ടുള്ളതായി പ്രവീണിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇല്ല സർ. ഒന്നാലോചിച്ച് നോക്ക്. അങ്ങനെ ഒരു പേരില്ല സർ. ഹോസ്പിറ്റലിൽ ജോൺ എന്ന പേരുള്ള ഏതെങ്കിലും ഡോക്ടർ ഉണ്ടോ എന്ന് ഒന്ന് കൺഫേം ചെയ്തേക്ക്. പ്രവീൺ ഹോസ്പിറ്റലിൽ വിളിച്ചന്വേഷിച്ചു. അങ്ങനെ ഒരു പേരിൽ അവിടെ ഡോക്ടറായി ആരുമില്ല സർ. പിന്നെ സർ, ടോണിയുടെ ഫാദർ കുര്യാക്കോസ്, അദ്ദേഹം മോൾക്കൊപ്പം അമേരിക്കയിലായിരുന്നു. ഇപ്പോൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആളിന് സാറിനെ ഒന്ന് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെന്താ, ഇപ്പോൾ തന്നെ കണ്ടേക്കാം. SPയും പ്രവീണും കുര്യാക്കോസിനെ വീട്ടിലേക്ക് ചെന്നു. വരൂ സർ, ഇരിക്കെ. പ്രതികളെ പറ്റി എന്തെങ്കിലും സൂചന ലഭിച്ചു സാറേ? അന്വേഷണം നടക്കുന്നുണ്ട്. ഉടനെ തന്നെ അവൻ ഞങ്ങളുടെ കയ്യിൽ വന്നു പെടും. എൻ്റെ മോനെ ഒന്ന് അവസാനമായി ഒന്ന് കാണാൻ പോലും ഈ അപ്പന് ഭാഗ്യമില്ലാതായി. ടോണിക്ക് ആരെങ്കിലും ശത്രുക്കളുള്ളതായി സാറിന് അറിയോ? കരിയർ ഫീൽഡിലോ പേഴ്സണലായിട്ടോ അങ്ങനെ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല സാറേ. അവൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് ഷെയർ ചെയ്യാറില്ല. ഈ ടോണിയുടെ ഫ്രണ്ട് രമേശും സാറും തമ്മിൽ എങ്ങനെയാ? പഠിക്കുന്ന കാലങ്ങൾ തൊട്ടേ രമേശും ടോണിയും കൂട്ടുകാരാ. അന്നു മുതൽ അവനെ എനിക്കറിയാം. എൻ്റെ മകൻ ടോണിയെ പോലെ തന്നെ എനിക്ക് അവനും. രണ്ടാളും കൂടി എന്ത് പൊല്ലാപ്പിനാണോ പോയി ചെന്ന് തലവെച്ച് കൊടുത്തതെന്ന് കർത്താവിന് മാത്രം അറിയാം.
അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. സാറിനൊരു ജോണിനെ പരിചയമുണ്ടോ? ജോണോ? ഏയ് ഇല്ല. ഓക്കെ സർ, ഞങ്ങൾ ഇറങ്ങാണ്. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കാം. 4 ദിവസങ്ങൾക്ക് ശേഷം SI പ്രവീണിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. അത് അറ്റൻഡ് ചെയ്ത് സംസാരിച്ച ശേഷം പ്രവീൺ SPയെ കാണാനായി ചെന്നു. സർ, അല്പസമയം മുമ്പ് പറ്റിമറ്റം സ്റ്റേഷനിൽ SI എന്നെ വിളിച്ചിരുന്നു. നമ്മൾ അന്വേഷിക്കുന്ന കേസിന്റെ അതേ പാറ്റേണിലുള്ള ഒരു കൊലപാതകം അവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. റിട്ടയർഡ് SP ഗോപിനാഥൻ സാറിന്റെ ബോഡിയാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ ആളൊഴിഞ്ഞ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയത്. നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ നിന്നും എത്ര ദൂരമുണ്ട് പറ്റിമറ്റം സ്റ്റേഷനിലേക്ക്? ഒരു 20 കിലോമീറ്റർ കാണും സർ. SPയും സംഘവും അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. സർ, ബോഡിയിൽ നിന്നും തല വേർപെട്ട രീതിയിലായിരുന്നു. അയാളുടെ തലയ്ക്ക് പകരം മറ്റൊരാളുടെ തലയാണ് ആ ബോഡിക്കൊപ്പം ഉണ്ടായിരുന്നേ. പിന്നെ നെറ്റിയുടെ ഭാഗത്ത് ജോൺ എന്ന് പച്ചകുത്തിയിട്ടുണ്ട് സർ. SP പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുന്നു. മറ്റു 2 കൊലകളെ പോലെയും സെയിം പാറ്റേൺ. പ്രവീൺ അത് വാങ്ങി വായിച്ചു. ഞങ്ങൾക്ക് കൊല്ലപ്പെട്ട ആളുടെ വീട് വരെ ഒന്ന് പോകണമായിരുന്നു. നാളെ പോയാൽ പോരെ സർ? മതി. അടുത്ത ദിവസം SPയും സംഘവും കൊല്ലപ്പെട്ട റിട്ടയർഡ് SP ഗോപിനാഥന്റെ വീട്ടിലേക്ക് വന്നു. അവർ അദ്ദേഹത്തിന്റെ ഭാര്യയോടും മകളോടും കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മകളുടെ കുഞ്ഞിനെ കാണാതായിരുന്നു. അവളെ അന്വേഷിച്ചായിരുന്നു അതിയാൻ പോയത്. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയവർ ക്യാഷ് എന്തെങ്കിലും ആവശ്യപ്പെട്ടിരുന്നു? ഉവ്വ് സർ, 3 ലക്ഷം രൂപയാണ് അവർ ആവശ്യപ്പെട്ടെ. അത് കൊടുക്കാനായി പോയതായിരുന്നു പപ്പ. കുട്ടി മിസ്സായ വിവരം നിങ്ങൾ പോലീസിനെ അറിയിച്ചില്ലേ? ഇല്ല സാറേ, പോലീസിനെ അറിയിച്ചാൽ കുഞ്ഞിനെ കൊല്ലുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തൽക്കാലം പോലീസിനെ അറിയിക്കേണ്ടെന്ന് പപ്പ പറഞ്ഞു. അതിനടുത്ത ദിവസം തന്നെ കുഞ്ഞ് സേഫായി വീട്ടിലേക്ക് എത്തിയില്ലേ? എത്തി സാറേ. പപ്പയുടെ കാറിൽ നിന്നാണ് കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടി. കാർ വീടിന് കുറച്ച് അപ്പുറത്ത് പാർക്ക് ചെയ്തേക്കുമായിരുന്നു. നിങ്ങൾ അവർക്ക് കൊടുക്കാനായി കൊടുത്തുവിട്ട ക്യാഷും തിരികെ കിട്ടിയില്ലേ? കിട്ടി സാറേ. ഗോപി സാറിനോട് ആർക്കെങ്കിലും ശത്രുതയുള്ളതായി മാഡത്തിന് അറിയോ? പോലീസല്ലായിരുന്നോ സാറേ? അപ്പൊ പിന്നെ ശത്രുക്കൾക്കാണോ പഞ്ഞം? സാറ് റിട്ടയർഡ് ചെയ്തിട്ട് എത്ര നാളായി? 4 വർഷമായി. അതിനുശേഷം ആരെങ്കിലും പരിചയമില്ലാത്തവർ സാറിനെ കാണാൻ വരികയോ മറ്റോ ചെയ്തിരുന്നോ? ഇല്ല സാറേ. ഈ അടുത്ത് സാറിന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നോ? ആരെങ്കിലും ഭയക്കുന്നതായോ മറ്റോ? ഏയ് ഇല്ല, അങ്ങനെയൊന്നുമില്ലായിരുന്നു. ഓക്കെ, സഹകരിച്ചതിന് നന്ദി. ഞങ്ങൾ ഇറങ്ങാണ്. അവർ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. പ്രവീൺ, ഗോപി സാർ അറ്റൻഡ് ചെയ്തിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ കേസിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. പിന്നെ കൊല്ലപ്പെട്ട ടോണിയും രമേശുമായി ഗോപി സാറിന് ഏതെങ്കിലും രീതിയിൽ പരിചയമുണ്ടോ എന്നും. ഓക്കെ സാർ. ഗോപി സാർ കൂടി ഇതിൽ ഇൻവോൾവ് ആയ സ്ഥിതിക്ക് ഉറപ്പിച്ചു തന്നെ പറയാം, കൊലയാളിക്കും കൊല്ലപ്പെട്ടവർക്കിടയിൽ ഒരു വലിയ പാസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ SPയുടെ ഫോണിലേക്ക് DGPയുടെ കോൾ വരുന്നു. അദ്ദേഹം അത് അറ്റൻഡ് ചെയ്ത് സംസാരിച്ചതിന് ശേഷം DGP ഓഫീസിലേക്ക് ചെല്ലുന്നു. മേ കമിൻ സർ? യെസ്, ഇരിക്കുദാസ്. കേസ് അന്വേഷണം ഏതുവരെയായി? അന്വേഷണം നടക്കുന്നുണ്ട് സാർ. തുടരെ 3 കൊലപാതകങ്ങൾ. അന്വേഷണത്തിൽ ഒരു പുരോഗതിയില്ലെന്ന് പറഞ്ഞ് മീഡിയയെ ഇത് വലിയ ഇഷ്യൂ ആക്കുന്നുണ്ട്. പോരാത്തതിന് മുകളിൽ നിന്നുള്ള ഒടുക്കത്തെ പ്രഷറും. എന്തെങ്കിലും ചെറിയ ലീഡ് ഉടനെ കിട്ടുമെന്നാണ് എനിക്ക് ഉറപ്പുണ്ട് സർ. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൊലയാളിയിലേക്ക് എത്താൻ അധികം ദൂരം ഉണ്ടാവില്ല. സർ, ഇതാണ് ഗോപി സാർ അന്വേഷിച്ച കേസിന്റെ ഡീറ്റെയിൽസ്. ഗോപി സാർ പല സ്റ്റേഷനിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പല കേസുകളും കോംപ്ലിക്കേറ്റ് ആയവ തന്നെയാണ്. പക്ഷെ അതിലൊന്നും ടോണിയും രമേശുമായി ബന്ധപ്പെട്ട ഒരു കേസുമില്ല. പിന്നെ ഗോപി സാറിനെ കുറിച്ച് അത്ര നല്ല പേരൊന്നല്ല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കേൾക്കുന്നേ. കൈക്കൂലി നല്ലപോലെ വാങ്ങുന്ന ആളായിരുന്നു. അങ്ങനെ പല കേസുകളും തേച്ചു മാച്ച് കളഞ്ഞിട്ടുമുണ്ട്. പ്രവീൺ അന്വേഷണ റിപ്പോർട്ട് SPയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. പിന്നെ സർ, അതിൽ ജോൺ എന്ന പേരിൽ ഒരാളുടെ കേസിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിരുന്നു. നമ്മുടെ കേസുമായി ബന്ധമൊന്നുമില്ലെങ്കിലും ആ പേര് കണ്ടതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചെന്ന് മാത്രം. എന്തായിരുന്നു കേസ്? വഴിത്തർക്കായിരുന്നു സാറേ. ജോണിനെ അയൽവാസിയെ ഷാജി വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. പ്രതി ഷാജിയിൽ നിന്നും ക്യാഷ് വാങ്ങി ഗോപി സാർ ആ കേസ് ഒതുക്കി തീർത്തു. ഈ സംഭവം എന്നായിരുന്നു? അത് 5 വർഷം മുമ്പാണ് സാറേ. ഇപ്പോൾ ഈ ജോൺ എന്നയാൾ എവിടെയാണെന്ന് അന്വേഷിച്ചു? അന്വേഷിച്ചു സാർ, അയാൾ വിദേശത്താണ്. ഗോപി സാറിന്റെ ബോഡി ഡബ് ചെയ്യാനായി ഉപയോഗിച്ച ഗുഡ്സിനെ കുറിച്ച് അന്വേഷിച്ചു? ഉവ്വ് സാർ, അത് എപ്പോഴത്തെയും പോലെ വണ്ടി നമ്പർ ഫേക്കാണ്. പിന്നെ CCTV വിഷ്വൽസ് ആ കാലിന് സുഖമില്ലാത്ത മാസ്ക് വെച്ച ആളുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ തന്നെയാണ് കൊലയാളിയെന്ന് ഉറപ്പിക്കാമല്ലോ സാറേ. അയാളെ കൊണ്ട് ഒറ്റയ്ക്ക് അതിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾക്കൊപ്പം വേറെയും ആളുകൾ കാണും. എന്നാലും സാർ, കാലിന് സുഖമില്ലെങ്കിലും അത്രയും ഭാരമുള്ള ഒരാളെ പൊക്കിയെടുക്കണമെങ്കിൽ പ്രതി നല്ല ആരോഗ്യവാനായ ഒരാളായിരിക്കണം. ആ വിഷ്വൽസ് വെച്ച് ഒരു രേഖാചിത്രം തയ്യാറാക്കാൻ പറഞ്ഞിട്ട് എന്തായി?
അതിന് ശ്രമിക്കുന്നുണ്ട് സാറേ. എത്രയും വേഗം വേണം. ഉം. സർ, ആ പ്രവീൺ, ഞാൻ 2 ദിവസം ഇവിടെ ഉണ്ടാവില്ല. നേരത്തെ ചാർട്ട് ചെയ്ത പ്രോഗ്രാം ആയതുകൊണ്ട് മാറ്റാനും പറ്റില്ല. നിങ്ങളുടെ അന്വേഷണം നടക്കട്ടെ. പിന്നെ നൈറ്റ് പെട്രോളിംഗ് കർശനാക്കണം. ഉം, സർ. പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ കേസിന്റെ ആവശ്യത്തിനായി പോയതാണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ സർ. 2 ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞ് തിരികെ വരികയായിരുന്ന എസ്.പിയുടെ വാഹനം ആക്സിഡന്റായി. നൈറ്റ് പെട്രോളിംഗ് നടത്തിയ പോലീസുകാരാണ് ആക്സിഡന്റ് പറ്റിയ എസ്.പിയെയും ഫാമിലിയും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. വിവരമറിഞ്ഞ എസ്.ഐ പ്രവീണും ഹോസ്പിറ്റലിലേക്ക് എത്തി. പ്രവീൺ ഡോക്ടറോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ആർക്കും അങ്ങനെ സീരിയസ് ഒന്നുമല്ല. സാറിന്റെ കാലിന് പൊട്ടലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പേടിക്കേണ്ട രീതിയിലുള്ള പ്രശ്നമൊന്നുമില്ല. താങ്ക് യു ഡോക്ടർ. അതിനിടയ്ക്ക് എസ്.പിയുടെ അപകട വിവരം ന്യൂസിൽ മൊത്തം ചർച്ചയാവുന്നു. മദ്യപിച്ച് വാഹനം ഓടിച്ച് ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറിയ അപകടം. എസ്.പി ദാസിന്റെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. എസ്.പിയും കുടുംബവും ഒരു ഫംഗ്ഷന് പോയി തിരികെ വരുമ്പോഴാണ് അപകടം ഉണ്ടായത്. അപകട സമയം വാഹനം ഓടിച്ചിരുന്ന എസ്.പി ദാസ് മദ്യപിച്ചിരുന്നുവെന്ന് ഹോസ്പിറ്റലിൽ ഡോക്ടർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ദുരൂഹമായി തുടരുന്ന തുടർ കൊലപാതകങ്ങളുടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ദാസ് ഡ്യൂട്ടി ടൈം ലീവെടുത്ത് ഉല്ലസിക്കാൻ പോയതിൽ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. ഇത്രയും കെയർലെസ് ആയ ഒരാളെ കൊണ്ട് കേസ് അന്വേഷിച്ചതിൽ പ്രതികളെ എങ്ങനെയാണ് പിടിക്കാൻ കഴിയുക എന്നാണ് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ ചോദിക്കുന്ന ചോദ്യം. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതേക്കുറിച്ച് യാതൊരുവിധ പ്രതികരണവും വന്നിട്ടില്ല. വിവരം അറിഞ്ഞ് DGP ഹോസ്പിറ്റലിലേക്ക് എത്തി. ആ സമയം എസ്.പിക്ക് ബോധം വരാത്തതുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിച്ച് അദ്ദേഹം തിരികെ പോയി. അടുത്ത ദിവസത്തെ ന്യൂസിലും ഇതുതന്നെയായിരുന്നു മെയിൻ ഹെഡ്ലൈൻ. മദ്യപിച്ച് ഉല്ലസിച്ച് നടക്കുന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും കേസന്വേഷണം മാറ്റി CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ കമ്മീഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. അനുകൂലമായ തീരുമാനം ഉടനെ ഉണ്ടാകുമെന്ന് കമ്മീഷണർ വാക്കുകൊടുത്തതിനെ തുടർന്ന് എല്ലാവരും ഇപ്പോൾ ഒഴിഞ്ഞുപോയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി റിയ ചേരുന്നു. ബോധം വീണതിനു ശേഷം DGP എസ്.പിയെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് വരുന്നു. താൻ കാരണം എന്തൊക്കെ പൊല്ലാപ്പാണോടോ മനുഷ്യൻ അനുഭവിക്കുന്നേ. സോറി സാർ. തൻ്റെ സോറി എനിക്കെന്തിനാ? പുഴുങ്ങി തിന്നാനാണോ? എടോ, നിയമം കാക്കേണ്ട താൻ തന്നെ മദ്യപിച്ച് ഓരോന്നും ഉണ്ടാക്കി വെച്ചിട്ട് സോറി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തായാലും കുറച്ചുനാൾ താൻ വീട്ടിൽ തന്നെ ഇരിക്കെ. തനിക്ക് 6 മാസം സസ്പെൻഷൻ അടിച്ചു വന്നിട്ടുണ്ട്. സർ, തൽക്കാലം വേറെ വഴിയൊന്നുമില്ലടോ. മുകളിൽ നിന്നുള്ള ഓർഡറാണ്. കേസ് CBI അന്വേഷിക്കണമെന്ന് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ ആരോപിക്കുമ്പോഴും വീണ്ടും ഒരു കൊലപാതകം കൂടി നടന്നിരിക്കുകയാണ്. നടക്കാവ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ പ്രേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 4ാമത്തെ കൊലപാതകമാണിത്. മറ്റു കൊലപാതകങ്ങൾ പോലെ തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത്. ബോഡി ആളൊഴിഞ്ഞ പ്രദേശത്ത് നിന്നും ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു പോലീസിന് ലഭിച്ചത്. മൗനം വെടിഞ്ഞു പോലീസ്. നിലവിൽ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെ മാറ്റി SP ഫസൽ ഖാനെ കേസന്വേഷണത്തിന്റെ ചുമതല ഏൽപ്പിച്ചു. പുതിയ ഉദ്യോഗസ്ഥനിൽ വിശ്വാസമുണ്ടെങ്കിലും അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ CBI കൊണ്ട് അന്വേഷിക്കാൻ കോടതിയെ സമീപിക്കുമെന്നാണ് കൊല്ലപ്പെട്ട ടോണിയുടെ പിതാവിന്റെ പ്രതികരണം. 4ാമതായി കൊല്ലപ്പെട്ട ഹെഡ് കോൺസ്റ്റബിൾ പ്രേമചന്ദ്രന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് SI പ്രവീണ് നോക്കുന്നു. മുൻ കൊലപാതകങ്ങൾ പോലെ തന്നെ യാതൊരുവിധ മാറ്റവും ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം തന്നെ SP ഫസൽ ഖാൻ ചുമതലയേൽക്കുന്നു. പ്രവീൺ സർ, താനും ടീമുമാണ് ACP അസിസ്റ്റ് ചെയ്യേണ്ടത്. DGPയുടെ ഉത്തരവാണ്. സർ, സാറിന് എന്നെ മനസ്സിലായോ? പ്രവീൺ ACPയോട് ചോദിക്കുന്നു. മുൻപൊരു കേസിൽ ഞാൻ സാറിന്റെ ടീമിലുണ്ടായിരുന്നു. ആ യെസ്, ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. കേസ് ഫയൽ ഞാൻ നോക്കിയിട്ടില്ല. ഇതുവരെയുള്ള അപ്ഡേറ്റ്സ് എന്താണെന്ന് പ്രവീണൊന്ന് പറഞ്ഞേ. സർ, ഈ മാസം 5-ാം തീയതിയാണ് ആദ്യത്തെ കൊലപാതകം നടക്കുന്നത്. ആദ്യം കൊല്ലപ്പെട്ടത് ടോണി കുര്യാക്കോസാണ്. 3-ാം തീയതിയാണ് അദ്ദേഹത്തിന്റെ മകൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് SPക്ക് പരാതി കൊടുക്കുന്നത്. അന്നേ ദിവസം തന്നെ അയാൾ മിസ്സിംഗ് ആവുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 10-ന് രമേശ് കുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞ് പരാതി തരുന്നു. അന്നേ ദിവസം തന്നെ അയാൾ മിസ്സാവുകയും 12-ന് രമേശിന്റെ ബോഡി കിട്ടുകയും ചെയ്യുന്നു. അടുത്തത് റിട്ടയർഡ് SP ഗോപിനാഥൻ. 17-ന് മിസ്സിംഗ്, 19-ന് ബോഡി കിട്ടുന്നു. 4ാമതായി പ്രേമചന്ദ്രൻ. 24-ന് മിസ്സിംഗ്, 26-ന് ബോഡി കിട്ടുന്നു. എല്ലാ കൊലപാതകങ്ങളുടെ പാറ്റേൺ സെയിം. കൊല്ലപ്പെട്ടവരെ അവരുടെ വീട്ടിലെ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത് അവരുടെ അടുത്തേക്ക് എത്തിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബോഡിയിൽ നിന്നും ഹൃദയം എടുത്തു മാറ്റിയിട്ടുണ്ട്. പിന്നെ ബോഡിയിൽ തലയുടെ ഭാഗം മിസ്സിംഗ് ആയിരിക്കും. അതിനിയും ഒരു കൊലപാതകം കൂടി നടക്കുമെന്നുള്ള സൂചനയാണ് കൊലയാളി നമുക്ക് തരുന്നത്. ഓക്കെ, അന്വേഷണത്തിൽ എവിടെയെങ്കിലും കൊല്ലപ്പെട്ട 4 പേരും തമ്മിൽ കണക്റ്റ് ആവുന്നുണ്ടോ? ഗോപി സാറും പ്രേമചന്ദ്രനും ഒരേ സ്റ്റേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോണിയും രമേശും ഒരേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന 2 ആത്മാർത്ഥ സുഹൃത്തുക്കൾ. അല്ലാതെ ഇവർ 4 പേരും ഇതുവരെ കണക്റ്റായി വന്നിട്ടില്ല. പ്രവീൺ, എനിക്ക് ഈ ടോണിയും രമേശിനെയും കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് വേണം. അതൊക്കെ എടുത്തിരുന്നു സർ.
ആ ഫയലിലുണ്ട്. ACP ആ ഫയൽ തുറന്നു. അതൊക്കെ വായിച്ചു നോക്കുന്നു. ഇത് പോരാ പ്രവീൺ. അവിടെ ഫുൾ ഡീറ്റെയിൽസ് വേണം. അവർ പഠിക്കുന്ന ടൈം മുതലുള്ളത്. എസ്പെഷ്യലി അവരുടെ കോളേജ് ടൈം. ഓക്കെ സർ. ACP ഫൈസൽ ഖാൻ കൊല്ലപ്പെട്ടവരുടെ വീടുകളിൽ പോയി ബന്ധുക്കളുമായി സംസാരിക്കുന്നു. അടുത്ത ദിവസം. സർ, സാർ ചോദിച്ച ടോണിയുടെയും രമേശിന്റെയും കൂടുതൽ ഡീറ്റെയിൽസ്. സർ, ടോണിയും രമേശും പഠിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. പ്രവീൺ അന്വേഷണ റിപ്പോർട്ട് ACP ഏൽപ്പിക്കുന്നു. അദ്ദേഹം അത് തുറന്നു വായിക്കുന്നു. 1985 ബാച്ച്. അതെ സർ. അതിനുശേഷം ACP കൊല്ലപ്പെട്ട പോലീസുകാരുടെ കേസ് ഫയൽ ഡീറ്റെയിൽസ് നോക്കുന്നു. ഈ സ്റ്റേഷനും മെഡിക്കൽ കോളേജും തമ്മിൽ എത്ര ദൂരം കാണും? ഒരു 5 കിലോമീറ്റർ കാണും സർ. യെസ്. 1985 കൊല്ലപ്പെട്ട റിട്ടയർഡ് SP ഗോപിനാഥും പ്രേമചന്ദ്രനും ഒരേ സ്റ്റേഷനിൽ ആ സമയം വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ സർ. ആ സമയം ഗോപി സാർ ആ സ്റ്റേഷനിലെ SI ആയിരുന്നു. അതിൽ നിന്ന് തന്നെ നമ്മുടെ സംശയം ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിയും. പ്രവീൺ. യെസ് സർ. ആ സ്റ്റേഷനിൽ കൊല്ലപ്പെട്ട ടോണി, രമേശ് എന്നിവരുടെ ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പ്രവീൺ ഒന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കണം. സർ, ഓരോ കൊലപാതകത്തിനും ഇടയിലും ഒരാഴ്ചത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ പ്രേമചന്ദ്രൻ കൊല്ലപ്പെട്ടിട്ട് 4 ദിവസം കഴിഞ്ഞു. അപ്പോൾ അടുത്ത് കൊല്ലപ്പെടേണ്ടയാൾ നാളെ മിസ്സിംഗ് ആവും. അതെ സർ. മുൻ കൊലപാതകങ്ങളൊക്കെ അങ്ങനെയായിരുന്നല്ലോ. പ്രവീൺ, നമ്മുടെ എല്ലാ സ്റ്റേഷനിലും ഒരു മെസ്സേജ് കൊടുത്തേക്ക്. ഇന്നും നാളെയും മിസ്സിംഗ് കേസ് എന്ത് രജിസ്റ്റർ ചെയ്താൽ അപ്പോൾ തന്നെ നമുക്ക് വിവരം ലഭിക്കണം. അതിൽ ഡോക്ടറോ പോലീസോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച്. ഓക്കെ സർ. പ്രവീൺ പോയതിനു ശേഷം ACP കേസ് ഫയലുകൾ തുറന്നു. അത് പഠിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം ACP ഓഫീസ്. സർ, ആ സ്റ്റേഷനിൽ ടോണിയുടെ രമേശിന്റെ പേരിൽ കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പിന്നെ പഠിക്കുന്ന ടൈമിൽ ഇവർ കുറച്ച് പ്രശ്നക്കാരാണെന്നാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു പോലീസുകാരൻ അവിടേക്ക് വരുന്നു. സർ. ആ യെസ്. സാറിനെ കാണാനായി ഒരാൾ വന്നു നിൽക്കുന്നു. ആരാ? അറിയില്ല സർ. അർജന്റാണെന്നാ പറഞ്ഞേ. വരാൻ പറയൂ. വന്നയാൾ അകത്തേക്ക് കയറി. വാ, ഇരിക്കെ. സർ, എൻ്റെ പേര് അനൂപ്. ഞാൻ SPS ഹോസ്പിറ്റൽ ആലപ്പുഴയിലാണ് വർക്ക് ചെയ്യുന്നത്. സർ, ഞാൻ വന്നത് എൻ്റെ വൈഫ് ഇന്നലെ മുതൽ മിസ്സിംഗ് ആണ്. മിസ്സിങ്ങോ? വൈഫ് എന്ത് ചെയ്യുന്നു? അവളും ഞാനും ഒരേ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. വൈഫ് ഡോക്ടറാണോ? ആ, അതെ. അത് കേൾക്കുമ്പോൾ ACPയും പ്രവീണും പരസ്പരം നോക്കി. സ്റ്റേഷൻ കംപ്ലൈൻറ്റ് കൊടുത്തില്ലായിരുന്നോ? ഇല്ല. അതെന്താ? അത് സർ, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. അതിൽ പിണങ്ങി അവൾ ബാഗ് എടുത്ത് പോയതാണ്. അവളുടെ വീട്ടിലേക്കായിരിക്കും പോകുന്നതെന്ന് കരുതി ഞാൻ പിന്നെ അവളെ വിളിക്കാൻ പോയില്ല. അവളെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് അവളുടെ അമ്മ രാവിലെ എന്നെ വിളിച്ചിരുന്നു. അപ്പോഴാണ് അവൾ വീട്ടിലേക്ക് ചെന്നിട്ടില്ലെന്ന വിവരം ഞാൻ അറിയുന്നത്. വൈഫ് പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ അന്വേഷിച്ചായിരുന്നോ? ഉവ്വ്. അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഞാൻ അന്വേഷിച്ചു. അവിടെയൊന്നും ആൾ ചെന്നിട്ടില്ല. ആളുടെ ഫോൺ നമ്പർ തന്നേ. പ്രവീൺ നമ്പർ നോട്ട് ചെയ്യുന്നു. ആ നമ്പറിലേക്ക് പ്രവീൺ കോൾ ചെയ്തു. ഫോൺ സ്വിച്ച് ഓഫ് ആണ് സർ. വൈഫിൻ്റെ പേരെന്താന്നാ പറഞ്ഞേ? രൂപ. പ്രവീൺ, രൂപയുടെ നമ്പർ ട്രാക്ക് ചെയ്യാൻ പറയണം. സ്വിച്ച് ഓഫ് ആകുമ്പോൾ ഏത് ടവർ ലൊക്കേഷനാണെന്നും. ഓക്കെ സർ. ഞാൻ സാറിനെ കാണാൻ വന്നത് മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടാണ്. ആ, പറഞ്ഞോളൂ. രൂപയുടെ മിസ്സിങ്ങും സാർ ഇപ്പോൾ അന്വേഷിക്കുന്ന കേസുമായി ചില സിമിലാരിറ്റീസ് ഉണ്ട്. അനൂപിനെന്താ അങ്ങനെ തോന്നാൻ കാരണം? കൊല്ലപ്പെട്ട ടോണി രമേശും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയിരുന്നു. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ വൈഫും. ഞങ്ങൾ ഒരേ കോളേജിലായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ്. 1985 ബാച്ച്. അതെ സർ. ഓക്കെ. നിങ്ങളുടെ മക്കൾ? ഞങ്ങൾക്ക് മക്കളില്ല സർ. അവിടെ പ്രവീൺ വരുന്നു. സർ, മിസ്സിംഗ് ആയത് ഇയാളുടെ വൈഫാണെങ്കിൽ കൊലയാളിയുടെ ടാർഗറ്റ് ഇയാളാകില്ലേ? അതെ സർ. ഞാനാകും അയാളുടെ അടുത്തീര. എനിക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇയാൾ പേടിക്കണ്ട. തനിക്കൊന്നും സംഭവിക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം. പ്രവീൺ, അനൂപിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം. സർ. അനൂപിൻ്റെ ഫോണിലേക്ക് അനോണിമസ് കോൾസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ? ഇല്ല സർ. ഓക്കെ. അനൂപ്, പ്രവീണിനൊപ്പം പോയിക്കോളൂ. പേടിക്കണ്ട, തനിക്കൊന്നും സംഭവിക്കില്ല. താങ്ക് യു സർ. അനൂപ് പോകാൻ തുടങ്ങുന്നതും ACP പിന്നാലെ വിളിക്കുന്നു. ഒരു മിനിറ്റ്. അനൂപിനോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യസന്ധമായ ഉത്തരം തരണം. എന്താ സർ? നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ ആ ടൈമിൽ ആരെങ്കിലും എന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പഠിക്കുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൊല്ലാൻ വേണ്ടിയിട്ട് മാത്രമൊന്നുമില്ല സർ. അനൂപിന് കൊല്ലപ്പെട്ട റിട്ടയർഡ് SP ഗോപിനാഥിനെ പരിചയമുണ്ടോ? ഇപ്പോൾ അടുപ്പമൊന്നുമില്ല. അപ്പോൾ മുൻപുണ്ടായിരുന്നുവെന്ന്. 1-2 പ്രാവശ്യം കോളേജിൽ വെച്ച് അടിപിടി ഉണ്ടായപ്പോൾ ഗോപി സാർ ഇടപെട്ട് സോൾവ് ആക്കിയിരുന്നു.
അങ്ങനെ അറിയാം, അല്ലാതെ അടുപ്പമൊന്നുമില്ല. രമേശിന്റെ അങ്കിളിന്റെ സുഹൃത്തായിരുന്നു അദ്ദേഹം. ആ അടുപ്പം വെച്ചിട്ടാണ് അദ്ദേഹം അന്ന് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തത്. ഈ ചെറിയ അടിപിടി കേസുകളല്ലാതെ വലിയ ഏതെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? SCPയുടെ ആ ചോദ്യം കേട്ട് അനൂപ് കുറച്ചുനേരം എന്തോ ആലോചിക്കുന്നു. അനൂപ്, ഞാൻ ചോദിച്ചതിന് ഉത്തരം നൽകിയില്ല. ഇല്ല സാർ, അങ്ങനെയൊന്നുമില്ല. അനൂപിന്റെ ആ മറുപടി കേട്ട് SCPക്ക് അത്ര വിശ്വാസം വന്നില്ല. സി മിസ്റ്റർ അനൂപ്, താങ്കൾ എന്തെങ്കിലും ഞങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളോട് തുറന്നു പറയണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ഞാൻ പറഞ്ഞത് സത്യമാണ് സാർ. വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായി ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ അനൂപ്, പോയിക്കോളൂ. അനൂപ് പോയതിനു ശേഷം പ്രവീണും ACPയും തമ്മിൽ ഇതേപ്പറ്റി ഡിസ്കസ് ചെയ്തു. സാർ, അയാൾ എന്തൊക്കെയോ നമ്മളിൽ നിന്ന് ഒളിക്കുന്നുണ്ട്. പ്രവീൺ, രൂപയുടെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ എടുത്തായിരുന്നോ? ഇതുവരെ കിട്ടിയിട്ടില്ല സാർ. അപ്പോഴേക്കും പ്രവീണിന്റെ ഫോണിലേക്ക് സൈബർ സെല്ലിൽ നിന്നും കോൾ വരുന്നു. ഓക്കെ സാർ, രൂപ മിസ്സിംഗ് ആയിരിക്കുന്നത് അവരുടെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നാണ്. അപ്പോ കൊലയാളി ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. അതെ സാർ. പ്രവീൺ ആ ഭാഗത്തെ CCTV വിഷ്വൽസ് എടുക്കണം, ഇമ്മീഡിയറ്റ്ലി. സാർ. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം. സാർ, രൂപ മിസ്സിംഗ് ആയ പ്രദേശത്തെ CCTV വിഷ്വൽസ്, അതിലൊരു ക്യാമറയിൽ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. പതിവ് പോലെ മുഖത്ത് മാസ്ക് വെച്ച് മുഖം മറച്ചിട്ടുണ്ട്. പിന്നെ വണ്ടി നമ്പറും ഫേക്കാണ്. ACP ആ വിഷ്വൽസ് നോക്കുന്നു. ആ സമയം പ്രവീണിന്റെ ഫോണിലേക്ക് മറ്റൊരു സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നു. ഹലോ, എപ്പോ? ആളുടെ ഫുൾ ഡീറ്റെയിൽസ് തന്നെ. സാർ, ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും ആളുടെ ഡീറ്റെയിൽസ് പ്രവീണിന്റെ ഫോണിലേക്ക് വന്നു. സാർ, SPS ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ അരുൺ ശ്രീകുമാർ. ആൾ ഇന്നലെ മുതൽ മിസ്സിംഗ് ആണ്. ഇന്ന് രാവിലെയാണ് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തത്. SPS ഹോസ്പിറ്റലിൽ ഈ മിസ്സിംഗ് ആയ അരുൺ അനൂപിന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉണ്ടോ എന്നൊന്നും കൺഫേം ചെയ്യണം. സാർ. അല്പസമയത്തിന് ശേഷം. സാറിന്റെ സംശയം ശരിയാണ്. അനൂപും അരുണും കോളേജ് ടൈം മുതൽ ഫ്രണ്ട്സാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നതും ഒരേ ഹോസ്പിറ്റലിൽ. അരുണിന്റെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട ഫുൾ ഡീറ്റെയിൽസ് ഉടനെ കളക്ട് ചെയ്യണം. പിന്നെ സിറ്റിയിലൂടെ കടന്നു പോകുന്ന എല്ലാ വാഹനങ്ങളും പരിശോധിച്ചതിന് ശേഷം മാത്രം കടത്തിവിടാൻ പാടുള്ളൂ എന്ന് കർശന നിർദ്ദേശം കൊടുക്കണം. ഓക്കെ സാർ. അരുണിന്റെ മിസ്സിങ്ങിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നതിനിടയിൽ അടുത്ത ദിവസം ഉപയോഗശൂന്യമായ പാർക്കിൽ നിന്നും ചാക്കിൽ കിട്ടിയ നിലയിൽ ഒരു ഡെഡ് ബോഡി കൂടി കിട്ടുന്നു. കിട്ടിയ വിവരം അനുസരിച്ച് പ്രവീണും സംഘവും ബോഡി കണ്ട ഇടത്തേക്ക് ചെല്ലുന്നു. അല്പസമയത്തിന് ശേഷം ACP അവിടേക്ക് എത്തി. പ്രവീൺ, ബോഡി ഐഡന്റിഫൈ ചെയ്തായിരുന്നോ? യെസ് സർ. ബോഡി മിസ്സിംഗ് ആയ അരുണിൻ്റെതാണ്. കാഴ്ചയിൽ മറ്റു കൊലപാതകങ്ങൾ പോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. പിന്നെ ബോഡിയിൽ നിന്നും തലഭാഗം മിസ്സിംഗ് ആണ്. പകരം ഇതിനു മുൻപ് കൊല്ലപ്പെട്ട പ്രേമചന്ദ്രന്റെ തലയാണ്. ACP ബോഡിയുടെ അടുത്തേക്ക് ചെന്ന് നോക്കുകയും ചുറ്റും പരിസരം വീക്ഷിക്കുകയും ചെയ്തു. ഈ പാർക്ക് എത്ര നാളായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? ഒരു 3 കൊല്ലത്തിൽ കൂടുതലാകും സർ. എന്തായി കാര്യങ്ങൾ? എല്ലാം കഴിഞ്ഞു സർ, ഫോറൻസിക് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഓക്കെ, എന്നാ പിന്നെ ബോഡി എടുത്തോളൂ. പ്രവീൺ, മിസ്സിംഗ് ആയ രൂപ വീട്ടിലേക്ക് തിരിച്ചെത്തിയായിരുന്നോ? ഇല്ല സർ. മുൻ കൊലപാതകങ്ങളിൽ സാധാരണ ആദ്യം മിസ്സിംഗ് ആയ ആൾ ബോഡി കണ്ടെത്തുന്നതിന് മുമ്പ് വീട്ടിലെത്താറാണ് പതിവ്. ഇവിടെ അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. സാർ, എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ കൊലയാളിയുടെ ടാർഗറ്റ് അനൂപായിരിക്കണം. അനൂപ് പോലീസ് പ്രൊട്ടക്ഷനിലാണെന്ന് കൊലയാളി മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതുകൊണ്ടാകും അനൂപിന് പകരം അരുണിനെ കൊലപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ അനൂപിനെ കിട്ടുന്നതുവരെ രൂപയെ അവരുടെ കസ്റ്റഡിയിൽ വെക്കാനാവും സാധ്യത. അരുണിന്റെ ഫാമിലിയിൽ നിന്നും മറ്റു മിസ്സിംഗ് കേസുകൾ വല്ലതും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇല്ല സർ. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ACPയും പ്രവീണും ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. സർ, മറ്റു കൊലപാതകങ്ങൾ പോലെ സെയിം പാറ്റേണിൽ തന്നെയാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. ബോഡിയിൽ പലയിടത്തും മുറിവുകളുണ്ട്. പിന്നെ തലയുടെ ഭാഗം മിസ്സിംഗ് ആണ്. പകരം മറ്റൊരാളുടെ തല, അതിനാണെങ്കിൽ ഒരാഴ്ചയോളം പഴക്കമുണ്ട്. മാം, ഇതിപ്പോ 5ാമത്തെ ആളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ 5 ബോഡിയിൽ നിന്നും അനലൈസ് ചെയ്ത ഡോക്ടർക്ക് ഇതിൽ നിന്ന് കൊലയാളിയെപ്പറ്റി എന്തെങ്കിലും ഒരു സൂചന നൽകാൻ സാധിക്കുമോ? ഐ തിങ്ക് കൊലപാതകി ഒരു ഡോക്ടറാകാൻ സാധ്യതയുണ്ട്. അതെന്താ മാഡത്തിന് അങ്ങനെ തോന്നാൻ കാരണം? നമ്മുടെ ബോഡി പാർട്സിന്റെ യഥാസ്ഥാനം തിരിച്ചറിയാനും ബോഡിയിൽ എവിടെയൊക്കെയുള്ള വെയിൻ കട്ട് ചെയ്താലാണ് മരണസാധ്യത ഏറുന്നതെന്നും ഒരു ഡോക്ടർക്ക് മാത്രമേ കൃത്യമായി അറിയാൻ സാധിക്കൂ. ഇവിടെ കൊലപാതകം ചെയ്തിരിക്കുന്നയാൾ ഒരു എക്സ്പെർട്ട് ഡോക്ടറാകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ കിഡ്നാപ്പ് ചെയ്ത കുട്ടികളിലെ മുറിവുകൾ, അത് ട്രീറ്റ്മെന്റ് ചെയ്ത രീതി, എല്ലാം ചെന്ന് നിൽക്കുന്നത് ഒരു ഡോക്ടറിലാണ്. യെസ്, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡോക്ടറോട് ചോദിച്ചത്. അല്ല സർ, ഇതൊക്കെ ഇപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ ഏതൊരാൾക്കും പഠിക്കാൻ കഴിയുന്ന കാര്യമല്ലേ? ചിലപ്പോൾ അങ്ങനെ ആയിക്കൂടെ?
ഒരുപക്ഷെ ആയിരിക്കാം, എന്നാലും ഇത്ര പ്രൊഫഷൻ വരണമെന്നില്ല. എനിവേ താങ്ക്സ് ഡോക്ടർ. അവർ അവിടെ നിന്ന് പുറപ്പെട്ടു. ACPയുടെ ഓഫീസ്. സർ, രൂപയ്ക്കുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. സർ, കൊല്ലപ്പെടുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടപ്പെട്ടവരെ കിഡ്നാപ്പ് ചെയ്ത് അവരെ മെന്റലി ഡൗൺ ആക്കിയതിനു ശേഷമാണ് കൊലപാതകി കൃത്യം നടത്തുന്നത്. ഒരുപക്ഷെ നമ്മുടെ അന്വേഷണം ശരിയായ ദിശയിലായതുകൊണ്ടാകാം അരുണിന്റെ കാര്യത്തിൽ കില്ലർ അങ്ങനെ ഒരു അറ്റംപ്റ്റിന് മുതിരാതിരുന്നത്. ഇല്ല പ്രവീൺ, കില്ലർ അയാളുടെ പതിവുകളൊന്നും തെറ്റിച്ചിട്ടില്ല. അത് നമുക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ്. സാറ് പറഞ്ഞു വരുന്നത്? പ്രവീൺ പറഞ്ഞല്ലോ, കൊലയാളിയുടെ ടാർഗറ്റ് അനൂപാണെന്നും അനൂപിന് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുത്തത് കൊണ്ടാകാം മറ്റൊരാളെ തിരഞ്ഞെടുത്തതെന്നും. അതെ, എന്നാൽ അത് അങ്ങനെയല്ല. കില്ലർ ടാർഗറ്റ് ചെയ്തത് അരുണിനെ തന്നെയാണ്. അനൂപും രൂപയും കോളേജിൽ പഠിക്കുന്ന നാൾ മുതൽ പ്രണയത്തിലായിരുന്നു. രണ്ടുപേരും ഡോക്ടേഴ്സ്, നല്ല സാമ്പത്തികം. അങ്ങനെ അവരുടെ പ്രണയം വിവാഹത്തിലെത്തി. അങ്ങനെ ജീവിതം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് നാളുകൾ കഴിഞ്ഞിട്ടും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല. ഒരുപാട് ട്രീറ്റ്മെന്റുകൾ നടത്തി, ഒന്നും ഫലം കണ്ടില്ല. കുഴപ്പം അരുണിനായിരുന്നു. കുറച്ചു നാളുകൾക്ക് മുൻപാണ് രൂപയ്ക്ക് വേറൊരാളുമായി അഫെയറുള്ള കാര്യം അനൂപ് അറിയുന്നത്. ആ പേരും പറഞ്ഞ് എപ്പോഴും ഇവർ തമ്മിൽ വഴക്കായിരുന്നു. പലപ്പോഴും അടിയും പിണങ്ങിപ്പോക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അനൂപിന് രൂപയുടെ കാമുകരാരാണെന്ന് അറിയില്ലായിരുന്നു. അവിടെയാണ് ട്വിസ്റ്റ്. രൂപ സ്നേഹിച്ചിരുന്നത് അവരുടെ തന്നെ ഫ്രണ്ട് അരുണിനെ തന്നെയായിരുന്നു. രൂപ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം 2 നമ്പറിലേക്കാണ് തുടരെ തുടരെ കോൾ ചെയ്തത്. അത് രണ്ടും അരുണിന്റെ ഫോൺ നമ്പറായിരുന്നു. ഒരു നമ്പറിൽ കിട്ടാത്തത് കൊണ്ട് മറ്റേ നമ്പറിൽ വിളിച്ചു. അവർ തമ്മിൽ 5 മിനിറ്റോളം സംസാരിച്ചിട്ടുമുണ്ട്. അരുൺ രൂപയുമായി കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത് സെക്കൻഡറി സിം കാർഡിൽ നിന്നുമാണ്. രൂപ മിസ്സിംഗ് ആയി അടുത്ത ദിവസമാണ് അരുണിനെ കാണാതാവുന്നത്. രൂപയുടെ ഫോണിൽ നിന്നും കോൾ വന്നതിന് ശേഷമാണ് അരുൺ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അരുണിന്റെ ഫോൺ കോൾ ഡീറ്റെയിൽസ് അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ അരുണിനോട് ഫോണിൽ സംസാരിച്ചത് കൊലയാളിയായിരിക്കാം. രൂപയെ വെച്ച് അരുണിനെ ട്രാപ്പ് ചെയ്തു. യെസ്, കറക്റ്റ്. സർ, ഈ അരുൺ അത്ര നല്ലവനൊന്നുമല്ല. അന്വേഷണത്തിൽ അരുണിന് മറ്റൊരുപാട് പെൺകുട്ടികളുമായി അടുപ്പമുള്ളതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അരുണിന്റെ വൈഫ് ഇപ്പോൾ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. 2 മക്കളുണ്ട്. കുട്ടികൾക്ക് നേരെ എപ്പോഴെങ്കിലും കിഡ്നാപ്പിംഗ് ശ്രമം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു. അങ്ങനെയൊന്നും നടന്നിട്ടില്ല. പ്രവീൺ, ബോഡി കിട്ടിയ സ്ഥലത്തെ CCTV വിഷ്വൽസ് എടുത്തില്ലേ? എടുത്തു സർ. അതിൽ നിന്നും പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല. പ്രവീൺ, ഒരു കാര്യം ചെയ്. ആ പരിസരത്ത് ഉപയോഗശൂന്യമായ ബിൽഡിംഗ് വല്ലതും ഉണ്ടോ എന്ന് ഒന്ന് സെർച്ച് ചെയ്യണം. പിന്നെ ആ പരിസരം മുഴുവനായി സെർച്ച് ചെയ്യണം. അറിയാലോ, രൂപയെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇനിയും ഒരു കൊലപാതകം കൂടി നടക്കുന്നതിന്റെ സൂചനയും കൊലയാളി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. തൽക്കാലം അനൂപ് നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഇരിക്കട്ടെ. സർ, പിന്നെ അനൂപിന്റെ മറ്റു ഫ്രണ്ട്സിന്റെ ഡീറ്റെയിൽസ് കൂടി എടുക്കണം. സർ. പ്രവീൺ പോയതിനു ശേഷം ACP അനൂപിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുന്നു. ACPയും പ്രവീണും അനൂപിനെ കാണാനായി പോകുന്നു. അനൂപ്, അറിയാലോ, തന്റെ വൈഫ് ഇപ്പോഴും മിസ്സിംഗ് ആണ്. ഒരാൾ നമ്മളെ ഇങ്ങനെ തിരഞ്ഞുപിടിച്ച് കൊല്ലണമെങ്കിൽ അതിനു പിന്നിൽ എന്തെങ്കിലും ഒരു മുൻവൈരാഗ്യം കൊലയാളിക്കും നിങ്ങൾക്കും തമ്മിലുണ്ടാകണം. അനൂപ്, ഒരാൾ നമ്മളെ കൊല്ലണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും. എത്ര നാൾ ഞങ്ങൾക്ക് അനൂപിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും? അതുകൊണ്ട് തന്നെ അനൂപ് ഞങ്ങളിൽ നിന്നും എന്തെങ്കിലും മറക്കുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയണം. ഒരുപക്ഷെ നിങ്ങൾ മറച്ചുവെക്കുന്ന കാരണമാകാം ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ. ACP പറഞ്ഞത് കേട്ട് അനൂപ് എന്തോ ആലോചിച്ചു. പറഞ്ഞോളൂ, അതിന്റെ പേരിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പുതരാം. സാർ, അത് പഠിക്കുന്ന ടൈമിൽ ആ പ്രായത്തിന്റെ ചോരത്തിളപ്പിൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതിലെന്തൊക്കെ പെടും? എല്ലാം. ഒരിക്കൽ മൂന്നാർ പോയി വരുന്ന വഴിയിൽ സാധനങ്ങൾ വിൽക്കാനായി ഒരമ്മയും മകളും ഇരിക്കുന്നുണ്ടായിരുന്നു. അരുൺ ആ സമയം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ആ പെൺകുട്ടിയെ കയറി പിടിച്ചു. അത് കണ്ടുകൊണ്ടുവന്ന ആ കുട്ടിയുടെ അച്ഛനുമായി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കവും പിന്നെ അടിപിടിയും ചെന്നെത്തിയ കാര്യങ്ങൾ. അതോടെ അരുണിന് വാശിയായി. ആളുകളുടെ മുന്നിൽ വെച്ച് തല്ല് കിട്ടിയതിൽ ഞങ്ങൾക്ക് നല്ല ഇൻസൾട്ടായി. കൊല്ലാൻ വേണ്ടി ചെയ്തതായിരുന്നില്ല, ഒരു കയ്യബദ്ധം. അറിയാതെ പറ്റിപ്പോയതാ സാർ. അരുണിന്റെ കൈകൊണ്ട് ആ പെൺകുട്ടിയുടെ അച്ഛൻ കൊല്ലപ്പെട്ടു. ആ സംഭവം നടന്നിട്ട് ഇപ്പൊ എത്ര നാളായി? 17 കൊല്ലമായി. ആ പെൺകുട്ടിയെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തായിരുന്നോ? അത് സാർ, അനൂപ കാര്യം പറയാൻ മടിച്ചു. റേപ്പ് ചെയ്തു അല്ലേ? ACPയുടെ ചോദ്യം കേട്ട് അരുൺ തല താഴ്ത്തി. അത് കേസായില്ലേ? ഇല്ല. ഗോപി സാറ് അന്ന് അവിടുത്തെ SI വിളിച്ചു സംസാരിച്ചു. അവർക്ക് കുറച്ച് ക്യാഷ് കൊടുത്ത് പ്രശ്നം സോൾവ് ആക്കി. ക്യാഷ് ഉണ്ടെങ്കിൽ നിനക്കൊക്കെ എന്തോ ആകാലോ അല്ലേ? പ്രവീൺ സർ,
ആ പെൺകുട്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ? എന്ത് ചെയ്യുന്നു? ആ കുട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കണം. ഓക്കെ സർ. ആ കുട്ടിയുടെ അച്ഛന്റെ കേസ് എന്താണെന്ന് പറഞ്ഞാണ് SI ഒതുക്കി തീർത്തത്. ആക്സിഡന്റ്. അയാളുടെ പേരെന്താണെന്ന് അനൂപിനറിയോ? അത് ഓർമ്മയില്ല സർ. ജോൺ എന്നോ മറ്റോ ആണോ? അതറിയില്ല സർ. ഓക്കെ. സർ, ഇവനൊക്കെ ചാകേണ്ടവനാ. പ്രവീൺ, അവരുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുമോ നോക്ക്. സർ. ഒരുപക്ഷെ പ്രതികാരത്തിന്റെ ഉറവിടം അവിടെ നിന്നാണെങ്കിലോ? 2 ദിവസത്തിന് ശേഷം ACP ഓഫീസ്. ACP അനൂപിന്റെ ബോഡിയുടെ ഫോട്ടോസ് നോക്കിയായിരുന്നു. കമ്മിങ് സർ. വരൂ പ്രവീൺ. സർ, അനൂപ് പറഞ്ഞ സംഭവം നടന്നിട്ട് ഏകദേശം 18 കൊല്ലം കഴിഞ്ഞു. അന്ന് പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ പേര് അപർണ. അച്ഛൻ ഷാജി. സംഭവം നടക്കുന്ന സമയം പെൺകുട്ടിക്ക് 12 വയസ്സായിരുന്നു പ്രായം. ഇപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞ് 2 കുട്ടികളുണ്ട്. സാധാരണ കുടുംബം. ഭർത്താവ് വീട്ടുപണിക്കും മറ്റും പോകും. അവൾ വീട്ടുജോലിയൊക്കെ ചെയ്താണ് അവർ ജീവിക്കുന്നത്. അവരുടെ ആ സെറ്റപ്പ് കണ്ടിട്ട് ജീവിക്കാൻ തന്നെ പെടാപ്പാടുപെടുന്ന ഒരു സാധാരണ കുടുംബം. അവരാണ് ഈ കൊലയ്ക്ക് പിന്നില്ലെന്ന് തോന്നുന്നില്ല സർ. പിന്നെ ഈ കാര്യം ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആദ്യം പറയാൻ കൂട്ടാക്കിയില്ല. മാത്രമല്ല, ആ കാര്യങ്ങളൊന്നും ഭർത്താവിന് അറിയില്ലെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അവരുടെ ജീവിതം തകർക്കരുതെന്ന് പറഞ്ഞ് കരഞ്ഞു കാലുപിടിച്ചു. പ്രവീൺ, അരുണിന്റെ കാര്യം പറഞ്ഞായിരുന്നോ? ഉവ്വ് സർ. ആ കുട്ടിക്കൊരു ആശ്വാസമായിക്കോട്ടെ എന്ന് കരുതി അരുണിന്റെ കാര്യവും പറഞ്ഞു. ആ സമയം അവരുടെ കണ്ണുകളിൽ നല്ലൊരു തിളക്കമുണ്ടായിരുന്നു. ഇതാണ് സർ അവരുടെ ഡീറ്റെയിൽസ്. ACP അതൊക്കെ വാങ്ങി നോക്കി. സർ, ആ അനൂപിനെ ഒന്നുകൂടി ചോദിക്കേണ്ട വിധം ചോദിച്ചാൽ പലതും പുറത്തു വരും. അവനൊക്കെ കൂടി എന്തൊക്കെയാ ചെയ്തു കൂട്ടിയിരിക്കുന്നതെന്ന് ദൈവത്തിനറിയാം. ഞാനൊന്ന് ചോദിക്കട്ടെ സാറേ? നോ, അതൊന്നും വേണ്ട. അയാൾ നമ്മുടെ കസ്റ്റഡിയിലിരിക്കുന്ന പ്രതിയൊന്നുമല്ല. പ്രവീൺ, അനൂപിന്റെ ഫ്രണ്ട്സിന്റെ ഡീറ്റെയിൽസ് എടുത്തായിരുന്നു? ഉവ്വ് സർ. ടോണി, രമേശ്, അനൂപ്, അരുൺ, രൂപശ്രീ, സുചിത്ര, ഈ 6 പേരായിരുന്നു ഒരു ഗ്യാങ്. അതിൽ 3 പേര് കൊല്ലപ്പെട്ടു. രൂപ മിസ്സിംഗ്. അനൂപ് നമ്മുടെ കസ്റ്റഡിയിൽ. അപ്പോൾ ഈ സുചിത്ര ഇപ്പോൾ എവിടെയാ? ആളിപ്പോൾ ഡൽഹിയിലാണ് സർ. സുചിത്രയെ ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു. അടുത്ത ആഴ്ച നാട്ടിലേക്ക് വരും. അന്നേരം മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ അപർണയെ നമുക്ക് വിട്ടുകളയാലോ അല്ലേ? ഞാൻ പറഞ്ഞല്ലോ സർ, അവർ അന്നന്നത്തെ അന്നത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന ടീംസാണ്. ഒരിക്കലും അവരാകാൻ സാധ്യതയില്ല. വെറുതെ അവരുടെ പിന്നാലെ പോയി ടൈം കളയേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അവർ അവിടം വിട്ട് എങ്ങോട്ടും പോയിട്ടില്ലെന്നാണ് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ അത് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ പ്രവീൺ. സർ, ഇവർ പഠിച്ചിരുന്ന ടൈമിൽ അവർക്കൊപ്പം പഠിച്ചിരുന്ന സീനിയേഴ്സിൻ്റെയും ജൂനിയേഴ്സിൻ്റെയും ലിസ്റ്റിൽ നിന്നും ജോൺ എന്ന പേരിലുള്ളവരുടെ ലിസ്റ്റ് എടുക്കണം. അവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്നുള്ള ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. ഓക്കെ സർ. കുറച്ച് കഷ്ടപ്പാടാണെന്നറിയാം, പക്ഷേ നമുക്ക് മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. ഓക്കെ സർ. ആ സമയം പ്രവീണിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. പ്രവീൺ അത് അറ്റൻഡ് ചെയ്ത് സംസാരിച്ചു. ആ, ഓക്കെ. ഞങ്ങളിപ്പോൾ തന്നെ പുറപ്പെടാം. സർ, അരുണിൻ്റെ വീട്ടിലേക്ക് ഒരു പാഴ്സൽ വന്നിരുന്നു. അത് ഓപ്പൺ ആക്കിയപ്പോൾ ചെന്നായിയുടെ ബോഡിയായിരുന്നു. അതിൻ്റെ തലയ്ക്ക് പകരം അരുണിൻ്റെ തല. ACP സംഘവും ഉടനെ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. അരുണിൻ്റെ വീട്. എപ്പോഴാ സംഭവം? ഒരു അരമണിക്കൂറായി കാണും. അരുൺ ഓർഡർ ചെയ്തിരുന്ന എന്തെങ്കിലും ആകുമെന്ന് കരുതിയാണ് വാങ്ങിവെച്ചത്. തുറന്നു നോക്കിയപ്പോഴാണ്. നിങ്ങൾ? അരുൺ എൻ്റെ മരുമോനാണ്. സർ, അതിനൊപ്പം ഒരു പെൻഡ്രൈവും ലെറ്ററും കൂടി ഉണ്ടായിരുന്നു. മോളെ, എന്തിനാച്ചാ അത് മാത്രമായി വിളിക്കുന്നേ? ജീവിച്ചിരുന്നപ്പോൾ എന്നെയും മക്കളെയും വഞ്ചിക്കുകയായിരുന്ന ആൾക്ക് വേണ്ടിയോ? എന്താ പ്രശ്നം? സർ, ഈ ലെറ്ററും ഒരു പെൻഡ്രൈവും ഇതിനൊപ്പം ഉണ്ടായിരുന്നതാണ്. പ്രവീൺ അത് വാങ്ങി വായിക്കുന്നു. പ്രിയ സഹോദരി, നിങ്ങൾ പാഴാക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരിനെ ഓർത്തും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. നിന്റെ കൂടെ ജീവിച്ചിരിക്കുന്നത് ഒരു ചെന്നായിയായിരുന്നു. തനിക്ക് മുന്നിൽ നല്ലൊരു ജീവിതമുണ്ട്. സന്തോഷമായി ജീവിക്ക്. ജോൺ. ACP അത് വാങ്ങി നോക്കി. പെൻഡ്രൈവിൽ അരുൺ മറ്റു പെൺകുട്ടികളുമായി നടത്തിയ ചാറ്റുകളും അവരോടൊപ്പമുള്ള ഫോട്ടോസുമായിരുന്നു. ഇങ്ങനെ ഒരാൾക്ക് വേണ്ടിയാണല്ലോ ഞാൻ കണ്ണുനീർ ഒഴുക്കിയതെന്ന് ഓർക്കുമ്പോൾ. പാഴ്സൽ കൊണ്ടുവന്നവരെ നിങ്ങൾക്ക് ഇനി കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമോ? ഇല്ല സർ, അവർ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ CCTV ഇല്ലേ? ഉണ്ട് സർ. പ്രവീൺ, ആ വിഷ്വൽസ് ഒന്ന് നോക്ക്. സർ. സർ, ഇതിൻ്റെ പേരിൽ ഇനി എന്തെങ്കിലും പ്രശ്നം? പേടിക്കണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ കുറച്ച് ദിവസത്തേക്ക് 2 പോലീസുകാരെ ഇവിടെ നിർത്താം. ശരി സർ. സർ, CCTV വിഷ്വൽസ്. ACP ആ വിഷ്വൽസ് വാച്ച് ചെയ്യുന്നു. പ്രവീൺ, ആ വണ്ടിയുടെ നമ്പർ ആരുടെ പേരിലാണെന്ന് നോക്ക്. അത് ഫേക്ക് ആവും സർ. അങ്ങനെ അങ്ങ് തള്ളിക്കളയണ്ട. ചിലപ്പോൾ നേരിട്ട് ഇറങ്ങാത്ത കളിയായതുകൊണ്ട് ഫേക്ക് നമ്പർ ഉപയോഗിക്കില്ല. സർ. പ്രവീൺ ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കുന്നു. സർ, ആ വണ്ടി ഗോപാലകൃഷ്ണൻ എന്ന ആളുടേതാണ്. അയാളെ എത്ര വേഗം കസ്റ്റഡിയിലെടുക്കണം. സർ.
അരുണിന്റെ തല കിട്ടിയ സ്ഥിതിക്ക് ഇനിയൊരു കൊലപാതകം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അറിയില്ല പ്രവീൺ. കില്ലർ വേറെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. രൂപ ഇപ്പോഴും മിസ്സിംഗ് തന്നെയല്ലേ? അതെ സർ. അവർ തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ പ്രവീണിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. പ്രവീൺ കോൾ കട്ട് ചെയ്തു. വീണ്ടും വീണ്ടും കോൾ വരുന്നത് കണ്ട് പ്രവീൺ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു. എന്താ സതീഷ്? കോൺസ്റ്റബിൾ ആയിരുന്നു മറുതലയ്ക്കൽ. ഫോണ് കട്ട് ചെയ്യുമ്പോൾ ബിസിയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ ഇതെനിക്ക്? സോറി സർ. എന്താ വിളിച്ചേ? സർ, ആ അനൂപിന് എവിടേക്കോ പോകണമെന്ന്. എവിടേക്ക്? അതൊന്നും അറിയില്ല. അയാൾക്ക് പുറത്തു പോകണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുക. തൽക്കാലം അവനെ ഒരിടത്തും വിടണ്ട. പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല സർ. മനസ്സിലാവുന്നില്ല ഒരെണ്ണം പൊട്ടിച്ചവിടെ ഇരുത്ത്. മനുഷ്യനോരോ പണയുണ്ടാക്കി വെച്ചിട്ട് അവനൊന്നും അറിയണ്ടല്ലോ. സർ, താൻ ഫോൺ വെച്ചേ. ആരാ? സർ, ആ അനൂപിന് പ്രൊട്ടക്ഷൻ മടുത്തൂന്ന്. അയാൾക്ക് പുറത്തൊക്കെ പോണോന്ന്. നോ, അനൂപ് നമ്മുടെ പ്രൊട്ടക്ഷനിൽ നിന്നും മാറിയാ അയാൾ ആ നിമിഷം കൊല്ലപ്പെടും. ആരോട് പറയാനാണ് സർ? നമുക്കോരോ പണികൾ. തൽക്കാലം രണ്ടുപേരെ ഇവിടെ ഇട്ടേക്ക്. സർ. അവർ തിരികെ സ്റ്റേഷനിലേക്ക് പോകുന്നു. സർ, ആ ഗോപാലകൃഷ്ണനെ കൊണ്ടുവന്നിട്ടുണ്ട്. വരാൻ പറയ്. താൻ എന്ത് ചെയ്യുന്നു? ഡ്രൈവറാണ് സർ. ACP ആ വിഷ്വൽസിൽ കണ്ട വാഹനം അയാളെ കാണിക്കുന്നു. ഇത് തൻ്റെ വണ്ടിയല്ലേ? ആ അതെ സർ. ഇത് താൻ തന്നെയാണോ ഓടിക്കുന്നേ? ആ അതെ. കുറച്ച് സമയത്തിന് മുമ്പ് താനൊരു വീട്ടിൽ ഓട്ടം പോയില്ലേ? ആ പാഴ്സൽ അവിടെ കൊണ്ടെത്തിക്കാൻ ആരാ തന്നോട് പറഞ്ഞേ? ആരാണെന്നറിയില്ല സർ. അറിയാഞ്ഞിട്ടാണോടോ അയാൾ തന്ന പാഴ്സലും കയറ്റി താൻ പോയത്? കള്ളം പറഞ്ഞാലുണ്ടല്ലോ ഇടിച്ചു തന്നെ. പ്രവീൺ, ഞാൻ സത്യം തന്നെ സാറേ പറഞ്ഞേ. അതൊരാളെ ഓട്ടം വിളിച്ചതാ, വേറൊന്നും എനിക്കറിയില്ല. തനിക്കൊപ്പം കൂടെ വന്നവരെ താൻ കണ്ടായിരുന്നോ? ഇല്ല സാർ, ഒരു കാലിന് സുഖമില്ലാത്ത ആളായിരുന്നു. ഒരു വീട് വരെ പോകണം, ഒരു സാധനം ഇറക്കണമെന്ന് പറഞ്ഞു. ഒരു പെട്ടിയായിരുന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ വണ്ടി നിർത്തി അയാൾ ഇറങ്ങി. പകരം ഒരു പയ്യനെ വിട്ടു. ആ പയ്യന്റെ മുഖം താൻ കണ്ടായിരുന്നോ? രണ്ടുപേരും മാസ്ക് വെച്ചിരുന്നത് കൊണ്ട് മുഖം മുഴുവനായും കാണാൻ കഴിഞ്ഞില്ല. പിന്നെ ആ കാലിന് സുഖമില്ലാത്ത ആളുടെ പേര് ജോൺ എന്നാവുന്നാ പറഞ്ഞേ. വേറൊന്നും എനിക്കറിയില്ല സാറേ. പ്രവീൺ, ഇയാളുടെ ഡീറ്റെയിൽസ് വാങ്ങിച്ചു വിട്ടേക്ക്. ചോദിക്കേണ്ട വിധം ചോദിച്ച് സത്യം പറയും സാർ. അതൊന്നും വേണ്ട, താൻ പോയിക്കോ. സാർ, പ്രതി കൺമുന്നിൽ കൂടി നടക്കുക. കയ്യെത്തും ദൂരം ഉണ്ടായിട്ടും പിടിക്കാൻ പറ്റുന്നില്ലല്ലോ സാർ. ആ സമയം പ്രവീണിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. പ്രവീൺ അത് അറ്റൻഡ് ചെയ്തു. വാട്ട്? തനിക്കൊക്കെ പിന്നെ അവിടെ എന്താ ജോലി? വേഗം അവിടേക്ക് അന്വേഷിക്കേ, ഞങ്ങൾ ഉടനെ അങ്ങോട്ട് വരാം. സർ, അനൂപ് മിസ്സായി. വാട്ട്? പ്രൊട്ടക്ഷൻ നമ്മളിട്ടിരുന്ന പോലീസുകാരെ തല്ലിയിട്ടാണ് അയാൾ ഇറങ്ങി ഓടിയത്. എന്താ പ്രവീൺ, ഇത്ര കെയർലെസ് ആയിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നേ? സർ, നമുക്ക് അങ്ങോട്ടൊന്ന്. താൻ വണ്ടി എടുക്ക്. സർ. അവർ അനൂപിന്റെ വീട്ടിലേക്ക് പുറപ്പെടുന്നു. എന്തായി, കണ്ടോ? ഇല്ല സർ. പെട്ടെന്ന് എന്താ അനൂപ് അങ്ങനെ ബിഹേവ് ചെയ്യാൻ കാരണം? സർ, ആളുടെ ഫോണിലേക്ക് ഒരു കോള് വന്നിരുന്നു. അത് അറ്റൻഡ് ചെയ്ത് സംസാരിച്ചതിന് ശേഷം അയാൾ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു. പറ്റില്ലെന്ന് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്, കേട്ടില്ല. പിന്നെ ഞങ്ങളെ പിടിച്ച് തള്ളിയിട്ട് ഒറ്റ പോക്ക. എങ്ങനെയാ പോയത്? വണ്ടി എടുത്തിട്ടില്ല സർ, പുറത്തേക്ക് ഓടുകയായിരുന്നു. പിന്നാലെ ഞങ്ങൾ ഓടി, പക്ഷെ പിടിക്കുന്നതിന് മുന്നേ ആള് മിസ്സായി. അപ്പോഴേക്ക് അന്വേഷിക്കാനായി പോയ മറ്റു 2 പോലീസുകാരും അവിടേക്ക് തിരികെ വരുന്നു. എന്തായി, കണ്ടോ? ഇല്ല സർ. തന്നെയൊക്കെ ഒരാളെ നോക്കാൻ നിങ്ങൾക്ക് 3 ആൾക്കും പറ്റിയില്ലെന്ന് പറയുന്നത് തന്നെ. ഇനി കിട്ടാൻ പോകുന്നത് അനൂപിന്റെ ശവമായിരിക്കും. നിങ്ങൾക്കെന്താ, മേലുദ്യോഗസ്ഥരോട് സമാധാനം പറയേണ്ടത് ഞാനല്ലേ? സോറി സർ. തൻ്റെ ഒരു സോറി. പ്രവീൺ, എത്രയും വേഗം അനൂപിന്റെ കോൾ ഡീറ്റെയിൽസ് എടുക്കണം. ഇപ്പോൾ ഏത് ടവർ ലൊക്കേഷനാണെന്നും ലാസ്റ്റ് വന്ന കോൾ ആരുടേതാണെന്നും എത്രയും വേഗം. സർ. പ്രവീൺ സൈബർ സെല്ലിൽ വിളിച്ച് ഡീറ്റെയിൽസ് എടുക്കുന്നു. സാർ, ഇവിടെ നിന്നും ഒരു 200 മീറ്റർ അപ്പുറം വെച്ച് അനൂപിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. പിന്നെ ഫോണിൽ അവസാനം വന്ന കോൾ രൂപയുടെ ഫോണിൽ നിന്നാണ്. ഈ ചുറ്റുവട്ടത്തിൽ വെച്ച് തന്നെ അനൂപ് മിസ്സായെങ്കിൽ കില്ലർ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു, നമ്മുടെ നീക്കങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട്. അതെ സർ. പ്രവീൺ, ഇവിടെ അടുത്തുള്ള വീടുകളിൽ എവിടെയൊക്കെ CCTV ഉണ്ടോ അതിന്റെ വിഷ്വൽസ് എടുക്ക്. അതിൽ നിന്ന് എന്തെങ്കിലും ഗ്ലൂ കിട്ടാതിരിക്കില്ല. സർ. എടോ, ഇവിടെ അടുത്ത് CCTV ഉണ്ടെങ്കിൽ വേഗം വിഷ്വൽസ് എടുക്ക്. അനൂപിനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ 3 ആൾക്കും സസ്പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കാം. അതിന് ഞങ്ങൾ എന്ത് ചെയ്തു സർ? ഓ, അതിനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നോട് കെഞ്ചിയിട്ടൊന്നും ഒരു കാര്യമില്ല. ACPയുടെ മനസ്സ് പോലെ ഇരിക്കും കാര്യങ്ങൾ. പ്രവീൺ അടുത്തുള്ള വീടുകളിൽ നിന്നും ശേഖരിച്ച CCTV വിഷ്വൽസുമായി വരുന്നു. സർ, ഇവിടെയുള്ള 2 വീടുകളിൽ മാത്രമേ ആളുണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നും കിട്ടിയ CCTV വിഷ്വൽസിൽ അനൂപ് വീട്ടിൽ പുറത്തേക്ക് ഓടുന്നതും ഒരു ഒമ്നി വാനിൽ കയറുന്നതും കാണാമായിരുന്നു. മറ്റൊരു വിഷ്വൽസിൽ ആ ഒമ്നി വാൻ മാസ്ക് വെച്ചൊരു പയ്യൻ ഓടിക്കുന്നു. ആ പയ്യനോടൊപ്പം മുന്നിൽ ഒരു സ്ത്രീ കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ മുഖം ഒന്ന് സൂം ചെയ്തേ. സ്ത്രീ മാസ്ക് വെച്ചിട്ടില്ലായിരുന്നു. സാർ, ഇത് രൂപയല്ലേ? യെസ്. ഈ പയ്യൻ തന്നെയാക്കണം അരുണിന്റെ വീട്ടിൽ പാഴ്സൽ കൊണ്ടുവന്നതും.
ഏകദേശം അതുപോലെ തന്നെയുണ്ട്. പ്രവീൺ, മറ്റെവിടെയെങ്കിലും CCTV ഉണ്ടെങ്കിൽ അതിന്റെ വിഷ്വൽസ് ഒന്നുകൂടി എടുക്ക്. സർ. കുറച്ച് ദൂരെ മാറി ഒരു ഷോപ്പിൽ നിന്നും കിട്ടിയ CCTV വിഷ്വൽസ് പ്രവീൺ ACP കാണിക്കുന്നു. ആ ഒമ്നി വാൻ കുറച്ചപ്പുറത്ത് ഉപേക്ഷിച്ചു. പകരം അവർ ഒരു ആംബുലൻസിൽ കയറി പോകുന്നു. വഴിയിൽ ഉപേക്ഷിച്ച ഒമ്നി വാൻ പ്രവീണും സംഘവും പരിശോധിക്കുന്നു. സർ, അവർ അനൂപിനെ ആംബുലൻസിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. ആംബുലൻസ് ആവുമ്പോൾ പോലീസ് സെർച്ച് ചെയ്യില്ലല്ലോ. സർ, ആ കണ്ടത് രൂപയാണെങ്കിൽ അപ്പോ അവളും അവരുടെ ആളാണോ? ഒന്നും പിടികിട്ടുന്നില്ലല്ലോ സർ. പ്രവീൺ, ആ ആംബുലൻസിന്റെ ഡീറ്റെയിൽസ് എടുത്തേ. സർ. സർ, രാഹുൽ എന്ന ആളുടെ പേരിലാണ് RC. അവരുടെ ഡീറ്റെയിൽസ് എടുത്ത് വേഗം പ്രവീൺ കോൺടാക്ട് ചെയ്യുന്നു. ഹലോ, രാഹുൽ അല്ലേ? ആ, അതെ. ഓക്കെ. സർ, അയാൾ ട്രിവാൻഡ്രത്തുള്ള ആളാണ്. ആംബുലൻസ് ഡ്രൈവറാണ്. സ്വന്തം ആംബുലൻസ് ഉണ്ട്. കില്ലർ ഉപയോഗിച്ച അതേ നമ്പറിലുള്ള വാഹനം അതിപ്പോഴും അയാളുടെ കയ്യിലുണ്ട്. രാഹുൽ പറഞ്ഞത് സത്യമാണോ എന്ന് ഞാൻ അവിടുത്തെ സ്റ്റേഷനിൽ SI വിളിച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഫേക്കാണ്. അതെ സർ. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ACP ഓഫീസ്. പ്രവീൺ അവിടേക്ക് വരുന്നു. ACP എന്തൊക്കെയോ ആലോചിച്ച് തലമുണ്ണാക്കിയിരിക്കുകയായിരുന്നു. സർ. എന്തായി പ്രവീൺ? ആംബുലൻസ് ട്രാക്ക് ചെയ്യാൻ സാധിച്ചില്ല സർ. സർ, നെക്സ്റ്റ്. ഒരു പിടിയില്ലടോ. കൊലയാളിയെപ്പറ്റി ആകെ കയ്യിലുള്ള തെളിവ് ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളാണെന്നതാണ്. അയാൾക്ക് സഹായ ഒരു പയ്യൻ. ആ പയ്യനെ കിട്ടിയിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായേനെ. ഓരോ കൊലപാതകവും വളരെ പെർഫെക്റ്റായി, ഒരു തെളിവ് പോലും വയ്ക്കാതെ. ആകെ അറിയാവുന്നത് ജോൺ എന്ന പേരും കാലിന് സുഖമില്ലാത്ത ആളും. അനൂപുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് കിട്ടുമായിരുന്നു. എന്നാലും ജീവന് ഭീഷണിയുണ്ടെന്നറിഞ്ഞിട്ടും എന്തിനാവും അയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? രൂപയെ വെച്ചവർ അനൂപിനെ ട്രാപ്പ് ചെയ്താണ് പ്രവീൺ. പ്രവീൺ, ഞാൻ പറഞ്ഞിരുന്ന പോലെ ജോണിന്റെ ഡീറ്റെയിൽസ് എടുത്തായിരുന്നോ? എടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് സർ. അത് നാളെ കിട്ടും. നാളെ നമുക്ക് ആ കോളേജ് വരെ ഒന്ന് പോകണം. സർ. നാളെ മുതൽ നമ്മുടെ ടീമിലേക്ക് കുമാറിന് പകരം വേറൊരാളായിരിക്കും. അഞ്ജന ശ്രീകുമാർ. അടുത്ത ദിവസം ACPയും സംഘവും കോളേജിലേക്ക് പുറപ്പെടുന്നു. ഒരു ചർച്ചിനടുത്ത് ACPയുടെ വാഹനം നിർത്തി. അവരുടെ ടീമിലെ പുതിയ ആളായ അഞ്ജനയെ പോകുന്ന വഴിയിൽ വെച്ച് കൂടെ കൂട്ടുന്നതിന് വേണ്ടിയായിരുന്നു അത്. അഞ്ജനയുടെ മകളും കൂടെയുണ്ടായിരുന്നു. അവർ പ്രാർത്ഥന കഴിഞ്ഞ് പള്ളിയിൽ നിന്നും പുറത്തേക്ക് വരുന്നു. പ്രവീൺ, ഇതാണ് അഞ്ജന. എനിക്കറിയാം സർ. ഇതാരാ? ഇതെന്റെ മോളാണ്. എന്താ തന്റെ പേര്? കീർത്തന. ചേച്ചിയുടെ ഏർലി മാരേജ് ആയിരുന്നു. അവർ സംസാരിക്കുന്നതിനിടയിൽ ACPയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. അദ്ദേഹം അത് അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നു. അതേസമയം അഞ്ജനയുടെ മകൾ പള്ളിയുടെ മുന്നിൽ വെച്ചേക്കുന്ന രൂപക്കൂട്ടിൽ മെഴുകുതിരി കത്തിക്കുകയായിരുന്നു. ആ കുട്ടി മെഴുകുതിരി കത്തിച്ചതിന് ശേഷം അതിനുവേണ്ടി ഉപയോഗിച്ച തീപ്പെട്ടിക്കൊള്ളികൾ ആ കൂട്ടിലേക്ക് തന്നെ തിരികെ വയ്ക്കുന്നു. ACP മൊബൈൽ സംസാരിച്ചുകൊണ്ട് അത് ശ്രദ്ധിക്കുന്നു. ഫോൺ കട്ട് ചെയ്ത് വന്നതിന് ശേഷം ACP അതേപ്പറ്റി ആ കുട്ടിയോട് ചോദിച്ചു. മോളതിനാ ഉപയോഗിച്ച കൊള്ളികൾ അത് അതിനുള്ളിൽ തന്നെ തിരികെ വെച്ചത്? ഓ, അതോ. അതെന്റെ ഫ്രണ്ടിന്റെ ഫിലോസഫി കേട്ട് കേട്ട് ശീലായിപ്പോയി. അവനിങ്ങനെയാ. ഉപയോഗം കഴിയുന്നതൊന്നും കളയാറില്ല. ബുക്സ്, പെൻ, അങ്ങനെയൊന്നും തന്നെ കളയാറില്ല. അവൻ പറയുന്നത് നമ്മുടെ ആവശ്യം കഴിഞ്ഞെന്ന് കരുതി ഒന്നിനെയും വലിച്ചെറിയരുതെന്നാണ്. ചെക്കനെ ആക്രിക്കടയുടെ കഞ്ഞുകൂടി മുട്ടിക്കോ? പ്രവീൺ തമാശ രൂപേണ പറഞ്ഞു വയ്ക്കുന്നു. എന്താ തന്റെ ഫ്രണ്ടിന്റെ പേര്? ക്രിസ്റ്റി. അപ്പോഴേക്കും ആ കുട്ടിക്ക് പോകാനുള്ള ബസ് വരുന്നു. ആ കുട്ടി അവരോട് യാത്ര പറഞ്ഞു പോയി. ACP അന്നേരം എന്തോ ആലോചിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. സാർ, പോകണ്ടേ? ആ. അവർ വണ്ടിയിൽ കയറി യാത്ര തുടർന്നു. ചേച്ചിയുടെ മകൾ ഏത് കോളേജിലാണ് പഠിക്കുന്നേ? CSS കോളേജ്. എൻ്റെ അമ്മ ഒടുക്കത്തെ ഡൊണേഷനാണ്. എങ്ങനെ വാങ്ങി സീറ്റ്? എനിക്ക് ഇവിടുത്തെ അച്ഛൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. അഞ്ജന. ആ സർ. താൻ തൻ്റെ മകളുടെ ഫ്രണ്ട് ആ ക്രിസ്റ്റി എന്ന പയ്യനെ കണ്ടിട്ടുണ്ടോ? ഉവ് സർ, 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒരു പാവം പയ്യനാ. അച്ഛനമ്മയൊന്നുമില്ല. ഓർഫണേജിൽ വളർന്ന കുട്ടിയാണ്. അപ്പോൾ പിന്നെ അവൻ്റെ ഡൊണേഷനും കാര്യങ്ങളൊക്കെ? അവരുടെ തന്നെ കോളേജല്ലേ സർ? ഏയ്, ആ കുട്ടിക്ക് സ്പോൺസറുണ്ട്. ഒരിക്കൽ സംസാരിച്ച കൂട്ടത്തിൽ ആ കുട്ടി പറഞ്ഞതാ. എന്താ സർ ചോദിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. സഹപ്രവർത്തകരോട് അങ്ങനെ പറഞ്ഞെങ്കിലും ACP മനസ്സിൽ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ടായിരുന്നു. ക്രിസ്റ്റി. ACPയും സംഘവും മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നു. സർ, ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 20 വർഷത്തോളമായി. സാർ, ഈ പറഞ്ഞ കുട്ടികളെ എനിക്കറിയാം. ആ സമയത്ത് ചില കുരുത്തക്കേടുകളൊക്കെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വലിയ ഇൻസിഡൻ്റ് ഒന്നും എൻ്റെ അറിവിലുണ്ടായിട്ടില്ല. ACP അവിടെയുള്ള കുറച്ചു പേരോടൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും അവർക്ക് വേണ്ട ഡീറ്റെയിൽസ് അവിടെ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ACPയും സംഘവും അവിടെ നിന്നും തിരികെ പോന്നു. ACP ഓഫീസ്.
സർ, ജോൺ എന്ന പേരിൽ ആ സമയത്ത് മൊത്തം 20ഓളം പേരുണ്ടായിരുന്നു. ഇതാണ് അവരുടെ ഡീറ്റെയിൽസ്. ഇതിൽ പലരും ഇപ്പോൾ ഈ അഡ്രസ്സിൽ ഉണ്ടാകണമെന്നില്ല. പ്രവീൺ ഒരു കാര്യം ചെയ്, 2 ടീമായി പിരിഞ്ഞ് ഇവർ ഓരോരുത്തരും ഇപ്പോൾ എവിടെയാണെന്നുള്ള ഡീറ്റെയിൽസ് എടുക്കുക. സർ. അടുത്ത ദിവസം ACP ഫൈസൽ അഞ്ജനയുടെ മകൾ പഠിക്കുന്ന കോളേജിലേക്ക് വന്ന് പ്രിൻസിപ്പളിനെ കാണുന്നു. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. സർ, എൻ്റെ പേര് ഫൈസൽ, ACP ആണ്. പറയൂ സർ. എനിക്കിവിടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസ് വേണമായിരുന്നു. അയ്യോ സർ, സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നത് ഒരു കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാ. ബുദ്ധിമുട്ടില്ലെങ്കിൽ സാറിന് ഏത് കുട്ടിയുടെ ഡീറ്റെയിൽസാണ് വേണ്ടേ? ഫസ്റ്റ് ഇയർ BTech സ്റ്റുഡൻറ് ക്രിസ്റ്റഫർ. അദ്ദേഹം ഡീറ്റെയിൽസ് കമ്പ്യൂട്ടറിൽ നോക്കുന്നു. ആൾ ഓഫണാണ് സർ. ഞങ്ങളുടെ തന്നെ ഓഫനേജിലാണ് പയ്യൻ വളർന്നതൊക്കെ. ഈ കുട്ടി ആരാ സ്പോൺസർ ചെയ്യുന്നേ? ഒരു മത്തായി, കുന്നിൽ മത്തായി. ഈ മത്തായിയുടെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്തേ. അദ്ദേഹം ഡീറ്റെയിൽസ് എടുത്ത് കൊടുക്കുന്നു. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഒരു ഡൗട്ട്, അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സാർ, ഇതിൻ്റെ പേരിൽ ആ കുട്ടിയോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. ഒരു ചെറിയ സംശയം, അതൊന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ്. തൽക്കാലം ഈ വിവരങ്ങളൊന്നും കുട്ടി അറിയണ്ട. ഓക്കെ സാർ. ACP പ്രിൻസിപ്പലിനോട് താങ്ക്സ് പറഞ്ഞിറങ്ങുന്നു. കോളേജിൽ നിന്നും ഇറങ്ങിയ ACP നേരെ മത്തായിയുടെ വീട്ടിലേക്ക് ചെന്നു. ചെറിയൊരു ഓടുമേഞ്ഞ വീട്, പുറത്തൊരു തൊഴുത്തിൽ 4 പശുക്കൾ. ആ പശുക്കളാണ് അദ്ദേഹത്തിന്റെ ജീവിതമാർഗമെന്ന് കണ്ടാലറിയാം. മുറ്റത്ത് കോഴിയും താറാവുകളും നിൽപ്പുണ്ട്. ACP ആ ചുറ്റുപാടുമൊക്കെ ഒന്ന് വീക്ഷിക്കുന്നു. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. ACPയെ കണ്ട് ഒരു മധ്യവയസ്കൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നു. ആരാ? ആ ചോദ്യം കേട്ട് ACP തിരിഞ്ഞു നോക്കി. മുഖത്തെ കൂളിംഗ് ഗ്ലാസ് ഊരി. മത്തായി, താനാരാ? എൻ്റെ പേര് ഫൈസൽ, ഞാൻ പോലീസാ. അയ്യോ സാറേ, എൻ്റെ മോൻ്റെ കേസാണെങ്കിൽ ഞങ്ങൾ ആ പയ്യൻ്റെ വീട്ടുകാരുമായി സംസാരിച്ച് ഒത്തുതീർപ്പാക്കി സാറേ. ഇനി ഇതിൻ്റെ പേരിൽ കേസിനും കൂട്ടത്തിനൊന്നും പോകാൻ വയ്യ സാറേ. മോൻ്റെ കേസോ? അപ്പോൾ സാർ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതല്ലേ? അല്ല, തൻ്റെ മോൻ്റെ കേസ് എന്താ? അതൊന്നുമില്ല സാറേ, ഈ സ്കൂൾ പിള്ളേരുകൾ തമ്മിൽ വഴിയിൽ കിടന്ന് തല്ലുണ്ടാക്കിയതാ. തൻ്റെ മോനെന്തിനാ പഠിക്കുന്നേ? അവൻ +2 സാറേ. ഒരു മകള് കൂടിയുണ്ട്, അവള് 10ാം ക്ലാസ്സിലാണ്. മത്തായിക്ക് എന്താ ജോലി? കൃഷിയാ സാറേ, പിന്നെ ലോഡടിക്കാനും പോകും. കൃഷിന്നൊക്കെ നല്ല വരുമാനം കിട്ടാറുണ്ടോ? ഓ, എന്ത് കിട്ടാനാ സാറേ, അങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോകുന്നു. മത്തായിക്ക് 2 ഭാര്യമാരുണ്ടോ? അയ്യോ ഇല്ല സാറേ, ഞാൻ ഒന്നേ കേട്ടിട്ടുള്ളൂ. പിന്നെ ചിന്ന വീട് സെറ്റപ്പ് ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല സാറേ, ഒരു കുടുംബം തന്നെ നോക്കാൻ നെട്ടോട്ടോടുക. സാറെന്താ അങ്ങനെ ചോദിച്ചേ? മത്തായിക്ക് ക്രിസ്റ്റഫർ എന്ന പയ്യനെ അറിയോ? CSS എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന. അത് കേട്ട് മത്തായി മൗനമായി നിൽക്കുന്നു. എന്താ, മത്തായിക്ക് ഉത്തരവില്ലേ? തൻ്റെ മകനല്ലെങ്കിൽ പിന്നെ ഇത്രയും കഷ്ടപ്പാടിനിടയിലും ഇത്രയും ഡൊണേഷനൊക്കെ കൊടുത്ത് ആ കോളേജിൽ പഠിപ്പിക്കുന്നത് എന്തിനാ? പറ മത്തായി. സാറേ, അതെൻ്റെ പരിചയത്തിലുള്ള ഒരാൾ പറഞ്ഞിട്ടാണ്. സ്പോൺസറായി നിന്നാൽ കുറച്ച് ക്യാഷ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സമ്മതിച്ചേ. അതാരാ? അത് വർക്കിച്ചൻ. അവന് വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല സാറേ, വേറെ ആർക്കു വേണ്ടിയിട്ടാണ്. അവനൊരു എത്തിയാ സാറേ, ആർക്കും അറിഞ്ഞ 5 പൈസ കൊടുക്കത്തില്ല. അങ്ങനെയുള്ള അവൻ എനിക്ക് ക്യാഷ് തന്ന് ചെയ്യിക്കണമെങ്കിൽ അവന് നല്ല ലാഭം അതിൽ കിട്ടിയിട്ടുണ്ടാവണം. ഇയാളുടെ കയ്യിൽ വർക്കിച്ചൻ എന്ന ആളുടെ നമ്പർ ഉണ്ടോ? ഉണ്ട് സർ. ACP വർക്കിച്ചൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. വർക്കിച്ചനല്ലേ? ആ അതെ, ഞാൻ കുറച്ചു മുമ്പേ വിളിച്ചിരുന്നു. ഓ, വരൂ സർ. താനാണോ ക്രിസ്റ്റഫർ എന്ന പയ്യൻ്റെ സ്പോൺസർ? ആ അതെ സർ. എത്രയാ മാസം കൊടുക്കുന്നത്? ഒരു 20-25. വിശ്വസിക്കാൻ പാടാണല്ലോടോ. ഈ പണമൊക്കെ വെച്ച് കൂട്ടിയിട്ട് എന്തിനാ സാറേ? ഉപകരിക്കുന്നവർക്കെങ്കിലും ഉപകരിച്ചോട്ടെ. നക്കി, എച്ചി, എരപ്പ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ, അങ്ങനെ ഒരുപാട് ഗുണഗണങ്ങൾ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ തന്നെപ്പറ്റി അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയുള്ള താൻ മാസം 25,000 രൂപ കൊടുത്ത ഒരു പയ്യനെ സ്പോൺസർ ചെയ്യുന്നത് എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടാണല്ലോ വർക്കിച്ച. എൻ്റെ സാറേ, നാട്ടുകാർ തെണ്ടികൾ അങ്ങനെ പലതും പറയും. ഞാൻ മറ്റുള്ളവർ അറിയാതെ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതൊന്നും അവരെ അറിയിക്കേണ്ട ആവശ്യം എനിക്കില്ല. ആ, അത് ശരിയാ. പക്ഷേ ഞങ്ങൾ ഈ പോലീസുകാർക്ക് വാമൊഴി വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. എല്ലാത്തിനും എവിഡൻസ് വേണം. എന്നാ പിന്നെ ഇനിയൊന്ന് വിശ്വസിപ്പിക്കാനായിട്ട് വർക്കിച്ചൻ കോളേജ് അക്കൗണ്ടിലേക്ക് ക്യാഷ് അടച്ച റെസീറ്റോ അക്കൗണ്ട് ഡീറ്റെയിൽസോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കേ. അത് 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 ഞാൻ ആ കുട്ടിക്ക് നേരിട്ടാണ് ക്യാഷ് കൊണ്ടുപോയി കൊടുക്കാറ്. ഓക്കെ, എന്നാ പിന്നെ ആ പയ്യനെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം, എന്നിട്ട് നേരിട്ട് ചോദിക്കാം. എന്താ? അത് പിന്നെ സാർ, താനെന്താ കരുതി ഇല്ലാത്ത സമയവും മെനക്കെടുത്തി ഇങ്ങോട്ടേക്ക് വന്നത് തൻ്റെ പുരാണം കേൾക്കാനല്ല. സത്യം പറയടോ, ആരാ ചെക്കൻ്റെ സ്പോൺസർ?
ഞാൻ പറയാം സാറേ, എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ്. ഏത് സുഹൃത്തിന്? എന്താ അയാളുടെ പേര്? രാമകൃഷ്ണൻ. ഒരു കുട്ടിക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നതിന് എന്തിനാടോ ഇത്രയും ഒളിയും മറയൊക്കെ? അതൊന്നും എനിക്കറിയില്ല സാറേ. കുറച്ച് ക്യാഷ് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് ഏറ്റു. എത്രയാ അതിനു വേണ്ടി തന്നേ? 1,00,000 തന്നു സാറേ. പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുവാണെങ്കിൽ എനിക്ക് കേടൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മത്തായിക്ക് 20,000 രൂപ കൊടുത്ത് അവനെ കൊണ്ട് ചെയ്യിച്ചത്. താൻ രാമചന്ദ്രനോട് ചോദിച്ചില്ലേ എന്തിനാ ഇത്രയും ക്യാഷ് കൊടുത്ത് ഇങ്ങനെ ചെയ്യുന്നതെന്ന്? ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് അവൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ടാണെന്നാണ്. അവൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയുടെ അവിഹിത സന്തതിക്ക് വേണ്ടിയാണെന്നും അത് പുറത്താരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുന്നതെന്നും പറഞ്ഞു. ഈ രാമചന്ദ്രന്റെ വീട് എവിടെയാ? സാർ, അവനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിലും അത് വേണ്ട. അതെന്താ? അവൻ മരിച്ചിട്ട് 1 മാസം കഴിഞ്ഞു. അറ്റാക്കായിരുന്നു. താൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാ? പിന്നെ ഞാൻ വരുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. ഞാൻ പറഞ്ഞത് സത്യമാണ് സാറേ. എന്നാ തനിക്ക് കൊള്ളാം. ACP അവിടെ നിന്നും രാമചന്ദ്രന്റെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴി മനസ്സിൽ പല കാര്യങ്ങളും ചിന്തിക്കുന്നു. ഇത്രയും അൺഒഫീഷ്യലായി ആ പയ്യനെ സ്പോൺസർ ചെയ്യേണ്ട ആവശ്യം എന്തായിരിക്കും? ഇനി ഞാൻ സംശയിച്ചതുപോലെ കില്ലറിന് ഈ പയ്യനുമായി എന്തെങ്കിലും ബന്ധം കാണൂ? അനൂപ് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അന്ന് ആ സംഭവം നടന്നിട്ട് 18 കൊല്ലായി. ഇനി ചിലപ്പോ ആ പെൺകുട്ടി ജന്മം നൽകിയ കുഞ്ഞാകുമോ ക്രിസ്റ്റഫർ? ACP ഫൈസൽ രാമചന്ദ്രന്റെ വീട്ടിലേക്ക് പോകുന്നു. കോളിംഗ് ബെൽ കേട്ട ഒരു ലേഡി വന്ന് വാതിൽ തുറന്നു. ആരാ? ഇത് രാമചന്ദ്രന്റെ വീടല്ലേ? അതെ, നിങ്ങളാരാ? ഞാൻ ACP ഫൈസൽ. കയറി വരൂ സർ. മോളെ, ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. നിങ്ങൾ? ഞാൻ അടുത്ത വീട്ടിലെയാ സാറേ. എന്താ സാർ? രാമചന്ദ്രൻ എൻ്റെ അച്ഛനാ. അച്ഛൻ മരണപ്പെട്ടിട്ട് ഇപ്പോൾ എത്ര നാളായി? അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. ഓ, ഞാനൊരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അച്ഛനെന്തായിരുന്നു ജോലി? അച്ഛന് ബിസിനസ്സാണ് സാർ. അച്ഛൻ്റെ കൂട്ടുകാരൊക്കെ എപ്പോഴും വീട്ടിൽ വരാറുണ്ടോ? ഉണ്ട് സാർ. അച്ഛനുള്ളപ്പോൾ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും വരാറില്ല. അച്ഛൻ്റെ സുഹൃത്തുക്കളിൽ ജോൺ എന്ന പേരുള്ള ആരെങ്കിലും ഇയാൾക്കറിയോ? അങ്ങനെ അധികം ആരെയും എനിക്കറിയില്ല സാർ. വർക്കിച്ചൻ അങ്കിളിനെ മാത്രമേ എനിക്ക് നന്നായി അറിയൂ. അമ്മയ്ക്ക് അറിയായിരിക്കും. അമ്മ അമ്മ അച്ഛൻ്റെ മരണത്തിൽ നിന്നും ഇതുവരെ റിക്കവർ ആയിട്ടില്ല. ഞാൻ വിളിക്കാം സാർ. രാമചന്ദ്രന്റെ വൈഫ് ACPയുടെ അടുത്തേക്ക് വരുന്നു. അമ്മേ, അമ്മയ്ക്ക് അച്ഛൻ്റെ സുഹൃത്തുക്കളിൽ ജോൺ എന്ന പേരുള്ള ആരെങ്കിലും അറിയോന്ന് സാറ് ചോദിക്കുന്നേ. പലരും വരും സാറേ. അവരുടെ ഒന്നും പേരൊന്നും ഞാൻ ചോദിക്കാറില്ല. ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുള്ള സംഭാഷണങ്ങൾ ഏതെങ്കിലും സുഹൃത്തുമായി നടത്തുന്നത് കാണുകയോ കേൾക്കുകയോ ചെയ്തിരുന്നോ? ഇല്ല സാർ. പിന്നീടേക്ക് പഴയൊരു കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് ഒരാൾ കാണാൻ വന്നിരുന്നു. ആളുടെ പേരൊന്നും എനിക്കറിയില്ല. പേര് ഞാൻ ചോദിച്ചിരുന്നു, പക്ഷെ പറഞ്ഞില്ല. എന്നാണ് വന്നതെന്ന് ഓർക്കുന്നുണ്ടോ? ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, താങ്ക് യു. അച്ഛൻ്റെ മൊബൈൽ നമ്പർ ഒന്ന് വേണമായിരുന്നു. സർ, എന്തെങ്കിലും പ്രശ്നം? നോ, ഞാൻ പറഞ്ഞല്ലോ, വേറൊരു കേസിൻ്റെ ആവശ്യത്തിനായിരുന്നു. അപ്പോൾ ശരി, ഞാൻ ഇറങ്ങുന്നു. ACP അവിടെ നിന്നും തിരികെ പോന്നു. ACP ഓഫീസ്. സർ, ജോൺ എന്ന പേരിലുള്ളവരുടെ ഡീറ്റെയിൽസ്. സർ, അതിലൊരാൾ മരണപ്പെട്ടു. ആക്സിഡൻ്റ് ആയിരുന്നു. കുറച്ചുപേർ പല ഹോസ്പിറ്റലിലായി വർക്ക് ചെയ്യുന്നു. 4-5 പേർ വിദേശത്താണ്. പ്രവീൺ ഡീറ്റെയിൽസ് അടങ്ങിയ ഫയൽ ACPയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അദ്ദേഹം അത് തുറന്ന് എല്ലാ കാര്യങ്ങളും നോക്കുന്നു. അതിനുശേഷം ACP ആ പയ്യൻ്റെ ഡീറ്റെയിൽസ് പ്രവീണിന് മുന്നിലേക്ക് വയ്ക്കുന്നു. പ്രവീൺ അതെടുത്ത് വായിച്ചു നോക്കുന്നു. സാർ, ഇത് ക്രിസ്റ്റഫർ. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? ACP ആ പയ്യനെക്കുറിച്ച് അന്വേഷിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. ഒരു കുട്ടിക്ക് സ്പോൺസർ ആകാൻ എന്തിനാണ് പ്രവീൺ ഇത്രയും ഇടനിലക്കാർ? ഒരു പക്ഷേ ആ പയ്യൻ അന്ന് പീഡനത്തിനിരയായ അപർണ എന്ന പെൺകുട്ടിയുടെ മകനാണെങ്കിലോ? അതാണ് എൻ്റെ സംശയം. അങ്ങനെ വരാൻ സാധ്യതയില്ല സർ. അന്നത്തെ സംഭവത്തിന് ശേഷം ആ കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നെങ്കിൽ ആ വിവരം അവരുടെ അടുത്തുള്ള വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ അറിയാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ പ്രവീൺ അന്ന് അന്വേഷിച്ചപ്പോൾ അപ്പോൾ തന്നെ ആ വിവരം നമുക്കറിയാൻ കഴിയുമായിരുന്നു. പിന്നെ അവരാരും അറിയാതെ 9 മാസമൊക്കെ അതും ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ മറച്ചു വയ്ക്കാൻ ചാൻസ് ഇല്ല സർ. അഞ്ജന പറഞ്ഞു നിർത്തി. അപ്പോൾ അഞ്ജന പറയുന്നത് അങ്ങനെ അല്ലെന്നാണോ? പ്രഗ്നൻസി ഒരിക്കലും ഒളിച്ചു വെക്കാൻ സാധിക്കുന്ന ഒന്നല്ലല്ലോ സർ. പ്രത്യേകിച്ച് അവർ ആ നാട്ടിൽ തന്നെ താമസിച്ച നിലയ്ക്ക്. സാറിനെന്താ ആ പയ്യൻ്റെ മേൽ സംശയം തോന്നാൻ കാരണം? അരുണിൻ്റെ ബോഡി കിട്ടിയ ടൈം അവിടെ നിന്നും കിട്ടിയ എവിഡൻസുകളുടെ കൂട്ടത്തിൽ നിന്നും ഒരു മാച്ച് ബോക്സ് കിട്ടിയിരുന്നു. വെറുതെ ഒന്ന് തുറന്നു നോക്കിയപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. ഉപയോഗിച്ചത്, അതായത് കത്തിക്കാൻ ഉപയോഗിച്ചതിൻ്റെ ബാക്കി കുറ്റികളായിരുന്നു അതിനുള്ളിൽ കൂടുതലുണ്ടായിരുന്നത്. അത് കണ്ടിട്ട് അന്ന് എനിക്ക് മനസ്സിൽ കില്ലർ ഒരു സൈക്കോ ആണെന്ന് തോന്നിയിരുന്നു.
പിന്നെ അന്ന് പള്ളിയിൽ വെച്ച് അഞ്ജനയുടെ മകൾ മെഴുകുതിരി കത്തിച്ചതിന് ശേഷം ഉപയോഗിച്ച കുറ്റികൾ അതിലേക്ക് തിരികെ വെക്കുന്നത് കണ്ടപ്പോൾ അവർ സംസാരിക്കുന്നതിനിടയ്ക്ക് ACPയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. എക്സ്ക്യൂസ് മീ. ആ പറയൂ സാം. സർ, ആ ചെക്കൻ ഒരു അഡ്വക്കേറ്റിന്റെ വീട്ടിൽ റെന്റിനാണ് താമസിക്കുന്നത്. കോളേജ് വിട്ട് വന്നതിന് ശേഷം രാത്രി ഒരു തട്ടുകടയിൽ ജോലി ചെയ്യുന്നുണ്ട്. രാത്രി 2 മണി വരെ അവിടെ ജോലി ചെയ്യും. അത് കഴിഞ്ഞ് തിരികെ വരും. ഓക്കെ സാം. കുറച്ച് ദിവസം സാം ആ പയ്യന്റെ പിന്നാലെ ഒന്നും ഉണ്ടാവണം സർ. ക്രിസ്റ്റി ഒരു രാത്രി സഞ്ചാരിയാണ്. അതുകൊണ്ട് തന്നെ അവനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇരുട്ടിന്റെ മറവിലാണ് പലരും കുറ്റകൃത്യങ്ങൾ നടത്താനും മറയ്ക്കാനും ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം. അടുത്ത ദിവസം രാവിലെ ACPയുടെ ഫോണിലേക്ക് പ്രവീണിന്റെ കോൾ വന്നു. പറയൂ പ്രവീൺ. സർ, അനൂപിന്റെ ബോഡി കിട്ടിയിട്ടുണ്ട്. അനൂപിന്റെ മരണം നമ്മൾ എക്സ്പെക്ട് ചെയ്താണല്ലോ. അനൂപിന്റെ മാത്രമല്ല സർ, രൂപയുടേതുണ്ട്. ഓ ഷിറ്റ്. ബോഡി എവിടെ നിന്നാണ് കിട്ടിയത്? അവരുടെ വീട്ടിൽ നിന്നാണ് സർ. ഓക്കെ, ഞാനിപ്പോൾ പുറപ്പെടാം സർ. ACP അനൂപിന്റെ വീട്ടിലേക്ക് പുറപ്പെടുന്നു. അനൂപിന്റെ വീട്ടിൽ 2 ചാക്കിലായി കെട്ടിയ നിലയിലായിരുന്നു ബോഡി. സർ, ACP ബോഡി കിടന്നയിടം മൊത്തം നിരീക്ഷിക്കുന്നു. സർ, മറ്റെവിടെയോ വെച്ച് കൊന്ന് ചാക്കിൽ കെട്ടിയ ബോഡി ഇവിടേക്ക് കൊണ്ടുവന്ന് ഡംപ് ചെയ്താണ്. രാത്രി വണ്ടിയുടെ ഒച്ച കേട്ടിരുന്നതായി അവിടുത്തെ വീട്ടിലെ ആൾ മൊഴി നൽകിയിരുന്നു. ആ സമയം അയാൾ പുറത്തിറങ്ങി നോക്കിയിരുന്നോ? ഇല്ലെന്നാ പറഞ്ഞേ. പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്ന വീടായിരുന്നത് കൊണ്ട് അയാൾ കാര്യമാക്കിയില്ല. CCTV വിഷ്വൽസ് എടുത്തില്ലേ? എടുത്തു സർ. CCTVയിൽ ഒരു ഒമ്നി വാൻ വരുന്നതും 2 പേർ ചേർന്ന് ചാക്ക് അകത്തേക്ക് കൊണ്ടുപോകുന്നതും തിരികെ വണ്ടിയിൽ കയറി പോകുന്നതും കാണാം. സർ, ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി എടുക്കട്ടെ? ഓക്കെ. ACP സംഘവും ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. സർ, ഇതിൽ പുരുഷന്റെ ഡെഡ് ബോഡിയിൽ കാണാൻ സാധിച്ചത് മുൻ കൊലപാതകങ്ങൾ പോലെ അതേ പാറ്റേണിൽ തന്നെ. എന്നാൽ ആ ലേഡിയുടെ ബോഡിയിൽ ഒരുപാട് മുറിവുകളുണ്ട്. പിന്നെ അവരുടെ 2 കണ്ണുകളും ചൂഴ്ന്നെടുത്തിട്ടുണ്ട്. പിന്നെ കൈപ്പത്തിയും മിസ്സിംഗ് ആണ്. ഇതാണ് സർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അവർ അത് വാങ്ങി പുറത്തേക്ക് വരുന്നു. സർ, പിടിവീഴും എന്നൊരു ഭയം ഉള്ളിൽ കയറിക്കൂടിയത് കൊണ്ടാകണം കില്ലർ അയാളുടെ രീതികളൊക്കെ മാറ്റിയത്. പിന്നെ കൈപ്പത്തി മിസ്സിംഗ് ആയത് ഒരുപക്ഷെ അടുത്ത കൊലപാതകത്തിന്റെ മുന്നറിയിപ്പാകാം, അല്ലേ സർ? അതെ. എന്നാലും കില്ലറിന് രൂപയോട് ഇത്രയ്ക്ക് പക വരാൻ എന്താകും കാരണം? ഒരുപക്ഷെ കില്ലർക്ക് രൂപയുമായി പേഴ്സണലി എന്തെങ്കിലും റിവെഞ്ച് കാണും. സ്വന്തം ഭർത്താവിനെ ചതിച്ചവളല്ലേ? ACP ഫോണെടുത്ത് സാമിനെ വിളിക്കുന്നു. സാം, ക്രിസ്റ്റഫർ ജോലി ചെയ്യുന്ന കടയിലെ ഓണറെ എനിക്കൊന്ന് കാണണം. ഞാൻ അയാളെയും കൂട്ടി അങ്ങോട്ടേക്ക് വരാം സർ. അത് വേണ്ട, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം. സാം ലൊക്കേഷൻ ഷെയർ ചെയ്യും. ഓക്കെ സർ. പ്രവീൺ, വണ്ടിയെടുക്ക്. അല്പസമയത്തിനകം അവർ അവിടേക്ക് എത്തുന്നു. സാം വീടിന് പുറത്ത് തന്നെ ACPയെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. സാർ, ഇതാണ് ആള്. എന്താ തൻ്റെ പേര്? റോണി. റോണി എത്ര നാളായി തട്ടുകട നടത്തുന്നു? 3 കൊല്ലത്തോളായി സാറേ. ഈ ക്രിസ്റ്റി എന്ന പയ്യൻ നിങ്ങളുടെ കൂടെ കൂടിയിട്ട് എത്ര നാളായി? ഒരു 4 മാസമാകും സാർ. ഒരു ദിവസം രാത്രി കടയിലേക്ക് വന്നു, ഫുഡ് കഴിച്ചു. പിറ്റേ ദിവസം എൻ്റെ വീട് കണ്ടുപിടിച്ച് ഇവിടേക്ക് വന്നു. ഒരു ജോലി തരുമോ എന്ന് ചോദിച്ചു. ഞാൻ ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെയാണ് ആ ചെക്കൻ അനാഥനാണെന്ന് അറിയുന്നത്. പഠിക്കാൻ കാശില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടെ കൂട്ടി. ആളെല്ലാ ദിവസവും വരാറുണ്ടോ? ഓ, വരാറുണ്ട് സാറേ. എത്ര മണി വരെയാ ടൈം? വൈകുന്നേരം ഒരു 5 മണിക്ക് കയറിയാ രാത്രി 2 മണി വരെയൊക്കെ കാണും. ഈ ഇടയ്ക്ക് എന്തെങ്കിലും ക്രിസ്റ്റി ലീവ് എടുത്തിരുന്നോ? ഇല്ല സാർ, ലീവായിട്ട് എടുത്തില്ല. പതിവില്ലാതെ കുറച്ച് ദിവസം നേരത്തെ പോയി. എത്ര മണിക്ക്? ഒരു 12 മണിയൊക്കെ കഴിഞ്ഞു. എന്തിനാണെന്ന് താൻ ചോദിച്ചില്ലേ? ഉവ്, എക്സാമിന് പഠിക്കാൻ വേണ്ടിയാണെന്നാണ് എന്നോട് പറഞ്ഞേ. അതൊക്കെ ഏതാ ദിവസമാണെന്നറിയോ? അത് ബുക്കിലുണ്ടാവും സാർ. അവന് ശമ്പളം ആഴ്ചയിലാണ്. നേരത്തെ പോകുന്ന ദിവസം പൈസ കുറയ്ക്കും. അതുകൊണ്ട് ഞാനത് എഴുതി വയ്ക്കാറുണ്ട്. ഓ ഗുഡ്. റോണി ബുക്ക് എടുത്തു കൊണ്ടുവന്ന് ആ ദിവസങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നു. ഇതാണ് സാർ ആ ദിവസങ്ങൾ. പ്രവീൺ ആ ബുക്ക് വാങ്ങി വായിക്കുന്നു. ഈ മാസം 4, 9, 11, 18, 25. ആദ്യത്തെ ബോഡി ടോണിയുടേത്. അതെന്നാണ് കിട്ടിയത്? ഈ മാസം 5-ന്. രമേശിൻ്റേത് 10. ബാക്കി ഡേറ്റുകളെല്ലാം അതുപോലെ സെയിം ആവുന്നുണ്ടോ? ഉണ്ട് സാർ. ഓരോ ബോഡിയും കിട്ടുന്നതിന് മുമ്പുള്ള ദിവസം ആ പയ്യൻ നേരത്തെ പോയിട്ടുണ്ട്. അതൊരു കോയിൻസിഡൻസ് ആണെന്ന് തോന്നുന്നില്ല. അപ്പോ അവനാവോ സാർ നമ്മൾ അന്വേഷിക്കുന്ന കൊലയാളി? സാം, ആ പയ്യൻ എവിടെയാ താമസിക്കുന്നേ? ഇവിടെ അടുത്താണ് സാർ. ACP സംഘവും അവിടേക്ക് പുറപ്പെടുന്നു. ACPയുടെ വാഹനം ഒരു ഇരുനില കെട്ടിടത്തിന് മുന്നിൽ ചെന്ന് നിൽക്കുന്നു. വീടിന് പുറത്ത് അഡ്വക്കേറ്റ് ടോണി ഫിലിപ്പ് എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഗേറ്റ് തുറന്നു കിടന്നതിനാൽ ACPയുടെ വാഹനം വീട്ടിലേക്ക് ചെല്ലുന്നു. പ്രവീൺ പുറത്തെ കോളിംഗ് ബെൽ സ്വിച്ച് അമർത്തി. ബെല്ല് കേട്ട് അകത്ത് നിന്നും ഒരു ലേഡി പുറത്തേക്ക് വരുന്നു. പുറത്ത് യൂണിഫോമിൽ നിൽക്കുന്ന പോലീസുകാരെ കണ്ട്, എന്താ സാർ, നിങ്ങളാണോ ഈ വീടിൻ്റെ ഓണർ? ആ അതെ.
നിങ്ങളുടെ വീടിന്റെ മുകളിലെ പോർഷൻ റെന്റിന് കൊടുത്തേക്കുവാണോ? ഉവ് സർ, ഒരു പയ്യൻ താമസിക്കുന്നുണ്ട്. അതിന് സ്പെയർ കീ ഉണ്ടോ? ഉണ്ട് സർ. ആ, അതൊന്ന് എടുത്തേ. സാർ, അത് അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ ആ സ്ത്രീയുടെ ഹസ്ബൻഡ് അഡ്വക്കേറ്റ് ടോണി ഫിലിപ്പ് അവിടേക്ക് വരുന്നു. എന്ത് സാർ, എന്താ പ്രശ്നം? നിങ്ങൾ? ഞാൻ ടോണി ഫിലിപ്പ്. ഇതെന്റെ വീടാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ മുകളിലെ പോർഷൻ ഒന്ന് സെർച്ച് ചെയ്യണമായിരുന്നു. അവിടെ ഒരു പയ്യൻ പേയിങ് ഗസ്റ്റായി താമസിക്കുകയാണ് സർ. ആ, അറിയാം. അതുകൊണ്ടാണ് സ്പെയർ കീ ചോദിച്ചത്. സെർച്ച് വാറണ്ട് ഉണ്ടോ? അതുണ്ടെങ്കിലേ നീ സമ്മതിക്കോളോ? അതാണല്ലോ സാർ അതിൻ്റെ ഒരു നിയമം. താൻ നിയമം പഠിപ്പിക്കാൻ ഇറങ്ങിയതാണോ? പ്രവീൺ, വേണ്ട. സി മിസ്റ്റർ ടോണി, നിങ്ങളുടെ വീടിന് മുകളിൽ താമസിക്കുന്ന പയ്യനെ ഞങ്ങളിപ്പോൾ അന്വേഷിക്കുന്ന കേസിൽ സംശയിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ സെർച്ച്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തരുത്. നിങ്ങൾ കീ തന്നില്ലെങ്കിൽ ഞാൻ പൂട്ടടിച്ചു പൊട്ടിച്ച് അകത്തേക്ക് കയറും. ACPയുടെ വാക്കുകൾ കേട്ട് ടോണി സമ്മതിക്കുന്നു. അവർ വീട് തുറന്ന് പരിശോധിക്കുന്നു. ഒരുപാട് ഉപയോഗിച്ച സാധനങ്ങൾ അവിടെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉപയോഗിച്ച പേനകൾ, ബ്രഷ്, പഴയ ചെരുപ്പുകളൊക്കെ. എന്തു സഹിക്കാണ് സാറേ ഈ ചെക്കൻ. കളയേണ്ട സാധനങ്ങളൊക്കെ ഒരു വീട് റെന്റിനെടുത്ത് സൂക്ഷിക്കുന്നു. ACP അടുക്കളയിലിരുന്ന മാച്ച് ബോക്സ് തുറന്നു നോക്കുന്നു. അതിലുപയോഗിച്ച കൊള്ളികൾ അതേ തന്നെ വെച്ചേക്കുന്നത് കാണാമായിരുന്നു. സാർ, ദേ. പിന്നെ ഉപയോഗിക്കാത്ത മാസ്കും ഗ്ലൗസുകളും കണ്ടെത്തുന്നു. ഇനിയിപ്പോ ഉപയോഗിച്ച മാസ്കും ഗ്ലൗസും ഇവിടെ തന്നെ ഉണ്ടാകുമോ സാർ? വീട് സെർച്ച് ചെയ്തതിന് ശേഷം അവർ പുറത്തേക്ക് വരുന്നു. ഈ പയ്യനെ ആരാ ഇവിടെ കൊണ്ടുവന്നത്? ടോണിയോട് ചോദിച്ചു. ഒരു ബ്രോക്കറാണ് സാർ. അയാളെ വിളിക്ക്. ആദ്യം 2 പിള്ളേരുണ്ടായിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റേ പയ്യൻ പോയി. ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ. എത്രയാ റെന്റ്? 12,000. ഒരു പയ്യനോ? വേറെ പിള്ളേരെ ആ ബ്രോക്കർ കൊണ്ടുവന്നതാണ് സാർ. പക്ഷേ അവന് മറ്റാരെയും കൂടെ കൂട്ടാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ക്യാഷ് ഫുള്ള് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. അവനൊരു ഓഫറാണെന്ന വിവരം താങ്കൾക്കറിയായിരുന്നോ? കൂടെ ഉണ്ടായിരുന്ന പയ്യൻ പറഞ്ഞറിയാം. അല്ലാതെ ആ പയ്യൻ ആരോടൊന്നും അധികം സംസാരിക്കാറില്ല. അങ്ങനെയുള്ള കുട്ടി എങ്ങനെയാ ക്യാഷ് തരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചില്ലേ? ആ പയ്യൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ. പിന്നെ ആരോ സ്പോൺസർ ഉണ്ടെന്ന് പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന പയ്യന്റെ നമ്പർ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണാൻ വഴിയില്ല. ആ സമയം അവിടേക്ക് ബ്രോക്കർ വരുന്നു. എന്താ സാർ, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞേ? അത് സാർ പറഞ്ഞിട്ടാണ്. എന്താ സാർ? തനിക്കെങ്ങനെയാ ക്രിസ്റ്റിയെ പരിചയം? ഒരു പരിചയക്കാരൻ വഴിയാണ്. താൻ ആര് പറഞ്ഞിട്ടാണ് ക്രിസ്റ്റഫറിന് വീടെടുത്ത് കൊടുത്തത്? അത് രാമകൃഷ്ണൻ സാറിന്റെ കെയർ ഓഫ് ആണ്. ഏത്, 1 മാസം മുന്നേ മരണപ്പെട്ട? ആ, അതെ സാർ. കൂടെയുണ്ടായിരുന്ന പയ്യനോ? അവൻ എന്റെ പരിചയത്തിലുള്ള ഒരാളുടെ മകനാണ്. രണ്ടാളും ഒരേ കോളേജിൽ തന്നെയാണോ പഠിക്കുന്നത്? അതെ സാർ. എന്താ പയ്യന്റെ പേര്? ആഷിഖ്. ഓക്കെ, താൻ പോയിക്കോ. പ്രവീൺ, ആ ആഷിഖ് എന്ന പയ്യനെ ഒന്ന് വിളിപ്പിക്കേ. സാർ. ACP DGP വിളിച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. അല്പസമയത്തിന് ശേഷം ക്രിസ്റ്റഫർ കോളേജിൽ നിന്ന് വരുമ്പോൾ വീട്ടിൽ പോലീസ് നിൽക്കുന്നത് കണ്ട് ആള് ചെറുതായൊന്ന് പേടിക്കുന്നു. എന്നാൽ അത് ശ്രദ്ധിക്കാത്തതുപോലെ അവൻ കോണിപ്പടി കയറി മുകളിലേക്ക് പോകാൻ തുടങ്ങുന്നു. ക്രിസ്റ്റഫർ, വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് അവൻ തിരിഞ്ഞു നോക്കുന്നു. എന്ത് സാർ? ഒരു കാര്യം ചോദിക്കാനാണ്. ഒന്ന് വന്നേ. ക്രിസ്റ്റഫർ. ക്രിസ്റ്റീന്ന് വിളിക്കും. ആ, അതെ. ക്രിസ്റ്റി എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കുക സാർ. BTech. എന്താ സാർ, എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ക്രിസ്റ്റി ഒന്ന് ഞങ്ങൾക്കൊപ്പം സ്റ്റേഷൻ വരെ വരണം. എന്തിനാ സാർ? കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഇവിടെ വെച്ച് ചോദിച്ചോ സാർ? എവിടെ വെച്ച് ചോദിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. മര്യാദയ്ക്ക് വന്ന് വണ്ടി കയറടാ. പ്രവീൺ, എന്താടോ? ഞാൻ വരില്ല സാർ. ഞാൻ വരണമെങ്കിൽ അതിൻ്റെ കാരണം എനിക്കറിയാം. സാറിൻ്റെ അറസ്റ്റ് വാറണ്ടുണ്ടോ? എടോ, ഞങ്ങൾ തന്നെ അറസ്റ്റ് ചെയ്യാനൊന്നും വന്നതല്ല. കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. തനിക്കൊപ്പം ഉണ്ടായിരുന്ന പയ്യനില്ലേ, ആഷിഖ്, അവനെയും വിളിച്ചിട്ടുണ്ട്. വാ. ഇവിടെ വെച്ച് ചോദിച്ചോളൂ സാർ. ഫൈസലിന് ദേഷ്യം വരുന്നു. അത് ശരിയാവില്ല, താൻ വന്നേ. ഫൈസൽ ക്രിസ്റ്റിയെ പിടിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നു. ACPയുടെ ഓഫീസ്. ഇരിക്കെ. ക്രിസ്റ്റിയുടെ പാരൻസ് ഒക്കെ? എനിക്കങ്ങനെ ആരുമില്ല. ഞാനൊരു ഓഫനേജിൽ വളർന്നതും പഠിച്ചതൊക്കെ. അപ്പോൾ പഠിക്കാനുള്ള ചിലവൊക്കെ ആരാന്ന് നോക്കുന്നേ? എനിക്ക് സ്പോൺസറുണ്ട്. പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. ഒരാളുടെ സ്പോൺസർ ചെയ്യുന്നില്ലേ, പിന്നെ എന്തിനാണ് ജോലിക്ക് പോകുന്നേ? എനിക്ക് എൻ്റെതായ ചെലവുകളില്ലേ സാർ? ക്രിസ്റ്റിക്ക് തന്നെ സ്പോൺസർ ചെയ്യുന്ന ആളെ അറിയോ? ഇല്ല. അറിയാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ അതോ ശ്രമിച്ചിട്ടും കിട്ടാഞ്ഞിട്ടാണോ? ഞാൻ അറിയാൻ ശ്രമിച്ചിട്ടില്ല. ആ, ഓക്കെ. തൻ്റെ വീട് പരിശോധിച്ചപ്പോൾ ഒരുപാട് ഉപയോഗിച്ച സാധനങ്ങൾ കണ്ടല്ലോ. അതെന്താ, പഴയ സാധനങ്ങളോട് ക്രേസ് ആണോ? ക്രേസ് ഒന്നുമില്ല. ആവശ്യം കഴിഞ്ഞെന്ന് കരുതി ഉടനെ വലിച്ചെറിയണമെന്നുണ്ടോ? അങ്ങനെ ഓരോരുത്തരും വലിച്ചെറിഞ്ഞതാണല്ലോ ഞങ്ങളെ പോലുള്ളവർ. അവർക്ക് വലിച്ചെറിഞ്ഞാൽ മതി. അനുഭവിക്കുന്നവർക്കല്ലേ അതേക്കുറിച്ച് അറിയൂ. തൻ്റെ റൂമിൽ ഒരുപാട് ഈ മാസ്കും ഗ്ലൗസും ഒക്കെ കണ്ടിരുന്നല്ലോ. കൊറോണയൊക്കെ കഴിഞ്ഞല്ലേ, ഇപ്പോഴിതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ?
അത് ഞാൻ ചായക്കടയിൽ നിൽക്കുന്നത് കൊണ്ട്. പിന്നെ 5 സ്റ്റാർ ഹോട്ടലല്ലേ? ഈ മാസം 4-5 ദിവസം നീ നേരത്തെ പോയെന്ന് കടക്കാരൻ പറഞ്ഞല്ലോ. അതെന്തിനായിരുന്നു? പഠിക്കാൻ പെൻഡിങ് ഉള്ളപ്പോഴും എക്സാം ടൈമിലൊക്കെ ഞാൻ നേരത്തെ പോകാറുണ്ട്. ACP ആ CCTV വിഷ്വൽസ് കാണിക്കുന്നു. ഇത് താനല്ലേ? അല്ല. നിനക്ക് ലൈസൻസ് ഇല്ലേ? ഉണ്ടെങ്കിൽ അത് ഞാനാകണോ സർ? നീ ആരോടാ? ഡാ. പ്രവീൺ ദേഷ്യപ്പെട്ട് തല്ലാനായി കൈപോക്കുന്നു. പ്രവീൺ. അല്ല സർ, കുറച്ചു നേരായി. ചെക്കനൊന്നും വിട്ട് പറയാത്തത് കൊണ്ട് ACP നിരാശയുടെ റൂമിന് പുറത്തേക്ക് ഇറങ്ങുന്നു. ചെക്കനൊന്നും വിട്ട് പറയുന്നില്ലല്ലോ സർ. അവൻ പഠിച്ച കള്ളനാണ്. അപ്പോഴേക്കും ക്രിസ്റ്റിയെ ജാമ്യത്തിലെടുക്കാൻ ഒരു വക്കീൽ ACP ഓഫീസിലേക്ക് വരുന്നു. സർ, ഞാൻ അഡ്വക്കേറ്റ് സുദർശനൻ. നിങ്ങൾ ക്രിസ്റ്റഫർ എന്നൊരു പയ്യനെ അതിക്രമിച്ച് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തിരുന്നില്ലേ? അവനെ ജാമ്യത്തിലെടുക്കാൻ വന്നതാ. എന്താ സർ അവൻ ചെയ്ത തെറ്റ്? സുദർശനോട് ആരായി ഈ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞത്? പയ്യനെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു വന്നു എന്നത് നേരാണ്. അത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞു. നിങ്ങൾക്ക് അവനെ കൂട്ടിക്കൊണ്ടു പോകാം. വക്കീൽ ആ പയ്യനെയും കൂട്ടി പോകുന്നു. സർ, ക്രിമിനൽ ലോയർ സുദർശൻ ഇവന് വേണ്ടി നിസ്സാര കാര്യത്തിന് വരണമെങ്കിൽ ചെക്കൻ വലിയ പുള്ളിയാണല്ലോ സാറേ. എന്റെ സംശയം ശരിയാണെങ്കിൽ അവന്റെ പിന്നിൽ ഒരാളുണ്ട്. അയാളാണ് നമ്മൾ അന്വേഷിക്കുന്ന ക്രിമിനൽ. മറഞ്ഞു നിൽക്കുന്നവനെ ഉടനെ തന്നെ ഞാൻ പുറത്തു കൊണ്ടുവരും. സാർ, ആ പയ്യൻ വന്നിട്ടുണ്ട്. ആഷിഖ്. ആ, വരാൻ പറയൂ. ആഷിഖല്ലേ? ഇരിക്കെ. ആഷിഖിനെ വിളിപ്പിച്ചത് എന്താണെന്നറിയോ? ഇല്ല സാർ. ആഷിഖ് കുറച്ചുനാൾ ഒരു അഡ്വക്കേറ്റിന്റെ വീട്ടിൽ പേയിങ് ഗസ്റ്റായി താമസിച്ചിരുന്നില്ലേ? ആ, ഉവ്വ് സർ. പിന്നെന്താ അവിടെ നിന്ന് മാറിയേ? അതവിടെ കംഫർട്ട് അല്ലാത്തതുകൊണ്ട്. അതിന്റെ റീസൺ എന്താണെന്നാ സാറ് ചോദിച്ചത്? അത് സാർ, കൂടെ ഉണ്ടായിരുന്ന റൂംമേറ്റുമായി ഒത്തുപോകാൻ പറ്റിയില്ല. അതെന്താ? അവൻ അച്ഛനും അമ്മയൊന്നുമില്ല. അവനെ ഒരു സ്പോൺസറാണ് പഠിപ്പിക്കുന്നത്. അത് പോരാഞ്ഞിട്ട് അവൻ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. ജോലി കഴിഞ്ഞ് വരുമ്പോൾ രാത്രി 2-3 മണിയൊക്കെ ആകാറുണ്ട്. അർദ്ധരാത്രിയൊക്കെ വരുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കണം. അത് പിന്നെ ഉറക്കത്തിന് ഡിസ്റ്റർബ് ആകാറുണ്ട്. പിന്നെ ഒന്നിച്ചൊരു ക്ലാസ്സിൽ പഠിക്കുന്നതാണെങ്കിലും ഞങ്ങൾ അത്ര ക്ലോസ് ഒന്നല്ല സർ. ആളുടെ പെരുമാറ്റം എങ്ങനെയാണ്? എപ്പോഴും ഒറ്റയ്ക്ക് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. ചില സമയത്ത് അവൻ്റെ ബിഹേവിയർ കാണുമ്പോൾ പേടിയാവും. ഒരു സൈക്കോയെ പോലെ തോന്നാറുണ്ട്. അതുകൊണ്ടൊക്കെയാ ഞാൻ അവിടെ നിന്ന് മാറി. ആള് കോളേജിൽ എങ്ങനെയാ? ക്ലാസ്സിൽ അവൻ അങ്ങനെയൊക്കെ തന്നെയാണ് സർ. ചെറിയ അടുപ്പൊക്കെ ഉള്ളത് 1-2 ഗേൾസിനോടാണ്. ശരി, ഇയാൾ പോയിക്കോ. താങ്ക് യു സർ. സാർ അവന് 2 പൊട്ടിച്ചിട്ട് ചോദിച്ചെങ്കിൽ മണിമണി പോലെ സത്യം പുറത്തു വന്നേ. അവനെതിരെ എവിഡൻസ് ഒന്നും ഇല്ലാതെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയില്ല പ്രവീൺ. കണ്ടില്ലേ അവന് വേണ്ടി വന്ന വക്കീലിനെ? ആദ്യം വേണ്ടത് തെളിവുകളാണ്. പ്രവീൺ, രാമകൃഷ്ണന്റെ ഫോൺ കോൾ ഡീറ്റെയിൽസ് എടുത്തായിരുന്നോ? ഉവ്വ് സർ. അതിൽ ജോൺ എന്ന പേരിലും ആരും തന്നെയില്ല. ഒരുപക്ഷെ സ്വന്തം പേരിലുള്ള സിമ്മിൽ നിന്നും ആകില്ല അയാൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇനി എന്താ സർ? ACP കുറച്ചു നേരം എന്തോ ചിന്തിക്കുന്നു. നമുക്ക് ഓഫനേജ് വരെ പോകണം. ഏത് ഓഫനേജിലേക്കാണ് സർ? ക്രിസ്റ്റഫർ വളർന്ന ഓഫനേജ്. ഓക്കെ സർ. അവർ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഇവരെ കണ്ട് പള്ളിയിലെ ഒരു പണിക്കാരൻ അവരുടെ അടുത്തേക്ക് വരുന്നു. എന്താ സർ? എനിക്കിവിടുത്തെ അച്ഛനെ ഒന്ന് കാണണം. വരൂ സർ. അച്ചോ, കുറച്ചു പേര് കാണാൻ വന്നിരിക്കുന്നു. ആരാ? പോലീസുകാരാണ് അച്ചോ. ആ, വരാൻ പറയൂ. ഇരിക്കെ. അച്ചോ, ഞാൻ ACP ഫൈസൽ. എന്താ സർ? ഞങ്ങളിപ്പോൾ അന്വേഷിക്കുന്ന ഒരു കേസിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. ഇവിടുത്തെ ഓഫനേജിൽ വളർന്ന ഒരു കുട്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വേണമായിരുന്നു. കുട്ടിയുടെ പേര്? പേര് ക്രിസ്റ്റഫർ. ക്രിസ്റ്റഫർ? ACP ഫോട്ടോ കാണിക്കുന്നു. ഇപ്പോൾ ബിടെക് പഠിക്കുന്നു. ആ, അറിയാം. അവനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. അവനെക്കുറിച്ച് കൂടുതലായൊന്നും എനിക്കറിയില്ല. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 5 കൊല്ലം ആയിട്ടുള്ളൂ. പിന്നെ ചിലപ്പോൾ വറീദിനെ അറിയായിരിക്കും. ആരാ ഈ വറീദ്? ഇവിടുത്തെ കപ്പ്യാരാണ്. 10-20 കൊല്ലമായിട്ട് ആളിവിടെയാണ്. വറീദേ. ആ, എന്താച്ചോ? ഇതൊന്നും നോക്കിയേ. ACP ക്രിസ്റ്റഫറിന്റെ ഫോട്ടോ കാണിക്കുന്നു. ഇത് ക്രിസ്റ്റഫർ അല്ലേ? ആ, അതെ. ഇവന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് വേണമായിരുന്നു. ഈ പയ്യനെ എങ്ങനെയാ ഇവിടെ വന്നത്? ഈ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ കൈക്കുഞ്ഞായിരുന്നു. പ്രസവിച്ച് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് ഓഫനേജിന്റെ ഇൻചാർജ് ഫിലോമിന സിസ്റ്റർ ആയിരുന്നു. കുഞ്ഞിനെ കൊണ്ടുവന്ന ആളാരാണെന്നറിയോ? ഒരു പയ്യനായിരുന്നു. അന്ന് അവന് ഒരു 25 വയസ്സ് പ്രായം കാണും. ആ പയ്യന്റെ പേര് ജോൺ എന്നായിരുന്നു. അതൊന്നും അറിയില്ല സാറേ. സിസ്റ്ററിനെ കണ്ട് നേരിട്ട് കുഞ്ഞിനെ ഏൽപ്പിച്ചു. അന്ന് ആ പയ്യൻ എന്താണ് സിസ്റ്ററിനോട് പറഞ്ഞതെന്ന് സിസ്റ്റർക്ക് മാത്രമേ അറിയൂ. ഈ ഫിലോമിന സിസ്റ്റർ ഇപ്പോൾ എവിടെയാണ്? സിസ്റ്റർ ഇപ്പോൾ കാഞ്ഞങ്ങാടാണ്. സിസ്റ്ററിന് ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പോയതാ. 2 ആഴ്ചക്കുള്ളിൽ വരും. ഓക്കെ.
വരുമ്പോൾ ഞങ്ങൾ വന്നിരുന്നു എന്ന് പറയണം. വന്നാലുടൻ ഞങ്ങൾ അറിയിക്കണം. അത്യാവശ്യമാണ്. ഓക്കെ സർ. പിന്നെ ആ പയ്യൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വേണമായിരുന്നു. വറീതേ അതൊന്ന് എടുത്തു കൊടുക്ക്. ശരി അച്ചോ. അവർ പയ്യൻ്റെ ഡീറ്റെയിൽസുമായി അവിടെ നിന്ന് തിരികെ പോന്നു. അപ്പോഴാണ് പ്രവീണിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ഹലോ. ഓക്കെ, വന്നാൽ മതി. ഞങ്ങളിപ്പോൾ എത്തും. സർ, ആ സുചിത്ര, കൊല്ലപ്പെട്ടവരുടെ ഫ്രണ്ട് നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ കാണണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അവരിപ്പോൾ ഓഫീസിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ACP ഓഫീസ്. സർ, ഞാൻ സുചിത്ര. വിളിച്ചിരുന്നു. വരൂ, ഇരിക്കെ. ഡൽഹിയിൽ നിന്ന് എപ്പോഴാണ് എത്തിയത്? വരുന്ന വഴിയാണ് സർ. സാറ് കാണണമെന്ന് പറഞ്ഞിരുന്നു. യെസ്, ഇന്ന് തന്നെ വരണമെന്നില്ലായിരുന്നു. അത് പിന്നെ സാർ, ഞങ്ങൾ നാളെ ദുബായിലേക്ക് പോവുക. കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് പോന്നേ. പെട്ടെന്നൊരു യാത്ര. കൂട്ടുകാരുടെ മരണവിവരം അറിഞ്ഞത് കൊണ്ടാണോ? ACPയുടെ ചോദ്യം കേട്ട് സുചിത്രയൊന്ന് പതറുന്നു. അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? അങ്ങനെയൊന്നുമില്ല. പക്ഷെ തൻ്റെ മുഖം അങ്ങനെയല്ലല്ലോ പറയുന്നേ. സുചിത്ര, നിങ്ങൾ ആരെങ്കിലും പേടിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളോട് പറയണം. എനിക്ക് നല്ല ഭയമുണ്ട് സർ. എന്താ, നിങ്ങൾക്ക് വല്ല അനോണിമസ് കോളും വന്നിരുന്നോ? അതൊന്നുമല്ല സർ. കൊല്ലപ്പെട്ടവർ 5 പേരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്തത് ഞാനാകുമോ എന്നൊരു പേടിയുണ്ട്. പിന്നെ രൂപയുടെ മരണം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല സർ. എന്നെയും അവർ എന്തെങ്കിലും ചെയ്യും. പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ പല കുരുത്തക്കേടുകളും ചെയ്തിരുന്നുവെന്ന് അനൂപ് പറഞ്ഞിരുന്നു. തനിക്കാരെങ്കിലും സംശയമുണ്ടോ? ഒരുപാട് വർഷമായില്ലേ സർ, അതൊക്കെ ഓർത്തിരിക്കാൻ പറ്റൂ. ഒരിക്കലും മൂന്നാർ വെച്ച് ഒരു സംഭവം നടന്നിരുന്നു. അതേക്കുറിച്ച് അനൂപ് പറഞ്ഞിരുന്നു. വേറെന്തെങ്കിലും ഇൻസിഡൻസ്? ഇല്ല സർ. ഈ ജോൺ എന്ന പേരുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ ആ പേരുമായി ബന്ധമുള്ള ആരെങ്കിലുമായോ നിങ്ങൾക്ക് വിരോധം ഉണ്ടായിരുന്നോ? ഇല്ല സർ, അങ്ങനെയൊന്നുമില്ല. താൻ നല്ലപോലെ ആലോചിച്ച് പറഞ്ഞാൽ മതി. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല സർ. ഇല്ലെന്നാണ് എൻ്റെ ഓർമ്മ. ശരി, സുചിത്ര പൊക്കോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത്. ഓക്കെ സർ. കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം സുചിത്ര ACP ഓഫീസിൽ നിന്നും പുറത്തേക്ക് പോന്നു. അടുത്ത ദിവസം എയർപോർട്ടിലേക്ക് പോകുമായിരുന്ന സുചിത്രയുടെ മനസ്സിൽ പെട്ടെന്ന് ACP ചോദിച്ച ചോദ്യം ഓർമ്മയിൽ വരുന്നു. ഈ ജോൺ എന്ന പേരുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ ആ പേരുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമായോ നിങ്ങൾക്ക് വിരോധം ഉണ്ടായിരുന്നോ എന്ന്. ആ സമയം എന്തോ സുചിത്രയ്ക്ക് ഓർമ്മ വരുന്നു. സുചിത്ര ഉടനെ ACPയുടെ ഫോണിലേക്ക് വിളിച്ചു. ഹലോ സർ, ഞാൻ സുചിത്രയാണ്. ആ, പറഞ്ഞോളൂ സുചിത്ര. സർ, ഇന്നലെ എന്നോട് ചോദിച്ചില്ലേ, ജോൺ എന്ന പേരോ ആ പേരുമായി ബന്ധമുള്ള ആരെങ്കിലുമായോ ബന്ധമോ പ്രശ്നമോ ഉണ്ടോ എന്ന്. ഞങ്ങളുടെ ബാച്ചിലെ ഒരു കുട്ടി. ഫോണിലൂടെ വലിയൊരു ഒച്ചക്കെട്ട് ACP ഫോൺ ചെവിയിൽ നിന്ന് മാറ്റുന്നു. ഹലോ സുചിത്ര, ഹലോ. ഫോൺ കട്ടായി പോന്നു. പ്രവീൺ, വേഗം വണ്ടിയെടുക്ക്, എയർപോർട്ട് റോഡിലേക്ക്. ACP സംഘവും ഉടനെ വാഹനമെടുത്ത് പുറപ്പെടുന്നു. ACP സംഘവും എത്തുമ്പോഴേക്കും അവിടെ വലിയൊരു ആൾക്കൂട്ടം കാണാമായിരുന്നു. സുചിത്രയും ഫാമിലി സഞ്ചരിച്ചിരുന്ന കാർ ആക്സിഡന്റ് ആയിരുന്നു. ആക്സിഡന്റ് ആയവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി സർ. അവർ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തി. അപകടം നടന്ന സ്പോട്ടിൽ നിന്നും കൊണ്ടുവരുന്നവരിൽ സുചിത്ര ഇല്ലായിരുന്നു. സർ, ഈ കൂട്ടത്തിൽ സുചിത്ര ഇല്ല, മിസ്സിംഗ് ആണ്. വാട്ട്? പ്രവീൺ, എന്തായി പറയുന്നേ? അതെ സർ. അവർ എയർപോർട്ടിലേക്ക് പോയ ആ കാറിൽ സുചിത്ര, ഹസ്ബൻഡ്, 2 കുട്ടികൾ, പിന്നെ കാർ ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സുചിത്ര ഒഴികെ ബാക്കിയുള്ളവരൊക്കെ ട്രീറ്റ്മെന്റിലാണ്. വേറെ എന്തെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കേ. ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് സർ. പ്രവീൺ, അതൊന്ന് കൺഫേം ചെയ്യ് സർ. അപ്പോഴാണ് സുചിത്രയുടെ മകൻ ACP ഫൈസലിൻ്റെ അടുത്തേക്ക് വരുന്നത്. കുട്ടിക്ക് വലിയ പരിക്കുകളൊന്നുമില്ലായിരുന്നു. സർ. എന്താ മോനെ? മമ്മിയെ കണ്ടില്ലല്ലോ. മമ്മി എവിടെ? മമ്മി വേറെ ഹോസ്പിറ്റലിലേക്കാണോ കൊണ്ടുപോയത്? ആണെന്നാ തോന്നുന്നേ. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. മോൻ അവിടെ ചെന്ന് കിടക്ക്. ആക്സിഡന്റ് ആയ ടൈമിൽ ആദ്യം മമ്മിയാണല്ലോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ആര് പറഞ്ഞു? ഞാൻ കണ്ടല്ലോ. മോൻ എന്താ കണ്ടത്? ഞങ്ങളുടെ കാർ ആക്സിഡന്റ് ആയ ഉടനെ 2-3 പേർ വന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തി. പിന്നെ അതൊരു ഒമ്നി വാനായിരുന്നു. അതിൽ മമ്മിയെ കയറ്റിക്കൊണ്ടുപോയി. ഞാൻ കൂടെ ചെന്നതാണ്, എന്നെ കയറ്റിയില്ല. അപ്പോഴേക്കും വേറെ ഒരുപാട് പേര് വന്നു. മോൻ ചെല്ല്, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. പ്രവീൺ, കൊച്ചു പറഞ്ഞ ശരിയാ സർ. അപകടം പറ്റിയ ആ ടൈമിൽ ഒരു ആംബുലൻസ് ആളെ കയറ്റി പോയിരുന്നു. പ്രവീൺ, അപകടം നടന്ന സ്ഥലത്തെ പരിസരത്തിൽ നിന്നും CCTV വിഷ്വൽസ് എടുക്കാൻ പറയണം. അതിൽ ആംബുലൻസിന്റെ നമ്പർ എടുത്ത് അത് ഏത് റൂട്ടിലേക്കാണ് പോയതെന്ന് നോക്കണം. സർ. ACP സംഘവും ഹോസ്പിറ്റലിൽ നിന്നും പുറപ്പെടുന്നു. അല്പസമയത്തിന് ശേഷം പ്രവീണിന്റെ ഫോണിലേക്ക് സാമിന്റെ കോൾ വന്നു. പ്രവീൺ ഫോൺ ഫൈസലിനെ ഏൽപ്പിക്കുന്നു. സർ. സാം. പറയൂ സാം. ഓക്കെ സാം. എല്ലാ ആംബുലൻസും സെർച്ച് ചെയ്യണം, പ്രത്യേകിച്ച് ഒമ്നി ആംബുലൻസ്.
സാർ അത് എടോ വഴിയിൽ തടഞ്ഞു നിർത്തി സെർച്ച് ചെയ്യാനല്ല സാർ പറഞ്ഞത്. പിന്നാലെ പോയാൽ മതി. കമോൺ ഫാസ്റ്റ്. ഓക്കെ സാർ. ACPയുടെ വാഹനം കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോൾ പ്രവീണിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. വിടരുത്, ഫോളോ ചെയ്. ആംബുലൻസ് എങ്ങനെയെങ്കിലും തടയണം, മിസ്സാക്കരുത്. സാർ, ആ നമ്പറിലുള്ള ആംബുലൻസ് സെന്റ് തെരേസ് പള്ളിക്ക് മുന്നിലെ ഇടവഴി കടന്നു പോയതായി വിവരം കിട്ടിയിട്ടുണ്ട്. കമോൺ ഫാസ്റ്റ്, ഫൈസൽ ഡ്രൈവറോട് പറഞ്ഞു. ആ ആംബുലൻസിനെ പിന്തുടർന്ന് പോലീസ് പോകുന്നുണ്ടായിരുന്നു. ആംബുലൻസ് വേഗതയിലായിരുന്നു. പോലീസ് പിന്തുടരുന്നത് കണ്ട് ആംബുലൻസിന്റെ വേഗത കൂട്ടി. മറ്റൊരു വഴിയിലൂടെ ACPയുടെ വാഹനം ആംബുലൻസിനെ ചേസ് ചെയ്ത് മുന്നിലേക്ക് വന്നു. ആംബുലൻസിനെ നിർത്തുന്നു. പാലത്തിന് മുകളിലായിരുന്നു അവരുടെ വാഹനം നിർത്തിയത്. നിർത്തിയ വാഹനത്തിൽ രണ്ടുപേരുണ്ടായിരുന്നു. അതിലൊരാൾ പാലത്തിൽ നിന്നും താഴേക്ക് ചാടി. മുഖം മറച്ചതിനാൽ മുഖം കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഡ്രൈവർ സീറ്റിലിരുന്നയാൾ ഓടാനായി തുടങ്ങിയതും പോലീസ് അയാളെ പിടിച്ചു നിർത്തി. മറ്റൊരു പോലീസുകാരൻ ആംബുലൻസ് കയറി നോക്കുന്നു. അതിൽ സുചിത്ര ഉണ്ടായിരുന്നില്ല. സാർ, സുചിത്ര ഇതിലില്ല. അതേസമയം ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും പിടിച്ച ആളുടെ മുഖത്ത് കെട്ടിയിരുന്ന തുണി പ്രവീൺ അഴിച്ചു മാറ്റി. അത് ക്രിസ്റ്റഫർ ആയിരുന്നു. നീയോ? പ്രവീൺ ക്രിസ്റ്റഫറുടെ കരണം നോക്കിയൊന്ന് പൊട്ടിച്ചു. അറസ്റ്റ്. സർ, ഞാൻ എന്താ ചെയ്തത്? നിങ്ങൾ എന്തിനാ എന്നെ തല്ലിയത്? അതൊക്കെ നിനക്ക് ഞങ്ങൾ പറഞ്ഞുതരാം. നീ ആദ്യം ആ വണ്ടിയിലോട്ട് കയറ്. സർ, സുചിത്രയെ നമ്മൾ ഇനി എവിടെ പോയി കണ്ടുപിടിക്കും? അറിയില്ല. ആ വെള്ളത്തിലേക്ക് ചാടി ഇവനെ കിട്ടാൻ വഴിയുണ്ടോ എന്ന് നോക്ക്. സർ. സാർ സമാധാനപ്പെട്, ഇവനെ കൂടി ഞാൻ പറയിപ്പിക്കാം. പ്രവീൺ, വണ്ടിയെടുക്ക്. അവർ ക്രിസ്റ്റഫറുമായി അവിടെ നിന്ന് പോകുന്നു. വിവരം പറഞ്ഞ് DGP ACP ഓഫീസിലേക്ക് വരുന്നു. സർ, അവനെന്തെങ്കിലും പറഞ്ഞോ? ചോദിക്കുന്നുണ്ട്, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. വെള്ളത്തിലേക്ക് ചാടിയ ആളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല സാർ, അന്വേഷിക്കുന്നുണ്ട്. ക്രിസ്റ്റഫറെ ചെറിയ രീതിയിൽ തലകയും വിരട്ടൊക്കെ ചെയ്തിട്ടും അവനൊന്നും തുറന്നു പറയുന്നില്ലായിരുന്നു. ഇവനെന്തെങ്കിലും പറഞ്ഞോ? ഇല്ല സാർ. ആ CCTV വിഷ്വൽസ് എടുത്തേ. ACP ക്രിസ്റ്റഫറിന് CCTV വിഷ്വൽസ് കാണിച്ചു കൊടുക്കുന്നു. അപകടം പറ്റിയിടത്ത് നിന്നും ചീറിപ്പാഞ്ഞു പോകുന്ന ആംബുലൻസിന്റെ ദൃശ്യങ്ങളായിരുന്നു അത്. ഈ ആംബുലൻസാണ് ഞങ്ങൾ പിടികൂടിയത്. അതിന് ഡ്രൈവർ നീയായിരുന്നു. ആംബുലൻസ് ഓടിക്കുന്നത് തെറ്റാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ആംബുലൻസ് ഓടിക്കുന്നത് തെറ്റൊന്നുമല്ല. ഈ ആംബുലൻസിൽ സുചിത്രയെ കയറ്റിക്കൊണ്ടു പോകുന്നത് കണ്ട ദൃക്സാക്ഷിയുണ്ട്. അത് വേറെ ആരുമല്ല, സുചിത്രയുടെ മകൻ തന്നെയാ. അപ്പോഴോ? ക്രിസ്റ്റഫർ മറുപടിയൊന്നും നൽകാതെയിരിക്കുന്നു. എന്താടാ, നിന്റെ തിളപ്പ് തീർന്നോ? മോനെ ക്രിസ്റ്റഫർ, ഈ കൊലപാതകത്തിന് പിന്നിൽ നിനക്കും പങ്കുള്ളതായി ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലായതാണ്. പിന്നെ അതിനുള്ള തെളിവ് കിട്ടിയിട്ടാകാമെന്ന് കരുതിയിട്ട് വെയിറ്റ് ചെയ്ത് അപ്പോൾ നീയായിട്ട് തന്നെ ഇങ്ങോട്ട് വന്ന് ചാടിത്തന്നു. അതുകൊണ്ട് തന്നെ ഇനി കള്ളത്തരങ്ങൾ പറഞ്ഞ് സമയം കളയണ്ട. പറ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്തിനു വേണ്ടിയാണ്? ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്? ക്രിസ്റ്റഫർ ഒന്നും മിണ്ടിയില്ല. നിന്നോടല്ലേടാ ചോദിച്ചത് പറയാൻ. എന്നെ തല്ലിയിട്ടൊന്നും കാര്യമില്ല സാറേ. എന്നെ കൊന്നാലും എൻ്റെ വായിൽ നിന്ന് ഒന്നും വീഴില്ല. നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്നാണോ നോക്കട്ടെ. പ്രവീൺ കരണത്തൊന്ന് പൊട്ടിച്ചു. പ്രവീൺ, വേണ്ട. ഞാനാണ് കൊന്നതെന്ന് സമ്മതിക്കാം. സാർമാര് എന്നെ കോടതിയിൽ ഹാജരാക്ക്. FIR ഇടട്ടെ സാർ? വേണ്ട. തൽക്കാലം ഇവനെ അറസ്റ്റ് ചെയ്ത വിവരം മീഡിയ ഒന്നും അറിയണ്ട. ഓക്കെ സാർ. ഫൈസൽ, ആ ആംബുലൻസിൽ പോയ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? ശ്രമിക്കുന്നുണ്ട് സാർ. അതിനൊന്നും നിൽക്കണ്ട സാറേ. അവളെ ഇനി കിട്ടില്ല. നാളെ ഏതെങ്കിലും ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും ചാക്കിൽ കെട്ടിയ നിലയിൽ സുചിത്രയുടെ ബോഡി കിട്ടും. ക്രിസ്റ്റഫർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇവനെ ഞാൻ... പ്രവീൺ, രാത്രി മൊത്തം സെർച്ച് ഉണ്ടാവണം. പ്രത്യേകിച്ച് ആളൊഴിഞ്ഞ പ്രദേശത്ത്. അവൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ബോഡി ഡംപ് ചെയ്യാൻ അവർ ശ്രമിക്കും. സർ. അടുത്ത ദിവസം രാവിലെ തന്നെ പ്രവീണിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഓക്കെ സർ. സുചിത്രയുടെ ബോഡി കണ്ടെത്തിയല്ലേ? അതെ സാർ, ബോഡി കിട്ടിയിട്ടുണ്ട്. ACP സംഘവും അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ആളൊഴിഞ്ഞ സ്ഥലത്ത് കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടായിരുന്നു. സർ, ഈ കയറുന്ന വളവിൽ വെച്ചാണ് ആംബുലൻസ് പോലീസുകാരുടെ കണ്ണിപ്പെട്ടത്. അന്നേരം ഇവിടെയൊക്കെ അവർ വന്ന് നോക്കിയതാണ്. പക്ഷെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവിടെ എവിടെയെങ്കിലും ആളൊഴിഞ്ഞ ബിൽഡിംഗ് ഉണ്ടോ? ഇല്ല സാർ. ബോഡി ആരാ ആദ്യം കണ്ടത്? കളിക്കാനായി വന്ന പിള്ളേരാണ് സാർ. നിങ്ങളെപ്പോഴാ കണ്ടത്? ഞങ്ങൾ രാവിലെ വന്ന് കളിക്കുന്നതിനിടയ്ക്ക് ബൗൾ അങ്ങോട്ടേക്ക് വീണു. അതെടുക്കാനായി ചെന്നപ്പോൾ ഒരു ചാക്ക് കണ്ടു. പുറത്ത് ബ്ലഡൊക്കെ കണ്ടതുകൊണ്ട് അതിനടുത്തേക്ക് പോയില്ല. ഉടനെ സ്റ്റേഷൻ വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും പ്രായമായ ഒരാൾ അവരുടെ അടുത്തേക്ക് വന്നു. സർ. എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ഞാനിവിടെ അടുത്തുള്ളൊരു സ്ഥാപനത്തിൽ സെക്യൂരിറ്റിയാണ്. ഇന്നലെ വരുമ്പോൾ ഒരുപാട് വൈകിയിരുന്നു. വരും വഴിയിലാണ് എൻ്റെ ഫോൺ എടുക്കാൻ മറന്നെന്ന് മനസ്സിലായത്. അങ്ങനെ ഞാൻ വീണ്ടും തിരികെ പോയി വരുമ്പോൾ കുറച്ചപ്പുറത്ത് ഒരു വണ്ടി കിടക്കുന്നത് കണ്ടു. അടുത്തേക്ക് ചെന്ന് നോക്കാൻ തുടങ്ങുമ്പോൾ ഒരാൾ വന്ന് അതിലേക്ക് കയറി. ആരാണെന്ന് ചോദിച്ചപ്പോൾ വണ്ടി ഓഫായി പോയതാണെന്ന് പറഞ്ഞു.
വേഗം കയറി വണ്ടിയെടുത്ത് പോവുകയും ചെയ്തു. ആളുടെ മുഖം നിങ്ങൾ കണ്ടായിരുന്നോ? ഉവ്. നല്ല പൊക്കമുള്ള ആളായിരുന്നു. ഒരു കാലിന് ചെറിയൊരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. പ്രവീൺ. സർ. രേഖാചിത്രം വരപ്പിക്കുക. ഓക്കെ സർ. ACP ഓഫീസ്. ACP ഫൈസൽ ചെയറിൽ ചാരി കിടന്നുകൊണ്ട് സുചിത്രയുമായി സംസാരിച്ച കോൾ റെക്കോർഡിംഗ് കേൾക്കുന്നു. സർ, ഇന്നലെ എന്നോട് ചോദിച്ചില്ലേ, ജോൺ എന്ന പേരോ ആ പേരുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമായോ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടോ എന്ന്? ഞങ്ങളുടെ ബാച്ചിലെ ഒരു കുട്ടി. എന്തായിരിക്കും സുചിത്ര പറയാൻ ശ്രമിച്ചിട്ടുണ്ടാവുക? ACP വീണ്ടും വീണ്ടും ആ വോയിസ് ക്ലിപ്പ് കേൾക്കുന്നു. ഞങ്ങളുടെ ബാച്ചിലെ കുട്ടി. ഫൈസൽ കുറച്ചു സമയം ആലോചിച്ച ശേഷം കോളേജിൽ അവരുടെ ബാച്ചിലുണ്ടായിരുന്ന ഡീറ്റെയിൽസ് എടുത്തു നോക്കുന്നു. അഞ്ജന മേനോൻ, അരുൺ കുമാർ, മനോജ് സുബ്രഹ്മണ്യം, മണികണ്ഠൻ, മരിയ ജോൺ, നൗഫൽ. മരിയ ജോൺ. സുചിത്ര പറയാൻ വന്നത് ഈ കുട്ടിയെക്കുറിച്ചാകുമോ? പിറ്റേ ദിവസം ഫൈസൽ അവർ പഠിച്ചിരുന്ന കോളേജിലേക്ക് വരുന്നു. സർ, ഈ പറഞ്ഞ മരിയ ജോൺ, ആ കുട്ടി സെക്കൻഡ് ഇയർ പകുതിയായപ്പോൾ ഇയർ ഔട്ട് ആയിരുന്നു. ഇയർ ഔട്ടോ? അതെന്താ? ആ സമയത്ത് ആ കുട്ടിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അങ്ങനെ കുറച്ചുനാൾ കോമയിലായിരുന്നു. പിന്നെ മരണപ്പെട്ടെന്നാ കേട്ടത്. സത്യമാണോ എന്നൊന്നും അറിയില്ല. ഈ കുട്ടിക്ക് എങ്ങനെ ആക്സിഡന്റ് ഉണ്ടായതെന്ന് അറിയൂ? അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ശരി. ഫൈസൽ കോളേജിൽ കൊടുത്തിരുന്ന മരിയയുടെ ഡീറ്റെയിൽസ് എടുത്തു. ആ അഡ്രസ്സിലേക്ക് ഫൈസലും സംഘവും എത്തുന്നു. അവിടെ അടുത്തുള്ളൊരു കടയിൽ അവർ ആ അഡ്രസ്സ് കാണിക്കുന്നു. ഇത് ഇങ്ങനൊരാള് എൻ്റെ അറിവിൽ ഇവിടെ ഇല്ല സാറേ. ഇത് കുറച്ച് നാൾ മുമ്പുള്ള അഡ്രസ്സാണ്. ഏകദേശം ഒരു 19 വർഷത്തോളം വരും. അയ്യോ, അതെനിക്കറിയില്ല. ചിലപ്പോൾ ബെന്നി ചേട്ടൻ അറിയായിരിക്കും. ചേട്ടൻ ഇവിടെ വന്നിട്ട് 20 കൊല്ലത്തിൽ കൂടുതലായി. അയാളെവിടെ താമസം? ദേ, ആ കാണുന്ന വളവ് കഴിഞ്ഞ രണ്ടാമത്തെ വീടാ സാറേ. അവർ നേരെ ബെന്നിയുടെ വീട്ടിലേക്ക് ചെന്നു. ബെന്നിയുടെ വീടല്ലേ? ആ, അതെ സാറേ. നിങ്ങൾ? ഞാൻ ഭാര്യയാണ്. ബെന്നിയില്ലേ? പുറത്തോട്ട് പോയിരിക്കുക സാറേ, ഇപ്പോൾ വരും. പോലീസിനെ കണ്ട ബെന്നിയുടെ വൈഫ് ആകെ പേടിച്ച നിലയിലായിരുന്നു. എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്കൊരാളെക്കുറിച്ച് അറിയാനായിട്ടായിരുന്നു. ബെന്നിയോട് ചോദിച്ചാൽ അറിയാൻ കഴിയുമെന്ന് ഒരാൾ പറഞ്ഞു. അങ്ങനെ വന്നതാ. നിങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഒരു 20 കൊല്ലമായി. നിങ്ങൾക്കിവിടെ അടുത്ത് താമസിക്കുന്ന ജോണിനെ അറിയോ? ജോണോ? അയാൾക്കൊരു മകളുണ്ടായിരുന്നു, മെഡിസിൻ പഠിക്കുന്ന. ജോണച്ചേൻ്റെ കാര്യമാണോ സാറുമാര് പറയുന്നേ? നിങ്ങൾക്കറിയോ? പിന്നെ അറിയാതെ, ഞങ്ങളൊരു കുടുംബമായി താമസിച്ചവരല്ലേ. ദേ, ആ കാണുന്ന വീട്ടിലാണ് അവർ താമസിച്ചിരുന്നേ. ഇപ്പോൾ അവിടെ താമസിക്കുന്നവർ ഈ വീട് വാങ്ങിച്ചിട്ട് 5 കൊല്ലായി. അതിനു മുമ്പേ വേറെ ആളാണ് താമസിച്ചത്. അപ്പോഴേക്കും ബെന്നി അവിടേക്ക് വന്നു. സാറേ, അതാ എൻ്റെ കെട്ടിയോൻ ബെന്നി. ബെന്നിയല്ലേ? ആ, അതെ സാർ. ഞങ്ങൾക്ക് ആ വീട്ടിൽ കുറച്ച് നാൾ മുമ്പ് താമസിച്ചിരുന്ന ജോണിനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയണമായിരുന്നു. എന്താ സാറേ അറിയണ്ടേ? ജോണിനൊരു മകളുണ്ടായിരുന്നില്ലേ, മരിയ? ആ കുട്ടിക്ക് ശരിക്കും എന്താ സംഭവിച്ചേ? ആക്സിഡന്റ് ആയിരുന്നു സാറേ. അത് കഴിഞ്ഞ് മോള് കോമയിലായിരുന്നു. എങ്ങനെ ആക്സിഡന്റ് ആയി? ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്ക് വരുമ്പോൾ സംഭവിച്ചതാണ്. ആക്സിഡന്റ് ഒന്നുമല്ല സാറേ, കോളേജിൽ വെച്ച് എന്തോ പറ്റിയതാ. ഇത് ഞാൻ വെറുതെ കള്ളം പറയുന്നതാ. നിന്നോട് ചോദിച്ചോ അകത്ത് കയറി പോയേ? അതെന്താടോ തൻ്റെ വൈഫ് അങ്ങനെ പറഞ്ഞേ? അവൾക്കൊന്നും അറിയില്ല സാറേ. പിന്നെ ആർക്കറിയുന്നേ? പ്രവീൺ. നോക്കൂ ബെന്നി, ഞങ്ങളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള കേസാണ്. ഞങ്ങൾക്ക് മുന്നിൽ വേറെ വഴികളില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം പറയണം. ശരിക്കും ആ കുട്ടിക്ക് അന്ന് എന്താ പറ്റിയേ? അന്ന് മോള് സെക്കൻഡ് ഇയർ പഠിക്കുമായിരുന്നു. അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിലും ബസ് ഇറങ്ങുമ്പോൾ വിളിക്കാമെന്നാണ് മോള് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അച്ചായനെ വിളിച്ച് പറഞ്ഞേ. വരേണ്ട സമയം കഴിഞ്ഞിട്ടും കാണാത്തത് കൊണ്ട് അച്ചായൻ ആകെ പേടിച്ച് നിൽക്കായിരുന്നു. അന്നേരമാണ് അച്ചായൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നേ. അത് ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു. ആക്സിഡന്റ് ആണെന്നാണ് വിളിച്ചവർ പറഞ്ഞത്. ഞാൻ അച്ചായനും കൂടി ഓടിപ്പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നേ, ആരൊക്കെയോ ചേർന്ന് മോളെ. ബെന്നിയുടെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകി. വഴിയിൽ കിടക്കുവായിരുന്ന മോളെ 2 പേർ ചേർന്ന് കൊണ്ടുവന്ന് ആക്കിയെന്നാ അവിടുത്തെ അറ്റൻഡർ പറഞ്ഞത്. എന്നിട്ട് ജോൺ കേസ് കൊടുത്തില്ലേ? കേസൊന്നും കൊടുക്കാൻ അച്ചായൻ സമ്മതിച്ചില്ല. ആരും ഒന്നും അറിയരുതെന്ന് എന്നോട് പറഞ്ഞു. ഇക്കാര്യങ്ങളൊന്നും ഇത്രയും നാളായിട്ടും എൻ്റെ ഭാര്യയോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല സാറേ. ഞങ്ങൾക്ക് രണ്ടാൾക്കും പിന്നെ അന്ന് മോളെ നോക്കിയ ഡോക്ടർക്കും മാത്രമേ അറിയൂ. ആരാ ചെയ്തത്? അതൊന്നും അറിയില്ല സാറേ. എല്ലാം അറിയുന്നയാൾ ഒന്ന് ഒച്ച വയ്ക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നല്ലോ. പിന്നെ കേസിന് പോയി. മോളുടെ പേര് വലിച്ചിടാൻ അച്ചായന് താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ ഈ ജോൺ എവിടെയാണെന്നറിയോ? അറിയില്ല സാറേ. ജോൺ എന്താ ചെയ്യുന്നേ? അച്ചായൻ മിലിറ്ററിയിലായിരുന്നു. ആളുടെ ഫോട്ടോയോ മറ്റോ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല സാറേ. പിന്നെ ഇവിടുന്ന് മാറി മറ്റൊരിടത്തേക്ക് വാടകയ്ക്കാണ് പോയത്.
ആ വീട് എനിക്കറിയായിരുന്നു. ഇടയ്ക്ക് ഞാൻ അങ്ങോട്ടേക്ക് പോകാറുണ്ടായിരുന്നു. എന്തിനാ ഇവിടെ നിന്ന് മാറിയേ? ഹോസ്പിറ്റലിൽ കാണിക്കാൻ സൗകര്യത്തിനായിട്ടാണെന്നാ പറഞ്ഞേ. അവിടെ നിന്നും എങ്ങോട്ടേക്കാണ് പോയതെന്ന് ആർക്കും അറിയില്ല. പ്രവീൺ, ആ രേഖാചിത്രം എടുക്ക്. ഇതാണോ ആള്? ബെന്നി ആ രേഖാചിത്രം നോക്കുന്നു. താടി ഉറപ്പില്ല സാറേ. ഞങ്ങൾ കാണുമ്പോൾ മീശ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അന്ന് കുറച്ചുകൂടി ചെറുപ്പമായിരുന്നല്ലോ. ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അന്ന് ഏത് ഹോസ്പിറ്റലിലാണ് ആ കുട്ടിയെ അഡ്മിറ്റ് ആക്കിയത്? ഇവിടെ അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് സർ. അന്ന് ട്രീറ്റ്മെന്റ് നടത്തിയ ഡോക്ടറുടെ പേരെന്തായിരുന്നു എന്ന് ബെന്നിക്ക് ഓർമ്മയുണ്ടോ? ഡോക്ടർ ഗോപകുമാർ. ഗോപകുമാർ, ഓക്കെ. താങ്ക്സ് ബെന്നി. അവർ അവിടെ നിന്നും നേരെ മരിയെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ഇവിടെ വർക്ക് ചെയ്തിരുന്ന ഡോക്ടർ ഗോപകുമാറിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വഴിയുണ്ടോ? ഗോപകുമാർ സാർ റിട്ടയർഡായി. ആളുടെ നമ്പറില്ല, വീടറിയാം. അത് മതിയാകും. അവർ ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടറുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. കോളിംഗ് ബെൽ കേട്ട് പ്രായമുള്ള ഒരാൾ വന്ന് വാതിൽ തുറന്നു. ഡോക്ടർ ഗോപകുമാർ? ആ, യെസ്. ഐ ആം ഫൈസൽ, ACP ആണ്. വരൂ സർ. ഫൈസൽ ഡോക്ടറുടെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. നിങ്ങൾ ഈ പറഞ്ഞ കുട്ടിയെ ട്രീറ്റ്മെന്റ് ചെയ്തത് ഞാനാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ ശരീരത്തിൽ ജീവന്റെ തുടിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്നെ കൊണ്ട് ആവുന്ന വിധം ആ കുട്ടിയെ ട്രീറ്റ്മെന്റ് നടത്തി. ആള് മരണത്തിലേക്ക് പോകാതെ കോമയിലായിരുന്നു. ഞങ്ങൾ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒരുപോലെ തന്നെ. ആ കുട്ടിയുടെ ഫാദർ എൻ്റെ കാലിൽ പിടിച്ച് കരഞ്ഞു. അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു. മനുഷ്യനല്ലേ സർ, അലിഞ്ഞുപോയി. അതുകൊണ്ടാണ് ഞാനും പോലീസിലൊന്നും അറിയിക്കാൻ നിന്നില്ല. കുറച്ചുനാൾ ട്രീറ്റ്മെന്റ് നടത്തി. ഒരു ഫലവുമില്ലായിരുന്നു. മരണത്തിലേക്ക് പറഞ്ഞയക്കാമെന്ന് ഞങ്ങൾ ആകുന്നത്ര പറഞ്ഞതാണ്. പക്ഷെ അദ്ദേഹം സമ്മതിച്ചില്ല. പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ കാണാൻ വരാതായി. പിന്നെ ഞാൻ ആളെ കണ്ടിട്ടില്ല. സാറിന് അയാളുടെ മുഖം ഓർമ്മയുണ്ടോ? നേരിയ ഓർമ്മയുണ്ട്. ആ ചിത്രം അദ്ദേഹത്തെ കാണിച്ചു. ഏകദേശം അതുപോലെയൊക്കെ തന്നെ ചായ തോന്നുന്നു. കൺഫേം അല്ല. താങ്ക്സ് സർ. അവർ അവിടെ നിന്ന് ഇറങ്ങി. ജോൺ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലേക്ക് അവർ പോകുന്ന വഴിയിൽ അവർ ഒരു ചായക്കടയ്ക്ക് മുന്നിൽ വണ്ടി നിർത്തി ചായ കുടിക്കുന്നു. ചായ കുടിക്കുന്നതിനിടയിൽ അവർ കേസിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണ്. സർ, അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന ജോൺ ഇയാളാണെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. പിന്നെ അനൂപ എന്ന് തന്ന മൊഴിയിൽ അവർ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ സർ, എനിക്ക് മനസ്സിലാകാത്തത് അവർ എന്തിനാകും രൂപയും സുചിത്രയും കൊന്നിട്ടുണ്ടാവുക? പെണ്ണിന്റെ ശത്രു പലപ്പോഴും പെണ്ണ് തന്നെ ആയിരിക്കില്ലേ? ആ, അത് ശരിയാ. അപ്പോൾ ഈ ക്രിസ്റ്റഫർ മരിയയുടെ മകനായിരിക്കുമോ? പക്ഷേ മരിയ കോമയിലായിരുന്നില്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ നമ്മളോട് പറയായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ഈ ക്രിസ്റ്റഫറും ജോണും തമ്മിൽ എന്തായിരിക്കും ബന്ധം? ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട് പ്രവീൺ. അതിനൊക്കെ ഉത്തരം ഓരോന്നായി നമ്മൾ കണ്ടെത്തണം. കഴിഞ്ഞില്ലേ, നമുക്ക് പോയാലോ? സർ. അവർ ബെന്നി പറഞ്ഞ അഡ്രസ്സിലേക്ക് പോയി. ആ വീട് പുറത്തുനിന്ന് പൂട്ടിയിട്ടേക്കുമായിരുന്നു. അവർ തൊട്ടടുത്ത വീട്ടിലേക്ക് ചെന്നു. എന്താ സാറേ? ആ വീട്ടിൽ ആരുമില്ലേ? ഉണ്ട് സാറേ, അവരൊരു കല്യാണത്തിന് പോയതാ. എന്താ സാറേ കാര്യം? കുറച്ചു നാളുകൾക്ക് മുന്നേ ജോൺ എന്നൊരാൾ അവിടെ താമസിച്ചിരുന്നില്ലേ? ആ വീട്ടിൽ ഇപ്പോൾ തന്നെ ഒരുപാട് പേരായി സാറേ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട്. സാറേ പറയുന്ന ജോൺ എന്നാണ് താമസിച്ചതെന്ന്. 18 കൊല്ലം മുമ്പ്. അയ്യോ, അതൊക്കെ ആരോർത്തിരിക്കാനാണ് സാർ. അപ്പോഴാണ് തൊട്ടടുത്ത വീട്ടിലെ ആൾ ബൈക്കിൽ അതുവഴി പോകുന്നത്. സോമൻ. ഇദ്ദേഹം വിളിച്ചത് കേട്ട് ബൈക്കിൽ പോയയാൾ ബൈക്ക് നിർത്തി അവരുടെ അടുത്തേക്ക് വരുന്നു. എന്താ, നിനക്ക് ജോൺ എന്ന ആളെ അറിയോ? ജോണോ? അതെ, ആ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആളായിരുന്നു. ഇപ്പോഴൊന്നല്ല, 10-18 കൊല്ലത്തിന് മുമ്പ്. ഒരു സുഖമില്ലാത്ത മകളുമായി വന്ന് താമസിച്ച അയാളെക്കുറിച്ചാണോ സാറുമാർ ചോദിക്കുന്നത്? അയാളുടെ പേര് ജോൺ എന്നാണ്. ആ, അത് തന്നെ. ആ, എനിക്കറിയാം സാർ. അയാളും മകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1.5 വർഷം തികച്ച് താമസിച്ചില്ല. മോൾ ആക്സിഡന്റ് പറ്റി കോമയിലായിരുന്നു. അവർ പെട്ടെന്ന് എന്താ മാറിപ്പോയത്? മകൾക്ക് എന്തെങ്കിലും? അതൊന്നും അറിയില്ല സാർ. പെട്ടെന്നൊരു ദിവസം എല്ലാം വാരിക്കെട്ടിപ്പോയി. അവർക്ക് ബന്ധുക്കൾ ആരുമില്ലായിരുന്നോ? 1-2 പ്രാവശ്യം ആരൊക്കെയോ വരുന്നത് കണ്ടു. പിന്നെ ആൾക്ക് ആരും വരുന്നത് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു പയ്യൻ വരുമായിരുന്നു. പോകുമ്പോഴും അവൻ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങൾ അയാളെ കണ്ടിരുന്നോ? ഉവ്, ഈ ഇടയ്ക്ക് ഒരിടത്ത് വെച്ച് കണ്ടു. അയാൾക്ക് ആദ്യം എന്നെ മനസ്സിലായില്ല. എവിടെ വെച്ചാ കണ്ടേ? ഇവിടെ ഇവിടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ. ആളെ എനിക്ക് പെട്ടെന്ന് പിടികിട്ടിയില്ല. എവിടെയോ കണ്ട മുഖഭാവം. പിന്നെ അങ്ങോട്ട് ചെന്ന് സംസാരിച്ചപ്പോൾ ആളെ പിടികിട്ടി. ഫൈസൽ ആ രേഖാചിത്രം സോമനെ കാണിക്കുന്നു. ഇതാണോ ആള്? ഇപ്പൊ കാണാൻ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാ.
നിങ്ങൾ ഏത് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് അയാളെ കണ്ടേ? ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അടുത്തുള്ള അവിടെ CCTV ഉണ്ട്. ഉവ്. അവർ അയാളെയും കൂട്ടി സൂപ്പർ മാർക്കറ്റിലേക്ക് ചെല്ലുന്നു. എന്നാണ് നിങ്ങൾ ഇവിടേക്ക് വന്നത്? കഴിഞ്ഞ ആഴ്ച ഏതൊരു ദിവസമാണ്. ദിവസം ഓർമ്മയില്ലേ? ഇല്ല സാറേ. പിന്നെ എങ്ങനെയാ സാർ ഓരോ ദിവസത്തെയും വീഡിയോ നോക്കേണ്ടി വരില്ലേ? ACP കുറച്ചു നേരം എന്തോ ആലോചിക്കുന്നു. നിങ്ങൾ എങ്ങനെയാ പേയ്മെന്റ് നടത്തി? അത് അത് മോള് ഗൂഗിൾ പേ ചെയ്തു. ഗുഡ്. മോളെ വിളിച്ച് അതെന്നാണെന്ന് ചോദിക്ക്. ശരി സർ. സോമൻ മോളെ വിളിച്ച് സംസാരിച്ച ശേഷം ദിവസം പറയുന്നു. സർ, കഴിഞ്ഞ മാസം 9-ാം തീയതി. എപ്പോഴാ വന്നത്? വൈകിട്ടാണ് സർ. പ്രവീൺ, ആ ദിവസത്തെ വൈകിട്ടത്തെ വിഷ്വൽസ് ഒന്ന് നോക്ക്. സർ. അവർ വിഷ്വൽസ് പരിശോധിക്കുന്നു. ദേ ഇയാളാണ് സർ. സ്റ്റോപ്പ്. ഇയാളാണെന്ന് ഉറപ്പാണോ? ആ അതെ സർ. യെസ്, ഇതാണ് ജോൺ. രേഖാചിത്രവുമായി ഏകദേശം മാച്ചിങ് ആകുന്നുണ്ട്. പുറത്തെ വിഷ്വൽസ് എടുത്തേ. പുറത്തെ വിഷ്വൽസിൽ ജോൺ ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നത് കാണാമായിരുന്നു. പ്രവീൺ, സർ. ജോൺ കയറിപ്പോയ ഓട്ടോറിക്ഷ കണ്ടുപിടിച്ച് അയാൾ എവിടെയാണ് ഇറക്കിയതെന്ന് അന്വേഷിക്കുക. സർ. അന്ന് മൊഴി നൽകിയ ആ സെക്യൂരിറ്റിയോട് ഈ വീഡിയോയിലുള്ള ആളെ ആയിരുന്നോ അന്ന് കണ്ടതെന്ന് ചോദിച്ച് കൺഫേം ആക്കണം. സർ. സോമൻ. ആ സാറേ. നിങ്ങളന്ന് സംസാരത്തിനിടയിൽ ജോണിനോട് മകളെപ്പറ്റി ചോദിച്ചില്ലേ? ആ ചോദിച്ചു. അന്നേരം മകൾ മരണപ്പെട്ടെന്നാണ് ആള് പറഞ്ഞത്. ശരി, സോമൻ പൊക്കോളൂ. അല്പസമയത്തിന് ശേഷം. സർ, ആ ഓട്ടോക്കാരനെ കിട്ടിയിട്ടുണ്ട്. അയാൾക്ക് ജോണിനെ അന്ന് ഇറക്കിവിട്ട സ്ഥലം ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. ഗുഡ്. സർ, ഇവന്റെ ഓട്ടോയിലാണ് ജോൺ യാത്ര ചെയ്തത്. ACPയും സംഘവും ആ ഓട്ടോക്കാരനുമായി ആ സ്പോട്ടിലേക്ക് പോകുന്നു. താൻ എവിടെ അയാളെ ഇറക്കിയത്? ദേ ഈ ഇറക്കത്തിലാണ് സർ. സർ, ഇവിടെ 4-5 വീടുകൾ മാത്രമേ ഉള്ളൂ, പിന്നെ കടകളാണ്. അവിടെയൊക്കെ ഒന്ന് അന്വേഷിക്കണം സർ. സർ, അവർക്കാർക്കും ജോണിനെ അറിയില്ല. ചിലപ്പോഴൊക്കെ പലപ്പോഴായി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രവീൺ, മറ്റോട്ടോക്കാരോട് കൂടി ഒന്ന് ചോദിക്കേ, മറ്റാരുടെയെങ്കിലും ഓട്ടോയിൽ യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന്. സർ. പ്രവീൺ അന്വേഷിച്ചതിന് ശേഷം 3 പേരുമായി ACPയുടെ അടുത്തേക്ക് വരുന്നു. ഇവരുടെ ഓട്ടോയിൽ ജോൺ കയറിയിട്ടുണ്ട്. അവരും പറയുന്നത് ഈ ഇറക്കത്തിലാണ് ഇറക്കിയെന്ന്. ഇവിടുന്ന് അയാൾ എവിടെ പോകാനാണ്? സാറേ, ഞാനൊരിക്കൽ അയാളോട് ചോദിച്ചു ഇവിടെ ആരെ കാണാനാണെന്ന്. പക്ഷെ അയാളൊന്നും മിണ്ടിയില്ല. പിന്നെ എൻ്റെ ഓട്ടോയിൽ കയറിയിട്ടുമില്ല. അവരുടെ സംസാരം കേട്ട് പ്രവീണിനൊപ്പം വന്ന ഒരു ഓട്ടോക്കാരൻ പറഞ്ഞു, ഇവിടെ ആൾതാമസമുള്ള ഇടം എവിടെയാ? അതൊരു 4-5 കിലോമീറ്റർ കഴിയുമ്പോൾ കുറച്ച് പേര് താമസിക്കുന്നുണ്ട്. അവിടേക്ക് പോകാനാണെങ്കിൽ എന്തിനാ സാർ ഇവിടെ ഇറങ്ങുന്നത്? ഇതുപോലെ നമ്മൾ അന്വേഷിച്ച് വന്നാ ഇതുവരെ വന്നിട്ട് തിരികെ പോകാൻ. ആ സമയം അവിടേക്ക് ഒരു ബസ് നിർത്തുകയും അതിൽ നിന്നും സ്കൂൾ പിള്ളേർ വന്ന് ബസ് ഇറങ്ങുന്നു. അതിലൊരു പയ്യൻ സൈക്കിൾ എടുത്ത് പോകാൻ തുടങ്ങുന്നതും പോലീസ് നിൽക്കുന്നത് കണ്ട് അവിടെയുള്ള ഒരു പരിചയക്കാരനോട് കാര്യം തിരക്കുന്നു. എന്താ ചേട്ടാ പ്രശ്നം? അയാൾ അവനോട് കാര്യം പറയുന്നു. ഒരു താടി വെച്ച ആളാണോ? സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കുന്ന? നീ കണ്ടിട്ടുണ്ടോ? ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ കണ്ടിട്ടുണ്ട്. സാറേ, ഇവനാ ഫോട്ടോ എന്ന് കാണിക്കൂ. പ്രവീണ ഫോട്ടോ കാണിക്കുന്നു. ഞാൻ പറഞ്ഞത് ഇയാളെ തന്നെയാ. നിനക്കറിയോ? ഈ അങ്കിൾ താമസിക്കുന്നത് എൻ്റെ വീടിന് കുറച്ച് അപ്പുറത്താ. പക്ഷേ ആ അങ്കിൾ ഇവിടെ വന്നിറങ്ങിയിട്ട് വേറെ ബസ്സിൽ കയറിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അല്ലെങ്കിൽ വേറെ ഓട്ടോ പിടിക്കും. നിന്റെ വീട് എവിടെയാ? കുറച്ച് ദൂരം പോണം സാർ. നീ വന്ന് ആ വീടൊന്ന് കാണിച്ചതാ. അവർ ആ പയ്യന്റെ വീട്ടിലേക്ക് പോകുന്നു. ദേ ആ കാണുന്ന വീടാണ് സാർ. അവർ അവിടെ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചെങ്കിലും ആരും തുറന്നില്ല. പ്രവീൺ ഡോറ് തള്ളി തുറക്കുന്നു. സാർ, ലോക്കാണ്. അയാൾ എപ്പോഴൊന്നും വീട്ടിൽ കാണില്ല. വല്ലപ്പോഴും വരും. ചില സമയം രാത്രി 2 മണിക്കൊക്കെ വണ്ടിയിൽ ആരോ കൊണ്ടുവന്ന് ആക്കി കൊടുക്കും. അത് നിനക്കെങ്ങനെ അറിയാം? അത് ഉറങ്ങാതെ ഇരിക്കുമ്പോൾ പിന്നെ എൻ്റെ റൂമിലെ ജനാല വഴി നോക്കുമ്പോൾ ഈ വീട് നല്ലതുപോലെ കാണാൻ പറ്റും. നീ പോയിക്കോ. സാർ, വാതിൽ തള്ളി തുറക്കട്ടെ? തൽക്കാലം ഇതുവഴി വേണ്ട. പിന്നാമ്പുറത്തെ വാതിൽ തുറന്നാൽ മതി. പ്രവീൺ പിൻവശത്തെ വാതിൽ തല്ലിപ്പൊളിച്ച് അവർ അകത്തേക്ക് കയറി. ഡിയർ ഫ്രണ്ട്സ്, ഈ കഥയുടെ നെക്സ്റ്റ് പാർട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. ബൈ.